മൂന്നാമത്തെ യൂണിറ്റ്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് ഭാഗങ്ങൾ. ഒന്ന് പിന്നെ കിൻഷിപ്പ്, അതുപോലെ ഫാമിലി ഇൻ റൂറൽ ഇന്ത്യ എന്നുള്ളതാണ് ഒന്നാമത്തെ യൂണിറ്റ്. അതിൽ കിൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, നമ്മൾ പറയുന്ന നമ്മുടെ കുടുംബ ബന്ധം, മലയാളത്തിലൊക്കെ നമ്മൾ പറയുമ്പോൾ കുടുംബ ബന്ധം എന്ന് നമുക്ക് പറയാൻ അതിനെപ്പറ്റി. ഈ കുടുംബ ബന്ധങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ്, രണ്ടല്ല മൂന്ന് രീതിയുണ്ട്, പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് രീതിയാണ്. ഒന്ന് നമ്മളുടെ ബ്ലഡ് റിലേഷൻഷിപ്പ്, നമ്മൾ രക്തബന്ധം എന്ന് പറയുന്ന ബ്ലഡ് റിലേഷൻഷിപ്പ്. മറ്റൊന്ന് നമ്മൾ പറയുന്ന മാരിറ്റൽ റിലേഷൻഷിപ്പ്, നമ്മൾ വൈവാഹിക ജീവിതത്തിലൂടെ ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ. ഇനി മൂന്നാമത്തൊന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ അഡോപ്ഷൻ ആണ്, നമ്മൾ ആളുകളെ ദത്തെടുക്കുന്ന രീതിയിൽ വരുന്ന ബന്ധങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ഈ മൂന്ന് ബന്ധങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിനെ സോഷ്യോളജിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ടെർമിനോളജിയാണ് കിൻഷിപ്പ് എന്നുള്ളത്. മറ്റൊന്ന് ഫാമിലി ഇൻ റൂറൽ ഇന്ത്യ. അപ്പോൾ റൂറൽ ഇന്ത്യയിലെ, ഗ്രാമീണ ഇന്ത്യയുടെ അവിടെ കിൻഷിപ്പും അതുപോലെ ഫാമിലിയും ഒക്കെ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്, അതിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് അതിന്റെ സ്ട്രക്ചർ, അത് ഏതൊക്കെ രീതിയിലാണ് ഇവോൾവ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. നമ്മൾ കൂടുതൽ ഒരു സീരിയസ്നെസ്, അങ്ങനെ അത്രയും സീരിയസ്നെസ് കൊടുത്ത് പഠിക്കേണ്ടല്ല. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്താണോ അതേ വെച്ചുകൊണ്ടുള്ള ഒരു പഠനം തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോ റൂറൽ സോഷ്യോളജിയിലെ പ്രധാനപ്പെട്ട സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീന് കാണാനില്ലേ? ഉണ്ട്. ഓക്കെ. ഐഡന്റിഫൈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് എൻഡ്യൂറിംഗ് പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് ദാറ്റ് ഓർഗനൈസ് സോഷ്യൽ ലൈഫ് ആൻഡ് മെയിൻറ്റെയിൻ ഓർഡർ വിത്തിൻ എ കമ്മ്യൂണിറ്റി. അല്ലെ? അപ്പോ ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്ന, തുടർന്ന് പോരുന്ന പാറ്റേൺസ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ സാമൂഹിക ബന്ധങ്ങളുടെ ഒരു മാതൃക അല്ലെങ്കിൽ ഒരു രീതി, അതിനെയാണ് നമ്മളിവിടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുകൊണ്ട് വിളിക്കുന്നത്. അപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു അമ്മയും അച്ഛനും അവരുടെ കീഴിലുള്ള മക്കളും, ഇവർക്കാണ് നമ്മൾ സാധാരണഗതിയിൽ ഫാമിലി എന്ന് പറയാം, ഒരു കുടുംബം എന്നൊക്കെ. അതിൽ തന്നെ ന്യൂക്ലിയർ ഫാമിലി ഉണ്ട്, ജോയിന്റ് ഫാമിലി ഉണ്ട്, എക്സ്റ്റെൻഡഡ് ഫാമിലി ഉണ്ട്. മാരേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നാട്ടിലുള്ള ആളുകളുടെ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരു ഔദ്യോഗികമായ ഒരു ബന്ധങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിനെയാണ്, അല്ലെങ്കിൽ ഒരു കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു തീരുമാനത്തിനെയാണ് നമ്മൾ വിവാഹം എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിനൊരു പൊതുജന അല്ലെങ്കിൽ ഒരു കുടുംബങ്ങളുടെ ഒരു അനുമതി വേണം. അപ്പൊ അനുമതി കിട്ടാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടെ ആളുകളൊക്കെ വിളിച്ചുകൂട്ടി അവർക്കൊരു സദ്യയൊക്കെ കൊടുത്തിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഇവർ രണ്ടുപേരൊക്കെ പ്രദർശിപ്പിച്ചിട്ട് ഇനി ഇവർ രണ്ടുപേരും ഇവിടുന്ന് അങ്ങോട്ട് ഔദ്യോഗികമായിട്ട് ഫോർമൽ റിലേഷൻസ് തുടങ്ങുകയാണ് എന്നുള്ള വിളംബരമൊക്കെ നടത്തി നമ്മളെല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രത്യേക ചടങ്ങാണ് വിവാഹം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇങ്ങനെ അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നമുക്ക് ഒരുപാട് പ്രാക്ടീസുകൾ ഉണ്ട്. അതുപോലെ അത് എൻഡ്യൂറിംഗ് ആണ്, ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ബന്ധങ്ങളെയാണ് നമ്മൾ ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ പ്രത്യേകമായിട്ട് നമ്മുടെ പോളിറ്റി നോക്കിയാലും, ഇപ്പൊ പൊളിറ്റിക്സ് എന്താണ്, ഗ്രാമതലങ്ങളിൽ നടക്കുന്ന പൊളിറ്റിക്സ്, അല്ലെങ്കിൽ റിലീജിയൻ എന്താണ്, മതപരമായ പ്രാക്ടീസുകൾ, അല്ലെങ്കിൽ എക്കണോമി സാമ്പത്തികപരമായ മാർഗങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ തുടങ്ങിയിട്ടുള്ള ഇത്രയും കാര്യങ്ങളെല്ലാം ഇതൊക്കെ ഇങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എൻഡ്യൂറിംഗ് ആയിട്ടുള്ള പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇവിടെ ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അത് റൂറൽ ഏരിയയിലായാലും അർബൻ ഏരിയയിലായാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്. പിന്നെ the study of rural kinship and family involves a detailed analysis of their structure, function and the inevitable changes they undergo. അപ്പോൾ നമ്മൾ ഏതൊരു സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും പ്രധാനമായിട്ട് അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പൊ എന്താണെന്നുള്ളത് പഠിക്കും. ഫംഗ്ഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതേക്കുറിച്ച് നമ്മൾ പഠിക്കും. മറ്റൊന്ന്, അത് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾക്കാണ് അത് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്, ഇതേക്കുറിച്ചൊക്കെ നമ്മൾ സാധാരണഗതി നമ്മൾ പഠിക്കുന്നതാണ്. ഒരു റൂറൽ കിൻഷിപ്പിനാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി ആണെങ്കിലും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളെല്ലാം അതിലേക്ക് വരും. സ്ട്രക്ചർ കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ റൂറൽ സൊസൈറ്റിയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റൂറൽ കിൻഷിപ്പിന്റെ ഫാമിലിയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? കോംപ്ലക്സ് വെബ് ഓഫ് ദ ഡിസെൻഡന്റ് അലയൻസ് such as the joint family system and the Gotra clan hierarchy which dictates how households are organized. അപ്പോ അവിടെ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ പാരമ്പര്യം അതിന്റെ ഒരു തുടർച്ച കാണാം, അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പരമ്പര അല്ലെങ്കിൽ നമ്മുടെ വംശവുമായി ബന്ധപ്പെട്ടൊക്കെ കിടക്കുന്ന ആ ഒരു കോംപ്ലക്സ് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഈ കിൻഷിപ്പിന്റെ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ തറവാട് എന്ന് പറയും, അവർ നമ്മുടെ കുടുംബമാണ് അല്ലെങ്കിൽ നമ്മുടെ തറവാടാണ് എന്നൊക്കെ പറയും. ഇപ്പൊ തെക്കൻ ഭാഗത്തേക്ക് വരുമ്പോൾ കുടുംബ വീട് തറവാട് വീട് എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് മീനിങ് അതിനുണ്ട്. ഇപ്പോ ഈ പാരമ്പര്യം, ഇപ്പൊ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ അച്ഛൻ, നമ്മുടെ അച്ഛന്റെ അച്ഛൻ, അങ്ങനെ പോകുന്ന ഒരു ലീനേജ്. ആ നമ്മൾ ഒരു നേർരേഖ ഉണ്ടായിരിക്കുമല്ലോ, അച്ഛന്റെ അച്ഛൻ, അതിന്റെ മുത്തച്ഛൻ, അതിന്റെ മുത്തച്ഛൻ, അങ്ങനെ പോകുന്ന ആ രേഖ, അതിനെയാണ് നമ്മൾ ലീനേജ് എന്ന് വിളിക്കുക.
ഇനി പലപ്പോഴും എന്ത് ചെയ്യുന്നു വെച്ചാല് ഇപ്പൊ ഒരു നാട്ടിൽ താമസിക്കുന്ന ഒരുപാട് പേര് ഒരൊറ്റ ഗോത്രക്കാരായിരിക്കും. ഗോത്രം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരേ കുടുംബക്കാരായിരിക്കും. ആ കുടുംബത്തിലേക്ക് ചേർത്തുകൊണ്ട് അവരെല്ലാവരെയും നമ്മൾ ഒരൊറ്റ ഗോത്രക്കാരാണ് എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു ഗോത്രം ഒരുപക്ഷെ ആ ഗോത്രം അതേപോലെ തന്നെ അതിന്റെ പാരലൽ ആയിട്ട് ഇപ്പൊ ഈ മറ്റേ സൈഡിൽ വേറെ ഒരു ഗോത്രം കൂടെ കിടക്കുന്നുണ്ടാവും. ഗോത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് കുടുംബം എന്നൊക്കെ വേണമെങ്കിൽ ഉദ്ദേശിക്കാം. അപ്പൊ നമ്മളിപ്പോ നാട്ടിൽ നമ്മൾ സർനെയിം ഒക്കെ ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ വലിയ പുരക്കൽ അല്ലെങ്കിൽ പുത്തൻ പുരക്കൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഇപ്പൊ പല പല രീതിയിലാണ് പേരുകൾ വരും. അപ്പോ ആ ഒരു പേരിൽ വരുന്ന എല്ലാവരും ഒരുപക്ഷെ ഒരൊറ്റ കുടുംബക്കാരായിരിക്കും. അതേപോലെ വേറെയും കുടുംബം ഉണ്ടായിരിക്കും. അങ്ങനെ ഈ വ്യത്യസ്തമായ കുടുംബങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ ഇതേ കുടുംബങ്ങളൊക്കെ അവരുടെ ഒരു 2 തലമുറ അല്ലെങ്കിൽ ഒരു 3 തലമുറ പിറകോട്ട് പോയി കഴിഞ്ഞാൽ അവരൊരു പക്ഷേ വേറെ ഏതെങ്കിലും ഒരു ആൻസസ്റ്ററിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു പിതാമഹനിൽ പോയി അല്ലെങ്കിൽ ഒരു പാരമ്പര്യ ഒരു നേതാവിൽ പോയിട്ട് അവരെല്ലാം ഒരുമിക്കുന്നത് കാണാൻ പറ്റും. ഒരുപക്ഷെ അവരുടെ മക്കളോ അല്ലെങ്കിൽ കുടുംബ ബന്ധുക്കളൊക്കെ ആയിട്ട് മാറുന്നത് കാണാൻ പറ്റും. അപ്പൊ ഒരു 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 ഒന്നോ രണ്ടോ മൂന്നോ തലമുറകളൊക്കെ കഴിയുമ്പോൾ ഇവര് വേറെ ഒരു വലിയ ഒരു ഒറ്റ ലൈനിൽ തന്നെ ഇവര് വീണ്ടും ചേർക്കപ്പെടുന്നത് കാണാൻ പറ്റും. അപ്പൊ ആദ്യം വരുന്ന നമ്മൾ ഗോത്ര പറയുന്നു. അതിന്റെ പിറകിൽ ക്ലാന് വരുന്നുണ്ട്. അതിന്റെ പിറകിൽ ഫ്രാറ്ററി വരുന്നുണ്ട്. അതിന്റെ പിന്നിൽ മോയിറ്റി വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ അതിനെ ഓരോ കിൻഷിപ്പുമായി ബന്ധപ്പെട്ട ടെർമിനോളജികൾ കൂടി നമ്മൾ ഇവിടെ പഠിക്കും. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ അത്രയും ഈ ഒരു കിൻഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കാറില്ല. നമ്മളിപ്പോ നമ്മുടെ പേര് പറയുന്ന സമയത്ത് നമ്മുടെ സ്വന്തം പേര് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. പക്ഷേ ഇപ്പൊ ഒരു ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ പോവാണെങ്കിൽ പ്രത്യേകിച്ച് അറബികളൊക്കെ അവർക്ക് ആ ഒരു പാരമ്പര്യമുണ്ട്. അപ്പൊ അവരെ പേര് പറയുമ്പോ കാണാം, നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, ഒരു മുഹമ്മദ് ബിൻ, അഹമ്മദ് ബിൻ, മുഹമ്മദ് ബിൻ, ഒരു ബിൻ നിർത്തുങ്ങാണ്ട് ഇങ്ങനെ പോണത് കാണാം അല്ലെ. ഒരു 4-5 ആൾക്കാരെ പേരൊക്കെ ഒരുമിച്ച് പറയും. അപ്പൊ അതെന്താന്ന് വെച്ചാൽ അവരുടെ അച്ഛൻ, അച്ഛന്റെ അച്ഛൻ, അച്ഛന്റെ അച്ഛൻ ആ പിന്നെ കാര്യമാണ് അവർ പറയുന്നത്. അപ്പൊ അതിലൂടെ അവർ ചേർക്കാൻ നോക്കുന്ന വെച്ചാൽ ഇവരെല്ലാവരും എന്താണ് ഞങ്ങളുടെ ഫാമിലിയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ വലിയ ഒരു എക്സ്റ്റൻഡഡ് ഫാമിലിയിൽ പെടുന്നു, ഞങ്ങളുടെ ഒരു ഡിസെന്റ് ആണ് ഇവര്, നമ്മുടെ ഒരു പാരമ്പര്യമാണ് എന്നുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആളുകളോട് സ്വന്തം അച്ഛൻ അതൊക്കെ അതിന്റെ അച്ഛന്റെ അച്ഛനൊക്കെ ചോദിച്ചാൽ പറയാൻ പറ്റും. പക്ഷെ 2 തലമുറ 3 തലമുറ പിറകോട്ടൊക്കെ ചോദിച്ചാൽ അറിയുന്ന ആൾക്കാർ വളരെ അപൂർവമാണെന്നുള്ളതാണ്. അപ്പൊ എനിവേ അങ്ങനെയുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിനെ കൂടിയാണ് അതിന്റെ സ്ട്രക്ചറും അതിന്റെ ഫംഗ്ഷനും അതിന്റെ വരുന്ന ചേഞ്ചസിനെ പഠിക്കുന്നതാണ് നമുക്കിവിടെ കാര്യമായിട്ട് ഈ ഒരു യൂണിറ്റ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി കിൻഷിപ്പ് എന്താണ് കിൻഷിപ്പ്? കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കിൻഷിപ്പ് സിസ്റ്റം പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ദ സോഷ്യലൈസേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ദ പ്രിസർവേഷൻ ഓഫ് ഗ്രൂപ്പ് കോസ്റ്റീവ്നെസ്. എന്ന് വെച്ചാല് നമ്മൾ എന്തിനാണ് ഈ ഒരു കുടുംബം എന്ന് പറയുന്നത്? ഇപ്പൊ കുടുംബം കൊണ്ട് നമുക്കുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താന്ന് വെച്ചാൽ എല്ലാവരും മ്യൂട്ട് ചെയ്യണേ, അല്ലെങ്കിൽ മറ്റുള്ള സൗണ്ടുകൾ ഇങ്ങനെ വന്നോണ്ട്. ഓക്കെ. ആ അപ്പോ പിന്നെ ഈ കുടുംബം എന്തിനാന്ന് വെച്ചാൽ നമുക്കറിയാം ഈ കുടുംബമാണ്, ഫാമിലിക്ക് വലിയ റോൾ ഉണ്ട്. ഒരു ചെറിയൊരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ സമൂഹത്തിന്റെ എല്ലാ വാല്യൂസും കസ്റ്റംസും പ്രാക്ടീസുകളൊക്കെ അറിയുന്ന, നമ്മൾ പറയുന്ന മൂല്യങ്ങളും അതുപോലെ അനുഷ്ഠാനങ്ങളും എന്താ പറയാ എല്ലാ പ്രക്രിയകളൊക്കെ അറിയുന്ന ഒരു പൂർണ്ണകായ മനുഷ്യനാക്കി മാറ്റുന്നതിൽ സൊസൈറ്റി അല്ല ഫാമിലിക്ക് വലിയ റോൾ ഉണ്ട്. അപ്പൊ സോഷ്യലൈസേഷൻ പ്രോസസ് അതിനെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ എന്ന് വിളിക്കാം. അപ്പൊ ഇൻഡിവിജ്വൽസിനെ സോഷ്യലൈസ് ചെയ്യാന്, അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പ് കോസ്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് സോളിഡാരിറ്റി. നമ്മളെല്ലാവരും ഒരു കുടുംബക്കാരാണ്, നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം. നമ്മുടെ വല്ല ശത്രുക്കളോ അല്ലെങ്കിൽ എതിരാളികളോ വരുമ്പോ അല്ലെങ്കിൽ അവരോട് കോമ്പീറ്റ് ചെയ്യാന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളൊരു കുടുംബമായി നമ്മൾ ഒന്നിച്ച് നിൽക്കും. ഒരു ഫംഗ്ഷൻ ഒക്കെ വരുന്ന സമയത്ത് ആ കുടുംബം അവരുടെ ഒരു മേന്മ ഒക്കെ കാണിക്കും അല്ലെ, നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പ് കോസ്റ്റീവ്നെസ് കാണിക്കാനൊക്കെയാണ് സാധാരണഗതിയിൽ കിൻഷിപ്പ് ഉപയോഗപ്പെടാറുള്ളത്. അക്കോർഡിംഗ് ടു സ്കോളർ ലൈക്ക് എംസ്റ്റോൺ 19, കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈസ് ഡിഫൈൻഡ് നോട്ട് ടെക്സ്റ്റ് ബുക്കുള്ള ആളുകൾ അതിന്റെ ചോട വരച്ചു കൊടുക്കണം, അല്ലാത്ത ആൾക്കാർക്ക് നോട്ടായിട്ട് എഴുതിയെടുപ്പൊക്കെ ചെയ്യാം. കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇസ് ഡിഫൈൻഡ് ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺ ബേസ്ഡ് ഓൺ ദർ ഡിസെന്റ് ഓർ മാരേജ്. നമ്മൾ നേരത്തെ പറഞ്ഞ 2 കാര്യം, ഒന്ന് ഡിസെന്റ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യം. ഈ പാരമ്പര്യം രൂപപ്പെട്ട നമ്മൾ ബ്ലഡ് റിലേഷൻസ്. അപ്പോൾ ബ്ലഡ് റിലേഷൻസിലൂടെയോ അതല്ലെങ്കിൽ മാരേജിലൂടെയോ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ കിൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോ ഒരു ബ്ലഡ് റിലേഷൻഷിപ്പിലൂടെ അല്ലെങ്കിൽ ഡിസെന്റിലൂടെ ആളുകൾ പിന്നെ ഇവോൾവ് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിത്തീരുന്ന ബന്ധങ്ങളെ നമ്മൾ കൺസാങ്കിനസ് റിലേറ്റീവ്സ് എന്നാണ് പറയുക. കൺസാങ്കിൻ റിലേറ്റീവ്സ്. കൺസാങ്കിൻ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേഷൻസിലൂടെ വരുന്ന ബന്ധുക്കൾ എന്നാണ്. അതേപോലെ തന്നെ മാരിറ്റൽ റിലേഷൻഷിപ്പിലൂടെയാണ് ഇങ്ങനെ ബന്ധങ്ങൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് എങ്കിൽ അത്തരത്തിലുള്ള റിലേറ്റീവ്സിനെ നമ്മൾ അഫിനൽ റിലേറ്റീവ്സ് എന്നാണ് വിളിക്കുക. അഫിനൽ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അഫിനൽ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കും. ഓക്കെ. ഇനി എങ്ങനെയാണ് ഒരു പിന്നെ കിൻഷിപ്പിലേക്ക് കൂടുതൽ ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്? റിക്രൂട്ട് ചെയ്യുന്ന പ്രക്രിയ എന്ന് പറഞ്ഞത് മാരിറ്റൽ അലയൻസിലൂടെ മാത്രമാണ്, വിവാഹങ്ങളിലൂടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത് സാധാരണഗതിയിലേക്ക് അതിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്.
അപ്പോ പിന്നെ അഫിനൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അഫിനൽ റിലേറ്റീവ്സ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. അപ്പോൾ ഒരു കുടുംബത്തിലേക്ക് ഒരു കിൻഷിപ്പിലേക്ക് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാരിറ്റൽ അലയൻസിലൂടെയാണ്. അപ്പൊ നമ്മൾ ഒരു കുടുംബം മറ്റൊരു കുടുംബത്തിൽ നിന്ന് വലിയ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിക്കുന്നതോട് കൂടി രണ്ട് കുടുംബങ്ങളും തമ്മിൽ വലിയൊരു ബന്ധം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു. അത് രണ്ട് കുടുംബങ്ങളും തമ്മിൽ ഒന്നായി തീരുന്നു. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ എന്താ പറയാ നാട്ടുപുറത്തൊക്കെ നമുക്ക് സാധാരണഗതിയിൽ കാണാൻ സാധിക്കും. അപ്പോ a female is integrated into a new unit as a wife and a daughter-in-law, thereby binding people together into distinct social groups through these recognized marital and biological links. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു സാധാരണഗതിയിൽ പറയുന്ന ഈ കുടുംബങ്ങൾ എന്താ പറയാ അത് കൂടുതൽ മെമ്പേഴ്സ് കൂടി വരുന്നതും അതുപോലെ കുടുംബങ്ങൾ വിപുലമാക്കുന്നതും പുതിയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്നതെല്ലാം. ഇനി ഫ്രം എ സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സോഷ്യൽ തിയറി ഒക്കെ ഒരുപക്ഷെ അതിന്റെ പേപ്പേഴ്സ് ഒക്കെ വന്നോ എന്നറിയില്ല. അപ്പൊ ഈ സ്ട്രക്ചറൽ ഫംഗ്ഷനലിസം അത് അങ്ങനെയുള്ള തിയററ്റിക്കൽ പാരഡൈംസ് ഒക്കെ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ സോഷ്യോളജി ഡിസ്കസ് ചെയ്താണ് റാഡിക്ലിഫ് ബ്രൗൺ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാഴ്ചപ്പാടിലൂടെ അദ്ദേഹം നോക്കുന്നത് എംഫസൈസ് ദാറ്റ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇസ് എ കോർ കോമ്പണന്റ് ഓഫ് ദ ബ്രോഡർ സോഷ്യൽ സ്ട്രക്ചറിന്റെ ഒരു ബ്രോഡർ ആയിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട കോമ്പണന്റ് ആണ് ഇത് കിൻഷിപ്പ് എന്ന് പറയുന്നത്. സജസ്റ്റിംഗ് ദാറ്റ് ദ സ്റ്റഡി ഓഫ് എനി കിൻഷിപ്പ് സിസ്റ്റം ഇസ് എസെൻഷ്യലി എ സ്റ്റഡി ഓഫ് എൻ ഇൻഡിവിജ്വൽസ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സോഷ്യോളജിയിലെ ഒരു സിസ്റ്റം നമ്മൾ പഠിക്കുമ്പോൾ ആ സിസ്റ്റത്തിൽ സ്ട്രക്ചറും റോളുകളും നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാറുണ്ട്. സ്ട്രക്ചറും റോളും അല്ലെ, ഓരോരുത്തരും സൊസൈറ്റിയിൽ എന്ത് സ്ട്രക്ചർ ആണുള്ളത്, എന്താണ് റോൾ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ കിൻഷിപ്പ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് റാഡിക്ലിഫ് ബ്രൗൺ പറയുന്നത്. കാരണം ഈ കിൻഷിപ്പിലൂടെയാണ് ഓരോരുത്തരുടെയും റോളും അയാളുടെ സ്റ്റാറ്റസ് ഒക്കെ തീരുമാനിക്കപ്പെടുന്നത്. അപ്പോ നമ്മുടെ വീടുകളിൽ അച്ഛൻ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ പിതാവ് ഉണ്ടാകുന്നതും അതുപോലെ അമ്മയൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആ ഫാമിലിയാണ് അത് കറക്റ്റ് ആയിട്ട് തീരുമാനിക്കപ്പെടുന്നത്. പിന്നെ അവർക്ക് മക്കൾ ഉണ്ടാകുന്നു, അവർക്ക് ചെറുമക്കൾ ഉണ്ടാകുന്നു. അപ്പൊ ഇവരുണ്ടാകുമ്പോൾ ഇവരൊക്കെ ഇവൻ മകനാണ്, മകളാണ്, അല്ലെങ്കിൽ ഇവൻ ചെറുമകളാണ് എന്നുള്ള രീതിയിലൊക്കെ തീരുമാനിക്കുന്നതൊക്കെ ഫാമിലിയിൽ നിന്നാണ്. അപ്പൊ ആ തീരുമാനത്തിന് അനുസൃതമായിട്ടാണ് അവരുടെ റോളും അതുപോലെ സ്റ്റാറ്റസ് ഒക്കെ തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സോഷ്യൽ സ്ട്രക്ചറുമായിട്ട് വളരെ അഭേദ്യമായി ബന്ധമുള്ള ഒരു കോർ കൺസെപ്റ്റ് തന്നെയാണ് കിൻഷിപ്പ് എന്നാണ് റാഡിക്ലിഫ് ബ്രൗൺ പറയുന്നത്. He argued that every kinship structure functions as a cultural system, meaning that rules, expectations, roles tend to differ significantly from one culture to another. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ കൾച്ചറിന് അനുസൃതമായിട്ടായിരിക്കും അവിടെ റോളുകൾ തീരുമാനിക്കപ്പെടുക. കൾച്ചറിന് അനുസൃതമായിട്ടാണ് റോൾ തീരുമാനിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൻ പുറത്ത് റൂറൽ ഏരിയകളിലൊക്കെ അല്ലെ നമ്മൾ പറയുന്ന അമ്മാവന്മാര് അല്ലെങ്കിൽ അമ്മായികൾ അവർക്കൊക്കെ വലിയ റോളുകളുണ്ട്. ഒരു വിവാഹം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ഒരു ബർത്ത് അല്ലെങ്കിൽ ഡെത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രാക്ടീസുകളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ അവർക്ക് വലിയ റോളുണ്ട്. അതൊരു പക്ഷെ നമ്മുടെ കൾച്ചറിലായിരിക്കാം. നമ്മൾ ഇവിടുന്ന് മാറി ഒരു ഗൾഫിലോ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ പോകുന്ന സമയത്ത് ഒരു പക്ഷേ അവിടെയുള്ളപ്പോ നമ്മൾ പറയുന്ന അങ്കിളിനോ അല്ലെങ്കിൽ മാറ്റേണൽ അങ്കിളിനോ അല്ലെങ്കിൽ പാറ്റേണൽ അങ്കിളിനോ പാറ്റേണൽ ഓണ്ടിനോ അത്തരത്തിലുള്ള ഒരു പ്രോമിനൻസ് ഒന്നും നമുക്ക് കാണാൻ സാധിച്ചോളുന്നില്ല. അപ്പൊ ഒരു കൾച്ചറിൽ നിന്ന് മറ്റൊരു കൾച്ചറിലേക്ക് മാറുമ്പോൾ ഇതിനനുസരിച്ച് റൂൾസും എക്സ്പെക്ടേഷനും റോളുകളൊക്കെ മാറുന്നതൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഈ കാസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ മാരേജുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് രണ്ട് പ്രാക്ടീസുകൾ പ്രധാനമായിട്ട് കാണാൻ സാധിക്കും. ഒന്ന് കാസ്റ്റ് എൻഡോഗമിയാണ്. കാസ്റ്റ് എൻഡോഗമി എന്ന് പറഞ്ഞാൽ ഒരു ജാതിക്കാര് അവരുടെ ജാതിയിൽ നിന്ന് മാത്രമേ അവർ വിവാഹം കഴിക്കുള്ളൂ എന്നുള്ള രീതി. അപ്പോ ഇതിനെയാണ് നമ്മൾ എൻഡോഗമി എന്ന് വിളിക്കുക. ക്ലാൻ എക്സോഗമി എന്ന് പറഞ്ഞാൽ മറ്റൊരു രണ്ടാമത്തെ പ്രാക്ടീസ് ആണ്. അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുടുംബക്കാരെന്തെയും അവരുടെ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കൂല, നേരെ പുറത്തുനിന്ന് മറ്റുള്ള കുടുംബങ്ങളിൽ നിന്നാണ് അവർ വിവാഹങ്ങൾ കഴിക്കുക. അപ്പോൾ ഈ രണ്ട് നിയമം എൻഡോഗമിയും അതുപോലെ ഇപ്പൊ നമ്മൾ പറയുന്ന കാസ്റ്റ് എൻഡോഗമി എന്നുള്ളതും ക്ലാസ് എക്സോഗമി എന്നുള്ളതൊക്കെ ഇതുപോലെ ആളുകളുടെ നമ്മൾ പറയുന്ന പിന്നെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് അവരുടെ സോഷ്യൽ ഇന്ററാക്ഷൻ അതിനെ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ ലീനേജ് നമ്മൾ പറയുന്ന നമ്മുടെ പാരമ്പര്യം ആ പാരമ്പര്യത്തിന്റെ പ്യൂരിറ്റി ഉറപ്പുവരുത്താനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു കാസ്റ്റ് എൻഡോഗമി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങളെ ജാതി മാത്രമേ വിവാഹം കഴിക്കുള്ളൂ. അപ്പൊ അതിലൂടെ അവർ ഉറപ്പുവരുത്തുന്നത് എന്താന്ന് വെച്ചാൽ അവരുടെ ലീനേജ് അവരുടെ ആ പാരമ്പര്യത്തിൽ അവരുടെ ആ ജാതിയിൽപ്പെട്ട ആളുകൾ മാത്രമേ വരാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു പ്യൂരിറ്റൽ ആയിട്ടുള്ള ഒരു വിശ്വാസം അതിനെ നിലനിർത്തൽ കൂടിയാണ് ഈ കാസ്റ്റ് എൻഡോഗമിയിലൂടെ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത് വേണോ വേണ്ടേ എന്നുള്ളതല്ല കേട്ടോ, അല്ലെങ്കിൽ നല്ല പ്രാക്ടീസ് ആണോ മോശപ്പെട്ട പ്രാക്ടീസ് ആണോ എന്നുമല്ല. നമ്മൾ ചെക്ക് ചെയ്യുന്നത് നിലവിലുള്ള ഇന്ത്യൻ സൊസൈറ്റിയിൽ ഏതൊക്കെ രീതിയിലുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫാമിലിയുമായി ബന്ധപ്പെട്ട് കിൻഷിപ്പുമായി ബന്ധപ്പെട്ട്
ഏതൊക്കെ രീതിയിലുള്ള പ്രാക്ടീസുകളാണ് നിലവിലുള്ളത് എന്ന് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. മറ്റൊന്ന്, ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എ ലീനേജ് ആൻഡ് എ ക്ലാൻ. ഇനി എന്താണ് ലീനേജ് എന്നും എന്താണ് ക്ലാൻ എന്നും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് രണ്ടിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. എ ലീനേജ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഹു ക്യാൻ ട്രേസ് ദർ ഡിസെന്റ് ടു എ കോമൺ വെൽ നോൺ ഹിസ്റ്റോറിക്കൽ ആൻസെസ്റ്റർ. അപ്പൊ ലീനേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, പരമ്പര എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾ അവരുടെ ഡിസെന്റ്, അവരുടെ പാരമ്പര്യം അവർ നോക്കുമ്പോൾ അവർക്കൊരു ഒരു ഒരു പൊതുവായിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു മുത്തച്ഛനിലേക്ക് എത്തുന്നവരെ അവർക്ക് കാണാൻ പറ്റും. കോമൺ ആയിട്ടുള്ള, എല്ലാവർക്കും അറിയപ്പെടുന്ന, അതിപ്പോ ചരിത്രപരമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കുടുംബത്തിന്റെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ എന്താ പറയാ, അപ്പൊ നമ്മൾ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ആൻസിസ്റ്റർ, ഒരു പിതാമഹനെ അവർക്ക് അവിടെ കാണാൻ സാധിക്കും. ഒരു മുത്തച്ഛനുണ്ട്. അപ്പൊ അവരിന്നായിരിക്കും ഈ പറയുന്ന ആളുകളൊക്കെ അല്ലെങ്കിൽ ഈ കുടുംബങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നത് എന്ന രീതിയിൽ ജനങ്ങൾക്കിടയിൽ വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള, അപ്പൊ ആ ഹിസ്റ്റോറിക്കൽ ആൻസസ്റ്റർ മുതൽക്ക് ഈ ഫാമിലി വരേക്കുമുള്ള ആ ഒരു ലൈനിനെയാണ് നമ്മൾ ഈ ലീനേജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ക്ലാൻ എന്ന് പറഞ്ഞാലോ, ക്ലാൻ എന്ന് പറഞ്ഞാൽ റെഫർ ടു ആസ് എ ഗോത്ര. നമ്മൾ സാധാരണഗതിയിൽ ഒരു ഗോത്രം എന്നൊക്കെ പറയുന്നത്, ഗോത്രം എന്ന് പറഞ്ഞാൽ വലിയ കുടുംബം എന്നാണ് അർത്ഥം. ഇറ്റ്സ് എ ലാർജർ മോർ ഡിസ്പേഴ്സ്ഡ് ഗ്രൂപ്പ് ദാറ്റ് മേ ട്രേസ് ഇറ്റ്സ് ഒറിജിൻ ബാക്ക് ടു എ മിത്തിക്കൽ ഓർ എ സൂപ്പർ നാച്ചുറൽ ഫിഗർ. പലപ്പോഴും ഇപ്പൊ ഈ നമ്മളെ ഒരു കുടുംബങ്ങളിലൊക്കെ അത്രയും ഉള്ള ഒരു സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവമാണ്. പക്ഷെ ഒരു ട്രൈബൽ പീപ്പിളോ അല്ലെങ്കിൽ എന്താ പറയാ കുറച്ചുകൂടെ ഒരു പുരാതനമായ സൊസൈറ്റി ഒക്കെ ആണെങ്കിൽ അവരൊക്കെ അത്തരത്തിലുള്ള ഒരു ചില അവകാശവാദങ്ങളൊക്കെ നടത്താൻ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അവരുടെ 10ാമത്തെ മുത്തച്ഛൻ എന്തായിരുന്നു, അത് പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു ദൈവത്തിന്റെ പേര്, ഒരു മിത്തിക്കൽ എന്താ പറയാ നമ്മൾ പറയുന്ന ഒരു ഒരു ഏതെങ്കിലുമൊക്കെ ഒരു ഐതിഹ്യവുമായി ബന്ധപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ഫിഗർ. അപ്പൊ ഞങ്ങളുടെ ഇത്രാമത്തെ ഒരു മുത്തച്ഛൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇത്രാമത്തെ ആള് അത് സൂര്യദേവനായിരുന്നു, ചന്ദ്രദേവനായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ സൂപ്പർ നാച്ചുറൽ ഫിഗേഴ്സിലൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു വലിയ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ അല്ലെങ്കിൽ 10ഓ വരുന്ന കുടുംബങ്ങൾ കൂട്ടിച്ചേർന്നും അവരുടെ ഒരു പഴയ പരമ്പരയെ അവരെന്ത് ചെയ്യുന്ന അവരുടെ ഉത്ഭവത്തിനെ അവർ ഇതുപോലെയുള്ള ഒരു മിത്തിക്കൽ സൂപ്പർ നാച്ചുറൽ ഫിഗറിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒന്നിച്ചുള്ള ആളുകളെയാണ് നമ്മൾ ഇവിടെ ക്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്ലാനും ലീനേജും എന്താണെന്നൊരു ഡിഫറൻസ് ആണ് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി ദ ബോണ്ട് ഓഫ് എ ക്ലാൻ റിമെയിൻസ് എ പവർഫുൾ റെഗുലേറ്റർ ഓഫ് ദ മാരേജ് ആൻഡ് റിച്വൽ ലൈഫ് ഇൻ ദ ട്രഡീഷണൽ ഇന്ത്യൻ വില്ലേജ്. അപ്പോ ഇതൊക്കെ നമ്മൾ എന്തിനാ പറയുന്നത് വെച്ചാൽ, ഈ ബന്ധങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യൻ റൂറൽ ഏരിയകളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ വില്ലേജുകളിൽ ആളുകളുടെ ഫാമിലി, ആളുകളുടെ വിവാഹം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ നിയന്ത്രിക്കപ്പെടുന്നത്. മറ്റൊന്ന്, ദ സയന്റിഫിക് സിഗ്നിഫിക്കൻസ് ഓഫ് ദ കിൻഷിപ്പ് സിസ്റ്റം വാസ് ഫസ്റ്റ് റെക്കഗ്നൈസ്ഡ് ബൈ എൽ.എച്ച്. മോർഗൻ. എൽ.എച്ച്. മോർഗൻ അദ്ദേഹം ഒരു വെസ്റ്റേൺ എന്താ പറയാ ആന്ത്രപ്പോളജിസ്റ്റ് കൂടിയാണ്. അപ്പൊ അദ്ദേഹമാണ് ആദ്യമായിട്ട് സയന്റിഫിക് വേയിൽ എന്ത് ചെയ്ത് ഇന്ത്യയിലെ കിൻഷിപ്പ് സിസ്റ്റത്തിനെ കുറിച്ച് അദ്ദേഹം പഠിക്കുന്നത്. അതേപോലെ അതിനുശേഷം ഒരു നമ്മൾ നേരത്തെ മുമ്പ് ഡിസ്കസ് ചെയ്ത സമയത്ത് എം എൻ ശ്രീനിവാസനൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, GS ഗുരിയയുടെ കീഴിൽ പഠനം നടത്തുകയും അവരെ മെന്ററായി സ്വീകരിക്കുകയും ചെയ്ത ഐരാവതി കാർവെ. ഐരാവതി കാർവെ ഇതുപോലെ ഈ കിൻഷിപ്പിന്, ഇന്ത്യയിലെ കിൻഷിപ്പിനെ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കി പഠിക്കുകയും ഇന്ത്യൻ കിൻഷിപ്പ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേരിയൻസിനൊക്കെ വളരെ കൃത്യമായി ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു സ്കോളറാണ് ആര്, ഐരാവതി കാർവെ. അപ്പൊ അവര് ഇന്ത്യൻ സോഷ്യൽ എന്താ പറയുക കിൻഷിപ്പ് ഓർഗനൈസേഷനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകമായിട്ട് 2, 3, 4 തലങ്ങളൊക്കെ അവർ തിരിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചുകൂടിയാണ് നമുക്ക് ഇനി പറയാനുള്ളത്. അപ്പോ ഓരോ കിൻഷിപ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ എലമെന്റുകളെ അല്ലെങ്കിൽ സ്ട്രക്ചറിനൊക്കെ പഠിച്ചുകൊണ്ട് അവർ ഇന്ത്യൻ കിൻഷിപ്പ് സിസ്റ്റത്തിനെ പ്രധാനമായിട്ടും 4 ഭാഗങ്ങളാക്കി തിരിക്കുന്നുണ്ട്. 4 ഡിസ്റ്റിങ്ക്ട് ജിയോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ സെക്ഷൻ. ഒന്നാമത്തേത് സെൻട്രൽ കിൻഷിപ്പ് സിസ്റ്റം, രണ്ടാമത്തേത് നോർത്തേൺ കിൻഷിപ്പ് സിസ്റ്റം, മൂന്നാമത്തേത് സദേൺ കിൻഷിപ്പ് സിസ്റ്റം, നാലാമത്തേത് ഈസ്റ്റേൺ കിൻഷിപ്പ് സിസ്റ്റം. ഇങ്ങനെ 4 രീതി. ഒന്ന് സെൻട്രൽ, രണ്ടാമത്തേത് നോർത്തേൺ, മൂന്നാമത്തേത് സദേൺ, നാലാമത്തേത് ഈസ്റ്റേൺ. അപ്പോ ഇന്ത്യയുടെ ഒന്ന് മധ്യഭാഗം, വടക്ക് ഭാഗം, തെക്കൻ ഭാഗം, അതുപോലെ കിഴക്ക് ഭാഗം. ഇങ്ങനെ 4 ഭാഗങ്ങളാക്കിയിട്ട് അവിടുത്തെ ലാംഗ്വേജിനെയും കാസ്റ്റിനെയും അതുപോലെ ഫാമിലി സ്ട്രക്ചറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പഠനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പഠനത്തിലേക്കുള്ള അതിന്റെ ഒരു വിശദീകരണം കൂടിയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ലീനേജുകൾ എങ്ങനെ രൂപപ്പെടുന്നു, ഇവർക്കിടയിലെ സിമിലാരിറ്റി എന്തൊക്കെയാണ് കോൺട്രാഡിക്ഷൻസ്, അല്ലെങ്കിൽ ഇവർക്ക് ഡിഫറൻസുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ പ്രാക്ടീസുകളുടെ കാര്യത്തിലാണ് ഇവർ വ്യത്യാസപ്പെടുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഒന്നാമത്തേത്, നമുക്കതിലെ ഒന്നാമത്തെ ഭാഗം, അഥവാ കിൻഷിപ്പ് ഇൻ നോർത്ത് ഇന്ത്യ, വടക്കേ ഇന്ത്യയിലെ കിൻഷിപ്പ് സിസ്റ്റം എങ്ങനെയാണ് രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രത്യേകതകൾ എന്ന്. In northern India, the kinship system is characterized by coexistence of the both blood relations and affinal relations. അഫിനൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാരിറ്റൽ റിലേഷൻസ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. മാരിറ്റൽ എന്ന് പറഞ്ഞാൽ കല്യാണത്തിലൂടെ
വൈവാഹിക ബന്ധങ്ങളിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന ബന്ധം. അപ്പോൾ വൈവാഹിക ബന്ധത്തിലൂടെയും ബ്ലഡ് റിലേഷൻസിലൂടെയും വരുന്ന ബന്ധുക്കൾ എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു രീതി തന്നെയാണ് നോർത്ത് ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷെ എങ്ങനെയാണെങ്കിലും വ്യത്യസ്തമായ ജനറേഷനുകൾക്കിടയിൽ അവർ ഓരോ ജനറേഷനും അവരുടെ അടുത്ത ബന്ധുക്കളുടെ കൂടെ മാത്രം താമസിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണുള്ളത്. ഓരോ ജനറേഷനിൽപ്പെട്ട ആൾക്കാരും അവരെ മക്കളെ കൂടെ ആയിരിക്കും അവർ താമസിച്ചുകൊണ്ടിരിക്കുക. ഈ മക്കൾ പിന്നെ വീണ്ടും അവർക്ക് പേരമക്കളും ചെറുമക്കളൊക്കെ ആയിട്ട് മാറുന്ന സമയത്ത് അവർ വേറെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവർ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഡിസ്ലൊക്കേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി മറ്റൊന്ന്, ദ ഫ്രെയിംവർക്ക് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ കിൻഷിപ്പ് ഇസ് ഡിഫൈൻഡ് ബൈ 3 പ്രൈമറി ഫീച്ചേഴ്സ്. പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണ് അതിൽ. ഒന്ന് ടെറിറ്റോറിയാലിറ്റി, എന്താണ് അവർ പ്രാദേശികത എന്ന് പറഞ്ഞാൽ എവിടെയാണ് അവർ താമസിക്കുന്നത്, അവർ താമസിക്കുന്ന പ്രദേശം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. 2, സ്ട്രിക്റ്റ് ടാബൂസ്, വളരെ കണിശമായിട്ടുള്ള അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള നിരോധനങ്ങൾ അല്ലെങ്കിൽ പ്രൊഹിബിഷൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോ ഇന്ന ആളുകൾക്ക് ഈ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു തലത്തിൽ വരുന്ന ആളുകളുമായി വിവാഹം കഴിക്കാൻ പാടില്ല, ഇവരുമായിട്ട് യാതൊരു തരത്തിൽ ബന്ധങ്ങൾ ഉണ്ടാവാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ടാബൂസ് നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത് ക്ലിയർ ജീനിയോളജിക്കൽ ട്രേസ്. മറ്റൊന്ന്, അവരുടെ കുടുംബ പരമ്പരയെ കൃത്യമായിട്ട് അവർ അന്വേഷിക്കുന്ന, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ആ ഒരു പ്രവണതയെ നമുക്ക് ഈ ഒരു നോർത്ത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഏതൊക്കെയാണ് ഈ നോർത്ത് ഇന്ത്യൻ കിൻഷിപ്പ് സിസ്റ്റം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള. അപ്പൊ അതില് ദ റീജിയണൽ പാറ്റേൺ സ്പാൻസ് ഏരിയാസ് ഫോർ ലാംഗ്വേജ് സച്ച് ആസ് പഞ്ചാബി സംസാരിക്കുന്ന ഹിന്ദി, സിന്ധി, അസാമീസ്, ബിഹാരി, ബംഗാളി, നേപ്പാളി തുടങ്ങിയിട്ടുള്ള ഭാഷകളൊക്കെ സംസാരിക്കുന്ന ഇടങ്ങളെയാണ് നമ്മൾ ഈ ഒരു നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ നോർത്ത് കിൻഷിപ്പ് സിസ്റ്റം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ലിംഗ്വിസ്റ്റിക് സോൺ ആക്കി തിരിക്കാം. പ്രത്യേകിച്ചും ഈ ഒരു ലിംഗ്വിസ്റ്റിക് സോണിലൊക്കെ ഇവിടെയുള്ള ആളുകളുടെ ജീവിതമൊക്കെ അവരുടെ ക്ലാൻ എക്സോഗമി. അപ്പോൾ ക്ലാൻ എക്സോഗമി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഒരു ബൃഹത്തായ കുടുംബം ഉണ്ടായിരിക്കും, വിശാലമായ അവരുടെ കുടുംബം, അവര് ഏതിലേക്കാണോ ചേരുന്നത് ആ കുടുംബം. അപ്പോ അവിടെ ഒരു ക്ലാൻ എക്സോഗമിയാണ് അവരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കാസ്റ്റ് എൻഡോഗമിയും അവർ പ്രാക്ടീസ് ചെയ്യുന്നത് കാണാൻ പറ്റും. കാസ്റ്റ് എൻഡോഗമി എന്ന് പറഞ്ഞാൽ സ്വന്തം ജാതിയിൽ നിന്നുള്ള ആളുകളെ മാത്രം വിവാഹം കഴിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. എന്നാൽ ക്ലാൻ എക്സോഗമി എന്ന് പറഞ്ഞാലോ, ക്ലാൻ നമ്മൾ നേരത്തെ പറഞ്ഞു അവരവരുടെ കോമൺ ആയിട്ടുള്ള ഒരു ആൻസെസ്റ്ററിനെ അല്ലെങ്കിൽ ഒരു മിത്തോളജിക്കൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറലിലേക്ക് അവർ ബന്ധപ്പെടുത്തിയിട്ട്, അപ്പൊ അങ്ങനെ ബന്ധപ്പെടുത്തുന്ന ഒരുപാട് ഗോത്രങ്ങളെ ഉണ്ടായിരിക്കും. ആ ഗോത്രങ്ങളെ ഒന്നിച്ചാണ് നമ്മൾ ക്ലാൻ പറയാം. അപ്പൊ ആ ക്ലാനുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ ക്ലാനിന്റെ പുറത്തുള്ള ആളുകളുമായിട്ടായിരിക്കും ഒരുപക്ഷെ അവര് വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയുള്ളൂ. ഇങ്ങനെ അപ്പോൾ വിവാഹപരമായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയാണ് നോർത്ത് ഇന്ത്യൻ കിൻഷിപ്പ് സിസ്റ്റം പ്രധാനമായും നിലനിൽക്കുന്നത് ഈ ഒരു ഏരിയകളിലാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. മറ്റൊന്ന്, സിസ്റ്റം ഈസ് റീഇൻഫോഴ്സ്ഡ് ബൈ സ്ട്രോങ് കൾച്ചറൽ ടാബൂസ്. വളരെ കർശനമായ നിയമങ്ങൾ അവർക്കുണ്ട്. പ്രത്യേകിച്ചും എന്താ പറയാ, സെക്സ്വൽ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള എന്താ പറയുക നിയമങ്ങളും നിബന്ധനകളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഓരോ സൊസൈറ്റി ഓരോ ഫാമിലിയും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പാലിച്ചേ മതിയാവും. വിച്ച് സെർവ് ടു മെയിൻറ്റെയിൻ ദ ട്രഡീഷണൽ മോറൽ ആൻഡ് സോഷ്യൽ ഓർഡർ ഓഫ് ദ വില്ലേജ്. അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ വില്ലേജിന്റെയും സ്ട്രക്ചർ നിലകൊള്ളുന്നത് എന്നതാണ്. ഇനി രണ്ടാമത്തേത് ഇന്ത്യ സെൻട്രൽ കിൻഷിപ്പ്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കിൻഷിപ്പ് പഠനത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അത് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ PG തലത്തിലേക്ക് വരുമ്പോൾ ഇതിൽ ഓരോന്നിനെയും വിശദമാക്കിയെടുത്ത് അവിടെ ഉപയോഗിക്കുന്ന പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന രീതികൾ, ടേംസ്, പിന്നെന്താ പറയാ പ്രത്യേകമായിട്ടുള്ള പ്രാക്ടീസുകൾ, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കും. രണ്ടാമത്തേത് ഇന്ത്യ സെൻട്രൽ കിൻഷിപ്പ്. ഇനി ഇന്ത്യയുടെ മധ്യഭാഗത്ത് വരുന്ന ഒരു കിൻഷിപ്പ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കുടുംബ രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ പ്രധാനമായിട്ടും വരുന്ന പ്രദേശങ്ങൾ രാജസ്ഥാന്, ഗുജറാത്ത്, കത്തിയവാർ, ഛത്തീസ്ഗഡ്, ഒറീസ, മഹാരാഷ്ട്ര തുടങ്ങിയിട്ടൊക്കെയാണ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും. അതേപോലെ തന്നെ പിന്നെ നമ്മൾ പറയുന്ന ഇപ്പൊ ലോക്കൽ ലാംഗ്വേജ് സംസ്കൃത് അല്ലെങ്കിൽ സംസ്കൃത ഭാഷ അല്ലെങ്കിൽ ദ്രവീഡിയൻ ഭാഷകൾ സംസാരിക്കുന്ന ഏരിയകളുമായി ബന്ധമുള്ള ഒരു സ്ഥലങ്ങൾ. അപ്പോൾ ഈ ഒരു ഏരിയകളെയാണ് നമ്മൾ സെൻട്രൽ കിൻഷിപ്പ് കൊണ്ട് അല്ലെങ്കിൽ സെൻട്രൽ പാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SMO സൊസൈറ്റി കൃത്യമായിട്ട് വളരെ കൾച്ചറൽ പ്രൊഹിബിഷൻസ് അവിടേക്ക് ഉണ്ട്. അപ്പോൾ സെക്സ്വൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വളരെ കൃത്യമായ അല്ലെങ്കിൽ കണിശമായിട്ടുള്ള നിയമങ്ങൾ തന്നെ അവർ പാലിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ക്രോസ് കസിൻ മാരേജസ്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് സാധാരണ സഹോദരങ്ങളുടെ മക്കൾ തമ്മിലുള്ള വിവാഹം, അല്ലെ? സഹോദരങ്ങളുടെ അല്ലെങ്കിൽ സഹോദരിമാരുടെ മക്കൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിവാഹം, ഇതിനെയാണ് നമ്മൾ ക്രോസ് കസിൻ മാരേജ് എന്ന് പറയുക. ഈ വിവാഹം ഈ ഒരു ഏരിയയിൽ പൂർണ്ണമായിട്ടും അനുവദിക്കപ്പെടുന്നതല്ല, അല്ലെങ്കിൽ അങ്ങനെ വിവാഹം ചെയ്യാൻ പാടില്ല എന്നാണ് അവരുടെ ഒരു കാഴ്ചപ്പാടുള്ളത്. മറ്റൊന്ന്, സോഷ്യൽ സ്ട്രക്ചർ ഈസ് ഫർദർ ഡിഫൈൻഡ് ബൈ എക്സോഗമസ് ക്ലാൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാൻ എക്സോഗമിയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു ക്ലാന് അതിന്റെ പുറത്തുള്ള ആളുകളുമായിട്ടാണ് അവർ വിവാഹങ്ങളിൽ കഴിക്കുക. ആ ക്ലാൻ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ കീഴിൽ ഒരുപാട് എന്താ പറയാ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് കാസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ കാസ്റ്റുകളാണെങ്കിലോ
ഈ കാസ്റ്റുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻഡോഗമി പ്രാക്ടീസ് ചെയ്യുന്നതും നമുക്ക് കാണാൻ പറ്റും. ഇനി രാജസ്ഥാനിൽ ഫോർ ഇൻസ്റ്റൻസ് ഒരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ജാട്സ്. ഇപ്പൊ ജാട്ടുകളെ കുറിച്ച് നമുക്കറിയാം അല്ലെ? ജാട്ടുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ളത് പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഇപ്പോൾ സമരങ്ങളൊന്നും കാര്യമായിട്ട് നടക്കാറില്ല. പ്രത്യേകിച്ച് എന്താ പറയുക, NDA ഗവൺമെന്റ് ഒക്കെ വന്നതിന് ശേഷം സമരങ്ങളൊന്നുമില്ല. അപ്പൊ ഒരു മുമ്പത്തെ ഗവൺമെന്റുകളൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ഓരോരോ വ്യത്യസ്തമായ രീതിയിലുള്ള സമരങ്ങൾ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഹരിയാന, അതുപോലെ രാജസ്ഥാന്, ഗുജറാത്ത്, ഡൽഹിയുടെ ഒക്കെ ഭാഗങ്ങളിൽ ജാട്ടുകൾ എന്ന് പറഞ്ഞാൽ ജാട്ട് കാസ്റ്റ് അതിൽപ്പെട്ട ആളുകൾ വലിയ രീതിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്. റെയിൽവേകള് എന്താ പറയാ ബന്ധാക്കുക, റെയിൽ ലൈനുകൾ താറുമാറാക്കുക, ഇതൊക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ട സമര രീതികളായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ജാട്ടുകൾ സ്ട്രിക്ട്ലി അതർ ടു ദ റൂൾസ് ഓഫ് ദ ടു ഗോത്ര എക്സോഗമി ആൻഡ് വില്ലേജ് എക്സോഗമി. അപ്പോ നമ്മളിപ്പോ പറഞ്ഞല്ലോ കിൻഷിപ്പ് സിസ്റ്റത്തിൽ പല രീതിയിലുള്ള പ്രാക്ടീസുകൾ അംഗീകരിക്കുന്ന ആളുകളാണ്. അപ്പൊ ജാട്ടുകൾ ഒരു എക്സാമ്പിൾ ആണ്. അവർ ടു ഗോത്ര എക്സോഗമിയാണ് അവർ ഉപയോഗിക്കുന്നത്. ടു ഗോത്ര എക്സോഗമി എന്ന് പറഞ്ഞാൽ രണ്ട് ഗോത്രങ്ങൾ. അപ്പൊ അവരുടെ ഒരു ഗോത്രം അതിന് തൊട്ട് മുകളിലുള്ളത്. ഈ രണ്ട് ഗോത്രങ്ങൾക്ക് പുറത്തുള്ള ആളുകളുമായിട്ട് അവർ വിവാഹ ബന്ധങ്ങൾ നടത്തുള്ളൂ. മറ്റൊന്ന് വില്ലേജ് എക്സോഗമി. വില്ലേജ് എക്സോഗമി എന്ന് പറഞ്ഞാൽ അവരുടെ വില്ലേജിലെ ആളുകൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കും. തൊട്ട് അതിന് പുറത്തുള്ള വില്ലേജുകൾക്ക് മാത്രമേ അവർ വിവാഹങ്ങൾ ചെയ്തു കൊടുക്കുകയുള്ളൂ. മറ്റൊന്ന് ബനിയ, ഫോളോ മോർ കോംപ്ലക്സ് ഫോർ ഗോത്ര ലോസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ഗോത്രങ്ങളുള്ള ബന്ധമാണ്. ഇതല്ല, ഫോർ ഗോത്ര ലോസ് എന്ന് പറഞ്ഞാൽ നാല് അവരുടെ ഗോത്രങ്ങൾ എന്ന് പറഞ്ഞ കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾക്ക് അപ്പുറത്തുള്ളതുമായ വിവാഹങ്ങൾ ബന്ധങ്ങൾ സ്ഥാപിക്കുകയുള്ളൂ. വെൽ രജ്പുത്സ് മെയിൻറ്റെയിൻ ഹൈപ്പർഗമസ് ക്ലാൻസ്. ഹൈപ്പർഗമസ് ക്ലാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, പിന്നെ ഹൈപ്പർഗമി അറിയാലോ. അപ്പോ താഴേക്കിടയിലുള്ള ഒരാൾ അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള ഒരു ജാതിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ക്ലാനിൽ നിന്ന് ഉന്നത ജാതിയിലേക്കുള്ള വിവാഹങ്ങൾ അതിനെ സ്വീകരിക്കുന്ന ആൾക്കാരാണ് രജ്പുത്തുകൾ എന്ന് പറയുന്നത്. what the feudal status and the social position are the primary consideration for marital alliances. ഇനി അതിനു പുറമെ വിവാഹ ബന്ധങ്ങൾ സ്ഥാപിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവര് എത്ര ഭൂമിയുണ്ട്, അതാണ് ഫ്യൂഡൽ സ്റ്റാറ്റസ്, എത്രമാത്രം അവർ ലാൻഡ് ഓണർഷിപ്പ് അവർക്കുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നത്. അതേമാതിരി സാമൂഹികപരമായ സ്ഥാനങ്ങൾ, അപ്പൊ സമൂഹത്തിലെ സോഷ്യൽ പൊസിഷൻ എന്താണ്, അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വിവാഹങ്ങൾ നടക്കുന്നത്. ഇനി റൂൾസ് ഓഫ് എക്സോഗമി. നമ്മളിപ്പോ പറഞ്ഞു എക്സോഗമിക്കലായിട്ട് ധാരാളം റൂളുകൾ വരാം. ചിലപ്പോൾ ക്ലാൻ എക്സോഗമിയോ വില്ലേജ് എക്സോഗമിയോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ലാൻ എക്സോഗമി എന്നുള്ളത്. ക്ലാൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്ലാൻ എക്സോഗമി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഇൻ റൂറൽ സ്ട്രക്ചറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ആസ് മാരേജ് പ്രാക്ടീസസ് clearly define the boundaries of one's natural descent line. Under the system, no man is permitted to marry a daughter of his own patrilineage. അപ്പോൾ നമ്മൾ ഈ ക്ലാൻ എക്സോഗമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ സ്വന്തം പിതാവിന്റെ പാട്രിലിനേജ് എന്ന് പറഞ്ഞാൽ പിതാവിന്റെ പരമ്പര, ആ പരമ്പരയിൽപ്പെട്ട ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ വിവാഹം കഴിക്കാനുള്ള പെർമിഷൻ ഇല്ല എന്നതാണ്. അപ്പൊ അതിന്റെ പുറത്തുനിന്നുള്ള ഇപ്പൊ പിതാവിന്റെ പരമ്പരയിൽപ്പെട്ട ആളുകളുമായിട്ട് വിവാഹങ്ങൾ കഴിക്കാൻ പാടില്ല. ഈ നോർത്ത് ഇന്ത്യ ലീനേജ് ടൈസ് ആർ ജനറലി റിമെമ്പേർഡ് അപ് ടു ദ 5 or 6 ജനറേഷൻസ്. അപ്പോൾ നമ്മുടെ നാടിനെ പോലെയല്ല, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു 5 മുതൽ 6 തലമുറ വരേക്കുമുള്ള ആളുകളെ കൃത്യമായിട്ട് അവർക്ക് അറിയാം. അപ്പൊ ആ തലമുറകൾക്കുള്ളിൽ എന്ത് ചെയ്യില്ല, അവർ വിവാഹങ്ങൾ കഴിക്കുകയില്ല. ആൻഡ് മാരേജ് അലയൻസസ് ആർ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് വിത്തിൻ ദിസ് റേഞ്ച്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വിവാഹം ഒരിക്കലും തന്നെ നടക്കുകയില്ല. When a descent group reaches this scale, the lineage effectively transforms into a clan. Okay, leading to the social recognition of the Gotra clan and a Gotra by clan mate. The widely used Sanskrit term Gotra represents an exogamous category within the subcaste, primarily serving to regulate marriages by ensuring that two persons of the same Gotra do not tie the knot. അപ്പോ നമ്മൾ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ഈ ഇതിപ്പോ ഇന്ത്യയുടെ മധ്യഭാഗമാണ്. അപ്പൊ ഈ ഒരു മധ്യഭാഗത്ത് വരുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ 5 മുതൽ 6 വരേക്കുമുള്ള തലമുറകൾ, ആ തലമുറകളെ ഒന്നിച്ചു കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ക്ലാൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ക്ലാനിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും തന്നെ വിവാഹങ്ങൾ നടക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അതിന്റെ ഉള്ളിൽ തന്നെ ധാരാളം സബ് കാസ്റ്റുകളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ സബ്കാസ്റ്റുകൾക്കിടയിലൊന്നും വിവാഹം വരാത്ത രീതിയിലാണ് അവരുടെ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഇനി എ ക്ലാൻ ഈസ് ഫർദർ ഡിഫൈൻഡ്. ക്ലാൻ മറ്റൊരു ഡെഫിനേഷൻ, എ യൂണിലാറ്ററൽ എക്സോഗമസ് ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് മെമ്പേഴ്സ് ഹു ട്രേസ് ദെയർ ഒറിജിൻ ടു എ കോമൺ ആൻസെസ്റ്റർ. നമ്മൾ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഒരു കോമൺ ആൻസെസ്റ്ററിലേക്ക് ആളുകൾ ചെന്ന് ചേരുന്ന രീതിയിലുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ കൂട്ടായ്മയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇവിടെ ക്ലാൻ എന്ന് വിളിക്കുന്നത്. ഞാൻ ഓഡിബിൾ അല്ലേ? ഹലോ, ക്ലാസ് കേൾക്കുന്നുണ്ടല്ലോ, റെഡി അല്ലേ? കേൾക്കുന്നുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ഒന്നും വരാത്തതുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ, ഒരു റേഡിയോ കണക്കെ ഞാനിങ്ങനെ പറഞ്ഞു പോവാണ്. അപ്പോൾ
ഓഡിബിൾ അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക, വോയിസ് പറയൊക്കെ വേണം. അതുപോലെ ക്ലാരിറ്റി വരുന്നില്ലെങ്കിൽ നിങ്ങൾ പറയണം. ഓക്കെ. അപ്പോൾ ഓക്കെ. പ്ലാനിന്റെ ഒരു ഡെഫിനിഷൻ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, അതന്നെ ഒന്നുകൂടെ ഇവിടെ പറഞ്ഞേ ഉള്ളൂ. While members believe in this shared origin, they often do not know the specific genealogical link connecting them to that ancestor. ആളുകൾക്കൊക്കെ അറിയാം, എന്ത് അറിയോ, ഞങ്ങളൊക്കെ ഒരു വർഗത്തിൽപ്പെട്ട ആളാണ്, വർഗം എന്ന് പറയുന്നത്, സോറി, ഞങ്ങൾ എല്ലാവരും ഒരൊറ്റ കുടുംബത്തിൽപ്പെട്ട ആളാണെന്നൊക്കെ അറിയാം. പക്ഷെ അവർക്ക് കറക്റ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ഏത് മുത്തച്ഛനിൽ പോയി ചെന്ന് ചേരുന്നു, അല്ലെങ്കിൽ എത്രാമത്തെ മുത്തച്ഛനിലാണ് നമ്മൾ എല്ലാവരും ഒന്നാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് ഒരുപക്ഷെ അറിഞ്ഞോളുന്നില്ല. അപ്പൊ സാധാരണഗതിയിൽ എങ്ങനെയാന്ന് വെച്ചാൽ പഴയ തലമുറകളിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോഴാണ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ആ വിഷയത്തിൽ ലഭിക്കുള്ളൂ. ഇതിന്റെ അപ്പോ നമ്മൾ പറഞ്ഞു ഒരു പക്ഷേ ആൻസെസ്റ്ററൽ ആയിട്ടുള്ള വല്ല എന്താ ഫാദറോ അല്ലെങ്കിൽ പിന്നെ ഗ്രാൻഡ് ഫാദറോ അല്ലെങ്കിൽ എന്താ പറയാ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഒക്കെ ആയിരിക്കാം. അതേപോലെ തന്നെ ചിലപ്പോ അവരുടെ വിശ്വാസം എന്താന്ന് വെച്ചാൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ടോട്ടമിസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഏതെങ്കിലും ഒരു പരിപാവനമായ മൃഗം, പെർട്ടിക്കുലർ അനിമൽ അല്ലെങ്കിൽ പ്ലാന്റ് അല്ലെങ്കിൽ നാച്ചുറൽ ഒബ്ജക്റ്റ്, ഇതൊക്കെ ആവാം. അപ്പൊ അവർ വിശ്വസിക്കുന്നത് അവരെല്ലാവരും ഇപ്പൊ പശുവിൽ നിന്ന് ജനിച്ച ആൾക്കാരാണ്, അല്ലെങ്കിൽ പശുവിനെയാണ് അവരെല്ലാവരും അവരുടെ ഒരു കോമൺ ആൻസറായിട്ട് അവർ കാണുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർവ്വതം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നദി. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ എന്താവാം, ഒരു 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 പക്ഷെ അവർക്കിടയിലുള്ള വിശ്വാസം അവരെ ഒന്നിപ്പിക്കുന്നുണ്ടായിരിക്കാം. അപ്പോ അങ്ങനെയുള്ള ആ ഒരു വിശ്വാസത്തിൽ എന്താ പറയാ, അങ്ങനെ ആ രീതിയിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളെ അല്ലെങ്കിൽ ഒരുപാട് ഗോത്രങ്ങളൊക്കെയാണ് നമ്മളിവിടെ ക്ലാൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ടോട്ടമിസം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള വല്ല എന്താ പറയാ പെർട്ടിക്കുലർ അനിമൽ, പ്ലാന്റ് അല്ലെങ്കിൽ നാച്ചുറൽ ഒബ്ജക്ട്, ഇതിനെയൊക്കെയാണ് ടോട്ടമിസം എന്ന് പറയാം. അതേപോലത്തെ സ്പെസിഫിക് നോൺ ഹ്യൂമൻ ഒബ്ജക്ട്, ചിലപ്പോൾ ടൈഗർ, ബേർഡ്, ചില പക്ഷികൾ അല്ലെ, ചിലപ്പോൾ എലി അല്ലെങ്കിൽ തണ്ടർ, ഇപ്പോ എന്താ പറയാ പിന്നെ ഹെവൻലി ബോഡീസ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ആളുകളുടെ വിശ്വാസങ്ങൾ അങ്ങനെ വന്നേക്കാം. അപ്പൊ അതിലേക്കൊക്കെ ചേർത്ത് വരുന്നതിനെയാണ് നമ്മളിവിടെ ക്ലാൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി മറ്റൊന്ന്, ദ 4 ക്ലാൻ റൂൾ. അപ്പൊ ക്ലാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 4 നിയമങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഐരാവതി കാർവെ, നമ്മൾ നേരത്തെ ഐരാവതി കാർവെനെ പറഞ്ഞല്ലോ. ഐരാവതി കാർവെ തന്റെ പുസ്തകം കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ എന്നതാണ് പുസ്തകം. 1953 ആ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. അതിൽ പറയുന്നു, എ മാൻ മസ്റ്റ് നോട്ട് മാരി എ വുമൻ ഫ്രം. അപ്പൊ ഈ ഒരു സെൻട്രൽ ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാൻ എക്സോഗമി പ്രകാരം ഒരാൾക്ക് 4 രീതിയിലുള്ള വിവാഹങ്ങൾ അന്യമാണ്, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല. ഒന്ന്, ഹിസ് ഫാദേഴ്സ് ഗോത്ര, അല്ലെ, നമ്മൾ പറഞ്ഞു സ്വന്തം പിതാവിന്റെ അല്ലെങ്കിൽ അച്ഛന്റെ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ പാടില്ല. ഹിസ് മദേഴ്സ് ഗോത്ര, അല്ലെ, അപ്പോ അമ്മയുടെ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ പാടില്ല. ഹിസ് ഫാദേഴ്സ് മദേഴ്സ് ഗോത്ര. അത് മറ്റൊന്ന്, അച്ഛന്റെ അമ്മയുടെ, നമ്മൾ പറയാം നമ്മുടെ പിന്നെ അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ മദേഴ്സ് ഗോത്ര. ഓക്കെ. അപ്പോ അവരുടെ ഈ 4 ഈ എന്താ പറയുക കുടുംബങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇതിൽ നിന്നും വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ത്യയിലുള്ള നിലവിലുള്ള ഒരു പ്രാക്ടീസ് എന്നാണ് ഐരാവതി കർവി പറയുന്നത്. ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് വിവാഹം കഴിക്കാൻ പാടില്ല എന്നല്ല നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഇങ്ങനെയൊന്നും ഇവർ വിവാഹം കഴിക്കാറില്ല എന്നുള്ളതാണ് നമ്മളെ പഠനത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നാണ് ഐരാവതി കർവി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിലുള്ള ഒരു പ്രാക്ടീസ് ആയിട്ട് നമുക്ക് അതിനെ പരിഗണിക്കാം. ഇനി മറ്റു രീതിയിൽ പറഞ്ഞാൽ, ദിസ് റൂൾ പ്രൊഹിബിറ്റ്സ് ദ മാരേജ് ബിറ്റ്വീൻ 2 പേഴ്സൺസ് ഹു ഷെയർ എനി 2 ഓഫ് ദെയർ 8 ഗോത്ര ലിങ്ക്സ്. അപ്പോ അവരുടെ ഒരു തലമുറ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സ്വന്തം അച്ഛന്റെ അല്ലെങ്കിൽ അച്ഛന്റെ അമ്മയുടെ, അല്ലെ, അതല്ലെങ്കിൽ അമ്മയുടെ അമ്മയുടെ. അപ്പോ ഇങ്ങനെ വരുമ്പോൾ ഒരു 8 ഗോത്രം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കുടുംബത്തിനെയാണ് ഗോത്രം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു 8 തലമുറ വരേക്കുമുള്ള എന്ത് ചെയ്യുക, വിവാഹങ്ങൾ സാധാരണഗതിയിൽ കഴിക്കാൻ പാടില്ല എന്നതാണ് ഇവർക്കിടയിലുള്ള ഒരു പ്രാക്ടീസ് എന്നുള്ളത്. ഇനി മറ്റൊന്ന്, അനദർ റിലേറ്റഡ് കൈൻഡ് ഓഫ് എക്സോഗമി എന്ന് പറഞ്ഞാൽ, ഇനി മറ്റൊരു എക്സോഗമിയുടെ മറ്റൊരു രൂപം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എക്സിസ്റ്റ് ഇൻ നോർത്ത് ഇന്ത്യ, ഇറ്റ്സ് എ വില്ലേജ് എക്സോഗമി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് വില്ലേജ് എക്സോഗമിയാണ്. വില്ലേജ് എക്സോഗമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആ ഒരു വില്ലേജിൽ താമസിക്കുന്ന ആളുകൾ, ഓക്കെ, അപ്പൊ ഒരു വില്ലേജിൽ സാധാരണഗതി താമസിക്കൽ ആരാന്ന് വെച്ചാൽ ആ മെമ്പേഴ്സ് ഓഫ് 1 or 2 ലീനിയേഴ്സ് ലിവിംഗ് ഇൻ, ഒരേ പരമ്പരയിൽപ്പെട്ട 1 or 2 കുടുംബങ്ങളായിരിക്കും ഒരു പ്രദേശത്ത് താമസിക്കണം, ഒരു വില്ലേജിലുള്ളത്. അപ്പൊ അവരെന്ത് ചെയ്യൂല, പരസ്പരം അവർ വിവാഹം കഴിക്കൂല, മറിച്ച് അവരെന്ത് ചെയ്യണം, പുറത്തുള്ള വില്ലേജുകളുമായിട്ടായിരിക്കണം അവരുടെ വിവാഹങ്ങൾ നടക്കേണ്ടത് എന്നതാണ്. ഇനി കിൻഷിപ്പ് ഇൻ സൗത്ത് ഇന്ത്യ, തെക്കേ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട കിൻഷിപ്പുകൾ. ഇവ ഈ തെക്കേ ഇന്ത്യയിലും തന്നെ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നൊന്നുമില്ല, പക്ഷെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, കേരള തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ചും ദ്രവിഡിയൻ ലാംഗ്വേജുകൾ സംസാരിക്കുന്ന ഏരിയകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഈ ഒരു സൗത്ത് ഇന്ത്യ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും പാട്രി ലോക്കൽ ആൻഡ് പാട്രി ലീനിയൽ ആണ്. പാട്രി ലോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, വിവാഹങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അച്ഛന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീടുകളിൽ താമസിക്കുന്നതിന് പാട്രി ലോക്കൽ എന്ന് പറയാം. പാട്രി ലീനിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പരമ്പരകളൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അച്ഛന്റെ വഴിക്കാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ അതാണ് പാട്രി ലീനിയൽ എന്ന് പറഞ്ഞാൽ.
എന്നാൽ അതേ സമയത്തിന് നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ മാട്രിലീനിയൽ ആയിട്ടും ലോക്കലായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ മക്കത്തായ സിസ്റ്റവും മരുമക്കത്തായ സിസ്റ്റവും ഉണ്ട്. പ്രത്യേകിച്ച് മലബാറിന്റെ ഒക്കെ ഏരിയയിലേക്ക് പോകുമ്പോൾ പൊന്നാനിയിലും അതുപോലെ കോഴിക്കോടിന്റെ ഭാഗത്ത് കണ്ണൂരിന്റെ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പൊ ഈ അറക്കൽ രാജവംശമൊക്കെ അങ്ങനെയായിരുന്നു. ഒരു മാട്രി ലോക്കലാണ്, മാട്രി ലീനിയലാണ്. അപ്പൊ അവരുടെ പാരമ്പര്യം സ്ത്രീകളിലൂടെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ അമ്മ വഴി, നമ്മൾ വരുന്ന വഴി. അപ്പൊ അങ്ങനെ വഴിയിലൂടെ അഥവാ അമ്മയുടെ ആ ഒരു അല്ലെങ്കിൽ പിന്നെ വീട്ടിലെ സ്ത്രീകൾ ആരാണോ, അല്ല അവർ ആരാണോ മുതിർന്ന സ്ത്രീകൾ, അവരിലൂടെയാണ് പവർ എന്ന് പറഞ്ഞാൽ അധികാരം, അവരാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഇപ്പൊ മാട്രി ലോക്കൽ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, ഭാര്യയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ വീട് എവിടെയാണോ അവിടെ പോയി താമസിക്കണം. ഇപ്പോ ഈ കണ്ണൂർ ഭാഗത്തൊക്കെയുള്ള ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയാം, അതിന് പ്രത്യേക ടേം ഉപയോഗിക്കാൻ അറ എന്നാണ് ഉപയോഗിക്കുക അല്ലെ. അപ്പൊ അറ ഒരുക്കുക എന്നുള്ളത് വലിയൊരു ചെലവുള്ള പരിപാടിയാണ്. ഈ അടുത്ത കാലത്തൊക്കെ അത് ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റം ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ അതേമാതിരി ദർ ആർ ടു ഫോംസ് ഓഫ് ദ ക്രോസ് കസിൻ മാരേജ്. ഈ ക്രോസ് കസിൻ മാരേജും ഇതേമാതിരി തന്നെ ഇവർക്കിടയിൽ പ്രാക്ടീസിലില്ല എന്നുള്ളതാണ്. അപ്പോ പിന്നെ വിവാഹങ്ങൾ നടക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആളുകൾക്കിടയിലുള്ള സോഷ്യൽ അല്ലെങ്കിൽ ഫാമിലിയൽ ബോണ്ട്സ്, അത് എന്ന് പറഞ്ഞാൽ സാമൂഹിക ബന്ധങ്ങൾ, ഈ കുടുംബപരമായ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിലും തന്നെ ദർ ആർ ടു സെറ്റ്സ് ഓഫ് ലൈൻസ് ഇൻ സൗത്ത് ഇന്ത്യ ദാറ്റ് ഗൈഡ് പീപ്പിൾ റിഗാർഡിംഗ് ഹൂം വൺ മാരി ആൻഡ് ഹൂം വൺ കനോട്ട് മാരി. അപ്പൊ എവിടുന്നൊക്കെ നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റും, എവിടുന്നൊക്കെ കഴിക്കാൻ പാടില്ല എന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട റൂളുകളാണ്. ഒന്ന് നമ്മൾ പറയുന്നത് ക്രോസ് കസിൻ മാരേജുകളാണ്. ക്രോസ് കസിൻ മാരേജ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എ മാൻസ് മാരേജ് ടു ഹിസ് ഫാദർ സിസ്റ്റേഴ്സ് ഡോട്ടർ. നമ്മുടെ അച്ഛന്റെ പെങ്ങളുടെ മകളുമായിട്ടുള്ള വിവാഹം അല്ലെങ്കിൽ മകനുമായിട്ടുള്ള വിവാഹം. എ മാൻസ് മാരേജ് ടു ഹിസ് മദേഴ്സ് ബ്രദേഴ്സ് ഡോട്ടർ, അല്ലെ, സാധാരണ നമ്മൾ പറയുന്ന അമ്മാവൻ. അപ്പൊ അമ്മാവന്റെ മകളുമായിട്ടുള്ള വിവാഹം. ഇതിനെയാണ് നമ്മൾ ക്രോസ് കസിൻ മാരേജസ് എന്ന് പറയാം. ദ ലേറ്റർ ഈസ് ദ മോർ എസെൻഷ്യൽ ഓഫ് ദ ടു. ക്രോസ് കസിൻ പാർട്ട്നേഴ്സ് ആർ റെഫർഡ് ടു ആസ് സച്ച്. Consequently, marriages are used to enhance the bonds between the people, promoting family cohesion and understanding. അപ്പൊ ഈ രണ്ട് പ്രാക്ടീസുകൾ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള വിവാഹങ്ങൾ നമ്മൾക്കിടയിൽ ഇപ്പൊ നമ്മൾ നേരത്തെ സെൻട്രൽ സിസ്റ്റം നമ്മൾ പറഞ്ഞപ്പോൾ അവിടെ വിവാഹം പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ നമുക്ക് ഈ വിവാഹം വളരെ വ്യാപകമായിട്ട് തന്നെ പോപ്പുലർ ആയിട്ട് തന്നെ കാണാൻ പറ്റും. അതിൽ തന്നെ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു, അമ്മയുടെ സഹോദരന്റെ മകളുമായിട്ടുള്ള അല്ലെങ്കിൽ മകനുമായിട്ടുള്ള വിവാഹം, അതൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മറ്റൊന്ന്, കിൻഷിപ്പ് ടെർമിനോളജി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ടേമാണ് ഫ്രാട്രി എന്നുള്ളത്. ഫ്രാട്രി ആൻഡ് മൊയ്റ്റി എന്ന് പറയും. ഈ ഫ്രാട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടേം ഫ്രാട്രി നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പൊ ലീനേജ് പറഞ്ഞു. ലീനേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പരമ്പര, അല്ലെ. അതിൽ നമ്മൾ പിന്നെ ഗോത്ര നമ്മൾ പറഞ്ഞു, ക്ലാൻ നമ്മൾ പറഞ്ഞു. ഈ ക്ലാൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഗോത്ര എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഫാമിലിയെ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഒരുപാട് ഫാമിലികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 5 to 6 ഫാമിലികൾ കൂടുന്നു, അല്ലെങ്കിൽ അവർ തലമുറകൾ ഒരുമിച്ച് കൂടുന്ന നമ്മൾ ക്ലാനോട് ഉദ്ദേശിക്കാം. ഈ ക്ലാൻ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ക്ലാനുകൾ കൂടിയിട്ടുണ്ടാകുന്നതിനെയാണ് ഫ്രാട്രി എന്ന് പറയുന്നത്. ടേം ഫ്രാട്രി എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു എ കിൻ ഓർഗനൈസേഷൻ ഓഫ് ബ്രദർഹുഡ് മേഡ് അപ്പ് ഓഫ് മൾട്ടിപ്പിൾ ക്ലാൻസ്. അപ്പൊ ധാരാളം ക്ലാനുകൾ കൂടിച്ചേർന്നുകൊണ്ടാണ് ഫ്രാട്രി ഉണ്ടാകുന്നത്. ഇറ്റ്സ് എ ക്ലോസ് നിറ്റ് ഗ്രൂപ്പ്. ഫ്രാട്രി ഇസ് എ ടേം ഫോർ ദ പാർട്ടിഷൻ ഓഫ് ദ മൊയിറ്റി. ഇനി അപ്പോ ധാരാളം ക്ലാനുകൾ കൂടിച്ചേർന്നുകൊണ്ട് ഫ്രാട്രി ഉണ്ടാകും നമ്മൾ പറഞ്ഞു. ഇനി ഈ ഫ്രാട്രി എന്ന് പറഞ്ഞാല് എന്താ വെച്ചാൽ ഫ്രാട്രി നമ്മൾ ക്ലാനുകൾ കൂടിച്ചേർന്നുണ്ടായതാണെന്ന് പറഞ്ഞു. അതേപോലെ ഫ്രാട്രി എന്ന് പറഞ്ഞാൽ ഇസ് എ ടേം ഫോർ എ പാർട്ടിഷൻ ഓഫ് ദ മൊയിറ്റി. ഇനി അതിന്റെ മുകളിൽ കിടക്കുന്ന ഒരു സാധനമാണ് മൊയിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഒരു പ്രദേശത്ത് ഇപ്പോ നമ്മള് ഒരു കേരളം പോലെ ഇത്രയും സ്കാറ്റേർഡ് ആയിട്ട് പരന്നു കിടക്കുന്ന കുടുംബ ബന്ധങ്ങളെ കുറിച്ച്, തലമുറകളെ കുറിച്ച് വലിയ ബോധ്യമൊന്നും ഇല്ലാത്ത ഈ ഒരു തലമുറയിൽ ഫാക്ടറി ഏതാണ് മൊയിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് യാതൊരു ഐഡിയ ഇല്ല, ഒന്നുമില്ല, നമുക്കൊന്നും അറിയാൻ പറ്റില്ല. കാരണം നമ്മൾ അത്തരത്തിൽ ബോധവാന്മാർ അതേക്കുറിച്ച് പഠിക്കാറില്ല, അതേക്കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷെ നമ്മൾ അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ ഒരു നോർത്ത് ഈസ്റ്റ് എന്താ പറയുക സ്റ്റേറ്റുകളിലൊക്കെ പോയി വലിയൊരു ട്രൈബൽ പോപ്പുലേഷനൊക്കെ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഒരു ഡിമാർക്കേഷൻ നമുക്ക് കൃത്യമായിട്ട് അവിടെ കാണാൻ പറ്റും. അപ്പൊ ഓരോ ഗോത്രക്കാരും മാത്രം ഒരു ഏരിയയിൽ താമസിക്കുന്നു. ആ ഒരു വില്ലേജിൽ ആ ഒരു ഗോത്രക്കാരും അവരുടെ പരമ്പരക്കുള്ള ആളുകൾ മാത്രമേ താമസിക്കുന്നത് കാണാൻ പറ്റുള്ളൂ. ഒരു പക്ഷെ ഒരു നഗരത്തിന് മൊത്തം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ നഗരത്തിൽ രണ്ട് ഭാഗങ്ങളായിട്ട് ആൾക്കാർ താമസിക്കുന്നത് കാണാൻ പറ്റും. ഒരു സൈഡിൽ പിന്നെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും മറ്റേ സൈഡിൽ മറ്റേ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ താമസിക്കും. ഇങ്ങനെ ഒരു സൊസൈറ്റിയെ നമ്മൾ രണ്ടാക്കി തിരിച്ചാല് അതിലെ ഓരോ വിഭാഗത്തിലും നമ്മൾ പറയുന്ന പേരാണ് മൊയിറ്റി എന്നുള്ളത്. ഈ മൊയിറ്റി പിന്നെ വീണ്ടും സബ് ഡിവിഷൻ ആയിട്ട് വരുന്നതാണ് ഫ്രാട്രി എന്ന് പറയുന്നത്. ഈ ഫ്രാട്രി വീണ്ടും സബ് ഡിവിഷൻ ആയിട്ട് വരുന്നതാണ് ക്ലാൻ എന്ന് പറയുന്നത്. ക്ലാന് വീണ്ടും സബ് ഡിവിഷൻ ആയിട്ട് വരുന്നതാണ് ഗോത്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൊയിറ്റീസ് ഹാവ് certain interpersonal links and are often founded on the descent and exogamous principles. There are maybe several fratry in a moiety. Okay, അപ്പോൾ ഒരു മൊയിറ്റിൽ തന്നെ ധാരാളം ഫാക്ടറികൾ നമുക്ക് കാണാൻ സാധിച്ചേക്കാം എന്നല്ല. നമ്മൾ ഒന്നുകൂടി ചിലപ്പോൾ അതിന്റെ ടെർമിനോളജി
നമ്മൾ ഒന്നുകൂടെ പറയുന്നുണ്ട്. ഇനി കിൻഷിപ്പ് ഇൻ ഈസ്റ്റേൺ ഇന്ത്യ, ഇനി കിഴക്കൻ ഇന്ത്യ എന്ന് നമ്മൾ പറയുന്ന നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ നോർത്തേൺ ലാംഗ്വേജുകൾ അതുപോലെ സദർ ലാംഗ്വേജ് മോൺ മോൺ ഖേമർ, അതുപോലെ മണ്ടാരി തുടങ്ങിയിട്ടുള്ള പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളൊക്കെ അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലാംഗ്വേജുകൾ സംസാരിക്കുന്ന ഏരിയകളാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ പിന്നെ മീർ, അതുപോലെ മോന്, ചെയിൻ തുടങ്ങിയിട്ടൊക്കെയുള്ള കമ്മ്യൂണിറ്റികൾ, ഇത് ട്രൈബൽ കമ്മ്യൂണിറ്റികളാണ്. ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികളൊക്കെയാണ് നമുക്ക് ആ പ്രദേശങ്ങളിൽ കാണാൻ പറ്റും. ആ കമ്മ്യൂണിറ്റികൾക്കിടയിലുള്ള ഒരു കിൻഷിപ്പ് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവർ പാട്രിലോക്കലാണ്, പാട്രിലീനിയൽ സിസ്റ്റവും അവർ യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മണ്ടാരി ലിംഗ്വിസ്റ്റിക് ഹെറിറ്റേജ്. ഇപ്പൊ മണ്ടാരി ഭാഷ സംസാരിക്കുന്ന ആളുകൾക്കിടയിൽ അവര് നമ്മൾ പറയുന്ന പോലെ പാട്രിലീനിയലും അതുപോലെ പാട്രിലോക്കലുമാണ്. എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരിലൂടെ പരമ്പരയെ കണ്ടെത്തുന്നവരും ഇപ്പോൾ കല്യാണമൊക്കെ കഴിയുന്ന സമയത്ത് പിതാവിന്റെ വീട് അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് താമസം മാറുന്ന ആ ഒരു രീതിയാണ് സ്വീകരിക്കുന്നത്. ക്രോസ് കസിൻ മാരേജ് അവർക്കിടയിൽ പെർമിറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഹോ ആൻഡ് സന്താൾ. ഹോ എന്ന് പറഞ്ഞാൽ ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് കേട്ടോ. സന്താൾ എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പാണ്. അവർക്കിടയിലൊക്കെ ഈ ക്രോസ് കസിൻ മാരേജ് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ വൈൽ ദ ഫാദേഴ്സ് സിസ്റ്റർ ഓർ ദ മദേഴ്സ് ബ്രദർ ഇസ് അലൈവ്. ഓക്കെ, അപ്പോ ഈ രണ്ട് ഇപ്പൊ നമ്മൾ ക്രോസ് കസിൻ മാരേജ് നടക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പറയുന്നത് നമ്മുടെ അമ്മായി അല്ലെ എന്ന് പറഞ്ഞാല് അച്ഛന്റെ പെങ്ങള് അല്ലെങ്കിൽ അമ്മയുടെ സഹോദരൻ അവര് ജീവിച്ചിരിക്കുന്നെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. മാരേജ് വിത്ത് ഡോട്ടർ ഈസ് പ്രൊഹിബിറ്റഡ്. പക്ഷെ അവരുടെ തന്നെ മകളുമായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം മകളുമായിട്ടുള്ള വിവാഹം എന്നുള്ളത് അവർക്കിടയിൽ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള കാര്യം കൂടിയാണ്. മറ്റൊന്ന് കാസി പീപ്പിൾ ഓഫ് ആസാം സ്പീക്ക് മോൺ ഖേമർ എന്ന് പറയുന്ന ഭാഷ സംസാരിക്കുന്നവര് ആൻഡ് പ്രാക്ടീസ് മാട്രിലീനിയൽ സിസ്റ്റം സിമിലർ ടു ദാറ്റ് ഓഫ് നായർ കേരള. കേരളത്തിൽ നമ്മുടെ നായന്മാര് ഈ അടുത്ത കാലം വരേക്കും അല്ലെങ്കിൽ വളരെ വ്യാപകമായിട്ട് മാട്രിലീനിയൽ സിസ്റ്റം നമ്മൾ പറയുന്ന മരുമക്കത്തായ സമ്പ്രദായം, അതേ ഒരു സമ്പ്രദായം പിന്നെ എന്താ പറയുക അനുഷ്ഠിച്ചിരുന്ന ആൾക്കാരാണ് ആസാമിലെ ഖാസി എന്ന് പറയുന്ന ട്രൈബൽ പീപ്പിൾ. നായർ കമ്മ്യൂണിറ്റി ഒരു ഉദാഹരണത്തിന് ദേ ഹാവ് എ മാട്രിലീനിയൽ ജോയിന്റ് ഫാമിലി സിസ്റ്റം ഉണ്ടായിരുന്നത്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹസ്ബൻഡ് ഈ ഭാര്യയുടെ വീട്ടിലേക്ക് വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ മരുമക്കത്തായ സിസ്റ്റമാണ് അവര് എന്താണ് ഫോളോ ചെയ്തിരുന്നത്. എമംഗ് ദ കാസ്റ്റ് എൻഡോഗമി, മാരേജ് വിത്തിൻ എ കാസ്റ്റ്, ആൻഡ് ഹാംലെറ്റ് എക്സോഗമി, മാരേജ് ബിയോണ്ട് ദ കമ്മ്യൂണിറ്റി ആർ ബോത്ത് കോമൺ. ഇവിടെ രണ്ട് ടെർമിനോളജി നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് കാസ്റ്റ് എൻഡോഗമി. കാസ്റ്റ് എൻഡോഗമി എന്ന് പറഞ്ഞാൽ ഒരു ജാതിക്കാർ അവരുടെ ഉള്ളിൽ നിന്നുള്ള ആളുകൾ തന്നെ വിവാഹം കഴിക്കാം. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നായന്മാരുടെ തന്നെ വിവാഹം കഴിക്കുള്ളൂ. ജാതകം ഒത്തില്ല അല്ലെങ്കിൽ ജാതകം ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങളോളം അങ്ങനെ കല്യാണം നടക്കാത്ത ആളുകൾ നടക്കും. ജാതകം വേറൊരു കാര്യമാണ്. എന്നിരുന്നാലും ഈ ജാതിപരമായ കാര്യങ്ങൾ അതിൽ ശരിയായി വന്നിട്ടില്ല എന്നാണ് നമുക്ക് അന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. മറ്റൊന്ന് ഹാംലെറ്റ് എക്സോഗമി അല്ലെ. ഹാംലെറ്റ് എക്സോഗമി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാൻ അല്ല, മറിച്ച് അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു സ്വന്തം കമ്മ്യൂണിറ്റി. അപ്പോൾ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ഒരേ ഭാഷ സംസാരിക്കുന്ന ഒരേ വിശ്വാസം നടത്തുന്ന ആൾക്കാരെ നമ്മൾ കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നു. അപ്പൊ ആ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി അവർക്കിടയിൽ എന്താ പറയാ അതിന്റെ പുറത്ത് വിവാഹങ്ങൾ നടത്തുന്നതിനെയാണ് ഹാംലെറ്റ് എക്സോഗമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രാക്ടീസുകളും ഖാസികൾ നമ്മുടെ ആസാമിലെ ഖാസി ട്രൈബൽ പീപ്പിളിന്റെ ഇടയിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നു. മറ്റൊന്ന് വില്ലേജ് സോഷ്യൽ നെറ്റ്വർക്ക് സച്ച് ആസ് കാസ്റ്റ്, കിൻഷിപ്പ്, മാരേജ് സജസ്റ്റ് ദാറ്റ് വില്ലേജസ് ആർ നോട്ട് സോഷ്യലി ഐസൊലേറ്റഡ് ഗ്രൂപ്പ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കാര്യം മറ്റൊന്ന് മനസ്സിലാക്കാനുള്ളത്, ഈ വിവാഹവും അതുപോലെ കിൻഷിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ വില്ലേജിലുള്ള സോഷ്യൽ നെറ്റ്വർക്കുകൾ അത് ചിലപ്പോൾ കാസ്റ്റ് ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം, കിൻഷിപ്പ് ബേസ് ചെയ്തുകൊണ്ട്, മാരേജ് ബേസ് ചെയ്തുകൊണ്ടുള്ളതൊക്കെ എന്താണ് അങ്ങനെ ഒരു ഒറ്റപ്പെട്ടതല്ല, മറിച്ച് എല്ലാവരും ഇന്റർ കണക്ട് ആയിട്ടുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കറന്റ് ട്രെൻഡ്സ് ഇൻ റൂറൽ കിൻഷിപ്പ്. ഇപ്പൊ നമ്മൾ ഐരാവതി കാർവയുടെ അഭിപ്രായ പ്രകാരം 4 രീതിയിലുള്ള സബ് ഡിവിഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കിൻഷിപ്പ് സിസ്റ്റത്തിൽ അല്ലെ കിൻഷിപ്പ് ഓർഗനൈസേഷനിലെ 4 വ്യത്യസ്തമായ പിന്നെ എന്താ പറയാ സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി അതിലുള്ള പ്രധാനപ്പെട്ട ട്രെൻഡുകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ, പുതുതായിട്ട് വരുന്ന ചേഞ്ചുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇനി ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊക്കെ ഒരു പല രീതിയിലും നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ളത് വളരെ ഓൾഡ് പ്രാക്ടീസുകളാണെങ്കിലും അതിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അഡാപ്റ്റീവായ ട്രാൻസിഷൻ ഇവർക്കിടയിൽ നടക്കുന്നുണ്ട് എന്നാണ് ഐരാവതി കാർവെ പറയുന്നത്. മാത്രമല്ല ജോയിന്റ് ഫാമിലി എന്നുള്ള സിസ്റ്റം ഡിക്ലൈൻ ചെയ്യുന്നു. അത് ഡിക്ലൈൻ ആകുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും ഫങ്ഷണൽ സോളിഡാരിറ്റി, ഈ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അതെന്ത് ചെയ്യുന്നു, അതിന് വലിയ ഉലച്ചിൽ തട്ടുന്നു. ഉലച്ചിൽ തട്ടുക എന്ന് പറഞ്ഞാൽ അത് തകരുന്നു. അപ്പൊ നമുക്ക് ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റം ഇല്ലാതാകുന്നു, എക്സ്റ്റൻഡഡ് ഫാമിലി സിസ്റ്റം ഇല്ലാതാകുന്നു. അതുപോലെ എക്സ്റ്റൻഡഡ് ഫാമിലി സിസ്റ്റം ഒക്കെ ഇല്ലാതാകുന്ന സമയത്തിന് സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ ഒരു സോളിഡാരിറ്റി, ഒരു ഒരേ കുടുംബമാണെന്നുള്ള ആ രീതിയിലുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ഐക്യദാർഢ്യം, അതൊക്കെ ഒരു ഐക്യമൊക്കെ നഷ്ടപ്പെടുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു. മറ്റൊന്ന് അവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം റൈസ് ഓഫ് എക്സ്റ്റൻഡഡ് ഫാമിലി എന്നുള്ള. എക്സ്റ്റൻഡഡ് ഫാമിലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ എന്താ വെച്ചാല് പിന്നെ ഒരേ വില്ലേജിൽ തന്നെ ഇപ്പൊ വിവാഹങ്ങൾ കഴിയുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും കൂടെ വേറെ ഒരു ചെറിയൊരു ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് മാറുന്നത് കാണാൻ പറ്റും.
അപ്പോൾ അവരുടെ ഒരു തറവാട് ഉണ്ടാവും. ആ തറവാടിന്റെ ചുറ്റും ഒരു 3 4 ന്യൂക്ലിയർ ഫാമിലി ഒന്നിച്ച് താമസിക്കുന്നത് കാണാം. അപ്പോൾ 3 4 മക്കളാണ് ഉള്ളതെങ്കിൽ ആ മക്കളൊക്കെ ഓരോ ചെറിയ വീടുകൾ വെച്ചുകൊണ്ട് അതിനെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പഴയ ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റം അല്ലെങ്കിലും ഒരു രീതിയിൽ ഒരു എക്സ്റ്റൻഡഡ് ഫാമിലി, ഒരു തറവാടുണ്ട്, അതിന്റെ ചുറ്റുവട്ടത്തും അവരുടെ മക്കളെല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു പ്രത്യേക രീതി നമുക്ക് ഇപ്പൊ ഈ അടുത്തായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഈയിടെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അതേ രീതിയിൽ തന്നെയാണ് പ്രാക്ടീസ് ഉള്ളത്. ഒരു കുറച്ച് പ്രായത്തുമ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 10 വയസ്സുള്ള മക്കളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്വന്തം വീട് വെച്ച് മാറും. അപ്പൊ ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ്. ഒന്ന് മൂത്ത മകൻ മാറുന്നു, അടുത്ത രണ്ടാമത്തെ ആള് മാറുന്നു, മൂന്നാമത്തെ ആള് മാറുന്നു. അപ്പൊ അതിനിടയ്ക്ക് അടുത്തൊരു മകളെ കല്യാണം കഴിച്ചു വിട്ടു. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവരൊക്കെ തൊട്ടടുത്ത് തന്നെ വീടുകൾ വെച്ചുകൊണ്ട് അവരുടെ തറവാട് വീടിന്റെ ചുറ്റുവട്ടത്തായിട്ട് അവർ താമസിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോ അത് ഒരേ വീട് തന്നെ കിച്ചണുകളൊക്കെ വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ എക്യുപ്മെന്റ്സ്, ലാബർ, സോഷ്യൽ സെലിബ്രേഷൻസ് ഇങ്ങനെയൊക്കെ ഒരുമിച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒറ്റ വീടായിരിക്കാം, ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടുത്തും. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഷെയർ ചെയ്യുന്ന ഒരു രീതിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന് ജഡ്ജ്മാനി സിസ്റ്റം. അത് നിങ്ങൾ പഠിച്ചോന്നറിയാം. ജഡ്ജ്മാനി സിസ്റ്റം എന്ന് പറഞ്ഞാൽ പഴയ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു നമ്മൾ പറയുന്ന ഒരു പാട്രൺ ക്ലയന്റ് റിലേഷൻഷിപ്പ് ആണ്. ഇപ്പൊ നമ്മൾ പണ്ടത്തെ കാലത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട് ജന്മി കുടിയാൻ ബന്ധം എന്ന പോലെ ഏതെങ്കിലുമൊക്കെ ഒരാള് ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടായിരുന്നു ഒരു 19 വർഷം മുമ്പൊക്കെ ആ സിസ്റ്റം. അപ്പോ വലിയ കുടുംബങ്ങൾ ഉണ്ടാവും, ഫ്യൂഡൽ അല്ലെങ്കിൽ ലോഡുകളായിട്ടുള്ള വലിയ ഭൂമിയുടെ ആളുകളായിട്ട്. അപ്പോൾ അത്ര അവകാശികളുടെ അല്ലെങ്കിൽ ജന്മികള്, ആ ജന്മികളെ വീടുകളിൽ സ്ഥിരമായി ജോലി ചെയ്യുന്ന കുറെ പേരുണ്ടാവും. അവർക്ക് സ്ഥിരമായി ഇവർ ഫുഡ് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് അവർ വന്ന് ജോയിൻ ചെയ്യും. അതിനെയാണ് ജഡ്ജ്മാൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പാട്രൺ ക്ലയന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയാം. അപ്പോ ഈ ഒരു സിസ്റ്റം ഈ സിസ്റ്റം ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോയിന്റ് ഫാമിലി സിസ്റ്റം തകരാൻ തുടങ്ങിയപ്പോൾ അതിന്റെ കൂടെയായിട്ട് ഇതിനൊക്കെ വീക്കം ചെയ്തത് കാണാൻ പറ്റുന്നു. മറ്റൊന്ന് കാസ്റ്റ് എൻഡോഗമി. ഈ കാസ്റ്റ് എൻഡോഗമി എന്ന് പറഞ്ഞാൽ മാരിങ് വിത്തിൻ ദ കാസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ജാതി അവർ തന്നെ വിവാഹം കഴിക്കുക. ഈ റൂള് ഇതിപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ വില്ലേജുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പൊ കുടുംബങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ, അതുപോലെ പിന്നെ ഈ ഗോത്ര ക്ലാനുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ഇതിനൊക്കെ വലിയ രീതിയിൽ ഒരു 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 ഡിക്ലൈൻ സ്റ്റാറ്റസ് ആണ് ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ഡിജിറ്റൽ, ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു ഡിജിറ്റൽ റവല്യൂഷൻ ഒക്കെ വന്നപ്പോ, ഡിജിറ്റൽ ടെക്നോളജി ഒക്കെ വന്നപ്പോ ആളുകൾക്കിടയിൽ വലിയ രീതിയിൽ ഈ ബന്ധങ്ങളൊക്കെ വീണ്ടും കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട് എന്നാണ്. ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പുകൾ വരുന്നു, ആളുകൾ വീഡിയോ കോളുകൾ ചെയ്യുന്നു, പുറം ലോകങ്ങളിലേക്ക്, പുറം രാജ്യങ്ങളിലേക്ക് മൈഗ്രേഷൻ ചെയ്യുന്ന ആളുകളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ പരസ്പരം ബന്ധപ്പെടുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അപ്പോൾ നമ്മൾ കിൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഞാൻ കുറച്ച് സാവധാനം പറഞ്ഞത് കിൻഷിപ്പ് എന്നൊരു ടേം കേൾക്കുമ്പോൾ ലീനേജ്, ജീനിയോളജി, ഡിസെന്റ്, ഫ്രാക്ടറി, മോയിറ്റി ഇങ്ങനെയൊക്കെയുള്ള ടേമുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു അപരിചിതത്വം അല്ലെങ്കിൽ അതിനോട് ഒരു 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 എന്താ പറയാ നമുക്കൊരു പരിചിതമില്ലായ്മ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് സാവകാശം ടൈം എടുത്തുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ഇനി രണ്ടാമത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ യൂണിറ്റിന്റെ ഫാമിലിയാണ്. ഫാമിലിയിൽ നമുക്കറിയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജോയിന്റ് ഫാമിലി സ്ട്രക്ചർ, ഫങ്ഷൻസ് ആൻഡ് ചേഞ്ച്. ഒരു നമ്മൾ കൂട്ടുകുടുംബങ്ങൾ എന്ന് പറയുമല്ലോ, വലിയ രീതിയിൽ കൂട്ടുകുടുംബങ്ങൾ. അപ്പൊ ഈ ഒരു കൂട്ടുകുടുംബം അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് കൊമൻസാലിറ്റി, കോമൺ റെസിഡൻസ്, ജോയിന്റ് പ്രോപ്പർട്ടി ഓണർഷിപ്പ്, കൊളാബറേഷൻ ആൻഡ് സെൻസ് ഓഫ് ജോയിൻനെസ്, അതോടെ തന്നെ സെറിമോണിയൽ ലിങ്കേജസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സാധാരണഗതിയിൽ ജോയിന്റ് ഫാമിലിയിൽ നമുക്ക് സാധാരണഗതിയിൽ കാണാൻ പറ്റും. കൊമൻസാലിറ്റി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡൈനിങ് ടുഗദർ എന്നല്ല, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ഇറ്റ്സ് എ ഡിഫൈനിങ് ഫാക്ടർ ഇൻ മോസ്റ്റ് സ്റ്റഡീസ് ഇൻ ജോയിന്റ് ഫാമിലി. അപ്പൊ ജോയിന്റ് ഫാമിലി എന്താണെന്ന് ചോദിച്ചാൽ നമുക്കവിടെ പറയാൻ പറ്റുന്നത് ആ ജോയിന്റ് ഫാമിലിയിൽപ്പെട്ട എല്ലാ ആളുകളും അവർ ഉപയോഗിക്കുന്ന അടുപ്പ് അത് ഒന്നായിരിക്കും. അതിനെ ദ ഹെർത്ത് ഗ്രൂപ്പ് എന്ന് പറയാറുണ്ട്. അപ്പൊ എല്ലാവരും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ അടുപ്പ് ഉപയോഗിക്കുന്നു, ഒരുമിച്ചിരുന്നുകൊണ്ട് അവർ ഫുഡ് കഴിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ജോയിന്റ് ഫാമിലിയുടെ സിസ്റ്റം എന്ന് പറയാൻ പറ്റും. ജോയിന്റ് പ്രോപ്പർട്ടി ഓണർഷിപ്പ് അവർക്കിടയിൽ പലപ്പോഴും നമുക്ക് പിന്നെ പല സ്കോളേഴ്സും അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒന്നിച്ച് താമസിക്കുക എന്നുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് രണ്ടാമത്തെ കാര്യം കോമൺ റെസിഡൻസ് ആണ്. ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു ജോയിന്റ് ഫാമിലി ആവണമെങ്കിൽ അതിലുള്ള എല്ലാ മെമ്പേഴ്സും എന്ത് ചെയ്യണം, ഒരുമിച്ച് താമസിക്കണം. അപ്പൊ ഒരു റെസിഡൻഷ്യൽ യൂണിറ്റ് ആയി അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ഒരു ഫാമിലി ഗ്രൂപ്പ് ആയിട്ട് അവർ താമസിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തേത് കോപ്പറേഷൻ ആൻഡ് സെന്റിമെന്റ്. ഇപ്പോ ഒരു ജോയിന്റ് ഫാമിലി ആകുമ്പോൾ അവരെ മെമ്പേഴ്സിന്റെ ഇടയിൽ എന്ത് വേണം, ഒരു ജോയിന്റ്നെസ് വേണം. എല്ലാവരും ഒരു യോജിപ്പ് അല്ലെങ്കിൽ ഒരു ഐക്യം, അത് അവരുടെ സ്ട്രക്ചറിലും അവരുടെ ഫംഗ്ഷനിലും ഒക്കെ പ്രധാനമായിട്ട് ഇത് കാണാൻ പറ്റും. IP ദേശായി, KM കപ്പാടിയ തുടങ്ങിയ ആളുകളൊക്കെ അതേക്കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പലപ്പോഴും ഈ ഒരു ഐക്യം വരുന്നത് പാട്രിലീനിയൽ ജോയിന്റ് ഫാമിലികളായിരിക്കാം. പാട്രിലീനിയൽ ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ അവിടെ പുരുഷന്മാരാണ് എന്ത് ചെയ്യുന്നത്, കുടുംബങ്ങളെ നയിക്കുന്നതും കുടുംബങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ നേരെ മറിച്ച് മാട്രിലീനിയൽ സിസ്റ്റത്തിൽ നമുക്കിത് കാണാൻ പറ്റും. നാലാമത് റിച്വൽ ബോണ്ട്. പലപ്പോഴും ജോയിന്റ് ഫാമിലിയെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ആ ബോണ്ടിനെ, അതിന്റെ ആ ഒരു ബന്ധത്തിനെ നിലനിർത്തുന്നതായിരിക്കും വെച്ചാൽ ഇതേമാതിരിക്കുള്ള അനുഷ്ഠാന പ്രക്രിയകളായിരിക്കാം.
ഓരോ കുടുംബങ്ങൾക്ക് പ്രത്യേക സമയങ്ങളിൽ ഓരോ പൂജകള് അല്ലെങ്കിൽ അർച്ചനകള് ആരാധനകളൊക്കെ നടത്താനൊക്കെ ഉണ്ടായിരിക്കും. നേർച്ചകള് വഴിപാടുകളൊക്കെ ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പൊ സെറിമോണിയൽ റിലേഷൻഷിപ്പ് വിത്തിൻ എ ജോയിന്റ് ഫാമിലി ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കാണാം. ആ കുടുംബത്തിലെ ആൾക്കാരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഒരു പ്രത്യേകമായ രീതിയിലുള്ള ആരാധനകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാൻ പറ്റും. അതിൽ തന്നെ ഏറ്റവും പ്രായം ചെന്ന ആര് ഈ വയോധിക നമ്മൾ പറയുന്ന മുതിർന്ന ആള് അല്ലെ, സീനിയർ ആയിട്ടുള്ള ആരാണോ അവരായിരിക്കും എന്ത് ചെയ്യുക, ഇപ്പൊ ശ്രദ്ധാ ചടങ്ങൊക്കെ നടക്കുന്ന സമയത്ത് അതിൽ അവർക്കായിരിക്കും അതിനുള്ള ഒരു പിന്നെ ചെയ്യാനുള്ള ഒരു അർഹതയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ മറ്റൊന്ന് കോമൺ ഡയറ്റ്. ഇനി ഈ ഒരു ജോയിന്റ് ഫാമിലി ആക്കുമ്പോൾ തന്നെ ആ ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും ഒരൊറ്റ ദൈവം അല്ലെങ്കിൽ ഒരു ദേവതയെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഒരേ ആളെ തന്നെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഒരു ദൈവത്തിനെ തന്നെ ആരാധിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സിസ്റ്റം നമുക്ക് അവർക്കിടയിൽ കാണാൻ പറ്റും. അപ്പൊ ഇതാണ് വർഷിപ്പ് ഓഫ് എ കോമൺ ഡയറ്റി, ഒരേ ദൈവത്തിനെ ആരാധിക്കുക. അപ്പൊ ആ ഒരു പ്രാക്ടീസും എന്ത് ചെയ്യുന്ന അവരുടെ ജോയിന്റ് ഫാമിലി ആണ് എന്നുള്ളതിനെ അവർ എന്ത് ചെയ്യുന്നു ഒന്നുകൂടെ വിളക്കി ചേർക്കുന്നതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അതിന് പുറത്ത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പുറത്ത് കോമൺ കിച്ചൺ ഓരോ ഹേഴ്സ് അല്ലെ, ഒരേ കിച്ചൺ ആളുകൾ ഉപയോഗിക്കുക, കോമൺ ഹാബിറ്റേഷൻ ഒരുമിച്ച് ജീവിക്കുക, അതേപോലെ ജോയിന്റ് റൈറ്റ്സ് ടു പ്രോപ്പർട്ടി എല്ലാവർക്കും ഒരു ഈ പിന്നെ ഉടമസ്ഥാവകാശം, ഇപ്പോ സമ്പത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ അവകാശം. ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ ഒബ്ലിഗേഷൻസ് ടുവേർഡ്സ് സ്കിൻ, കുടുംബത്തോട് എല്ലാവർക്കും എന്താ ഒരു കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും. അതുപോലെ സെറിമോണിയൽ റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞ പോലെ പിന്നെ ഈ എന്താ പറയുക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടും അതുപോലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ബന്ധങ്ങൾ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ജോയിന്റ് ഫാമിലിയിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇനി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ദ ജോയിന്റ് ഫാമിലി സിസ്റ്റം, രണ്ടിന്റെയും ജോയിന്റ് ഫാമിലി സിസ്റ്റം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഡിമെറിറ്റുകൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തുള്ളത്. നിങ്ങൾ വായിച്ചാൽ മതി. പ്രധാനമായിട്ടും അതിൽ നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ജോയിന്റ് ഫാമിലി ആവുന്ന സമയത്ത് എക്കണോമിക്കലി ആയിട്ടും പൊളിറ്റിക്കലി ആയിട്ടും അതുപോലെ സോഷ്യൽ സോളിഡാരിറ്റി സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ അത് കുറച്ചുകൂടെ ഒരു ഉറപ്പ് തരുന്നു. എന്നാൽ ജോയിന്റ് ഫാമിലി സിസ്റ്റം അല്ലാതെ അതിന്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവിടെ എല്ലാം ആളുകൾ പിന്നെ കുറച്ച് ആൾക്കാർ ഐഡിയലായിരിക്കും, കുറച്ച് ആൾക്കാർ നന്നായിട്ട് വർക്ക് ചെയ്യും അല്ലെ. പലപ്പോഴും ആളുകൾക്കിടയിൽ ക്ലാഷുകൾ ഒപ്പീനിയൻസ് എന്താ അതിന്റെ കാര്യത്തിൽ ഒരു ഒരുമയിലേക്ക് എത്താൻ സാധിക്കൂല. സ്ത്രീകൾക്ക് തീരെ ഒരു സ്ഥാനമില്ലാത്ത ഒരു സിസ്റ്റമായിട്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കും. പ്രൈവസി എന്നുള്ളതിന് അവിടെ അല്ല, കാരണം എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന ഒരുമിച്ച് ജീവിക്കുന്ന ഒരിടമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. ഇനി ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, ഇന്ത്യയിൽ നമുക്കറിയാം രാജ്യം വികസിക്കുന്നു, ആളുകൾ എഡ്യൂക്കേറ്റഡ് ആയിത്തീരുന്നു, ആളുകൾക്കിടയിലുള്ള പരസ്പര ബന്ധങ്ങൾ വളരുന്നു. അതിൽ എക്കണോമിക്കലി ആയിട്ടും എഡ്യൂക്കേഷണലി ആയിട്ടും ലീഗലി ആയിട്ടും ആളുകൾ വലിയ രീതിയിൽ വളരുമ്പോൾ അതിനനുസരിച്ചുകൊണ്ട് ഈ കുടുംബങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ജോയിന്റ് ഫാമിലിയിൽ വലിയ ഒരു ഡിക്ലൈനിങ് നമുക്ക് കാണാൻ സാധിക്കും. എക്കണോമിക് ഫാക്ടേഴ്സ്, ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ മോണിറ്റൈസേഷൻ. ആളുകളൊന്നും പഴയ പോലെയല്ല. ഇപ്പൊ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ അധ്വാനിച്ച് കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് എല്ലാവരും കൂടെ കഴിക്കാവുന്ന ഒരു സിസ്റ്റം ഒന്നും അല്ല ഇപ്പോ. എല്ലാവരും സ്വന്തം സ്വന്തം ഫാമിലി അല്ലെങ്കിൽ സ്വന്തം സ്വന്തം ഒരു എന്താ പറയാ സ്വന്തമായിട്ട് കാശ് ഉണ്ടാക്കാനും അതിനനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാനും എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഒരേ പ്രൊഫഷൻ ചെയ്യാൻ ഇപ്പൊ ആൾക്കാർക്ക് താല്പര്യമില്ല. കുടുംബത്തിൽ തന്നെ ഇപ്പൊ ഒരു 3 ആളുകൾ ഉണ്ടെങ്കിൽ 3 പേരും വ്യത്യസ്തമായ ഓപ്പർച്യൂണിറ്റികൾ നോക്കി 3 പേരും വ്യത്യസ്തമായ ഫീൽഡുകളിലേക്ക് തിരിഞ്ഞ് വ്യത്യസ്തമായ രീതിയിൽ സ്കില്ലുകൾ നേടിയിട്ട് അങ്ങനെ ജോലി ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരെ മോഡേൺ എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു, അതിനെ തുടർന്നുകൊണ്ടുള്ള വികസനം, ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ അതിനെ തുടർന്നുകൊണ്ട് ഗവൺമെന്റുകൾ സ്ഥാപിച്ച സ്കൂളുകൾ, ഈ മോഡേൺ എഡ്യൂക്കേഷനോട് ആളുകൾ വളർന്നു വന്ന് പുതിയ സ്കില്ലുകൾ നേടി പുതിയ എംപ്ലോയ്മെന്റ് നേടി അങ്ങനെ എല്ലാവരും സ്വന്തമായിട്ട് അധ്വാനിച്ച് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിനെ തുടർന്നുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കിടക്കുന്ന ഒന്നാമത്തെ കാര്യം. 2, എഡ്യൂക്കേഷണൽ ഫാക്ടേഴ്സ്. അപ്പോൾ വിദ്യാഭ്യാസ രംഗം നമ്മൾ നേരത്തെ പറഞ്ഞു, വിദ്യാഭ്യാസ രംഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ എന്താ പറയാ വികാസം പ്രാപിച്ചപ്പോൾ അതിനെ തുടർന്നുകൊണ്ട് ആളുകൾക്കിടയിലുള്ള വാല്യൂസിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. ഇപ്പൊ ചൈൽഡ് മാരേജ്, ആ ശൈശവ വിവാഹങ്ങൾക്കെതിരെ വലിയ മൂവ്മെന്റുകൾ നടക്കുന്നു. സ്ത്രീകൾക്കുള്ള റൈറ്റ് ടു എഡ്യൂക്കേഷൻ അത് നൽകണം എന്നുകൊണ്ടുള്ളത് വന്നു. പ്രോപ്പർട്ടി റൈറ്റ്സ് ഈക്വൽ ആവണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇൽ ട്രീറ്റ്മെന്റ് ടു വിഡോസ് അല്ലെ, വിധവകൾക്ക് റീമാരേജ് ചെയ്യാനുള്ള അവകാശം അനുവദിച്ചു കൊടുത്തു. അവരെ മനുഷ്യരായി പരിഗണിക്കുക. ഇംഗ്ലീഷ് മീഡിയം എഡ്യൂക്കേഷൻ സിസ്റ്റം, ഒരു പുതിയ എഡ്യൂക്കേറ്റഡ് യങ് പിന്നെ ജനറേഷൻ വരുമ്പോൾ ആ ജനറേഷൻ എന്ത് ചെയ്യുന്നു, സമൂഹത്തെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഡ്യൂക്കേഷൻ രംഗം വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരുന്നു. മറ്റൊന്ന് ലീഗൽ ഫാക്ടേഴ്സ്, നിയമപരമായ കാര്യങ്ങൾ. ഈ നിയമപരമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വളരെ പ്രാകൃതമായ പുരാതനമായ അല്ലെങ്കിൽ ഇൻഹ്യൂമൺ ആയിട്ടുള്ള ഒരുപാട് പ്രാക്ടീസുകൾ ബ്രിട്ടീഷുകാർ തന്നെ ഇന്ത്യയിലുള്ള ആ കാലത്ത് സോഷ്യൽ റിഫോമേഴ്സിന്റെ സഹായത്തോടു കൂടെ അവരതിനെ നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും വരുന്നത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ടും അവർക്ക് അതിനുള്ള ജോബ് കൂലിയും അതുപോലെ പരിഹാരങ്ങൾ എന്താ പറയാ നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മിനിമം വേജ് ആക്ട്, അതൊക്കെ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള നയങ്ങൾ. അതേപോലെ തന്നെ പിന്നെ ചൈൽഡ് മാരേജ്, വിഡോ റീമാരേജ് ഇതൊക്കെ കൊണ്ടുവരാൻ ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ടുകൾ, വിഡോ റീമാരേജ് അത് റെസ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ
അനുവദിച്ചുകൊണ്ടുള്ള പിന്നെ നിയമങ്ങൾ വരുന്നു. അതുപോലെ അതിനനുസൃതമായിട്ട് തന്നെ ഏജ് ടു മാരേജ്, വിവാഹ പ്രായം തീരുമാനിക്കപ്പെടുന്നു. ആദ്യം അത് 18ഉം 14ഉം വയസ്സുകളായി തീരുമാനിക്കുന്നു. പിന്നെ അതിനുശേഷം 21ഉം 18ഉം വയസ്സ് എന്നുള്ളതിലേക്ക് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഗവൺമെന്റുകൾ തന്നെ അതിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഹിന്ദു സക്സഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ പിതാവ് അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കാണ് അനന്തരാവകാശം ലഭിക്കുക? അതുവരെ ആദ്യ കാലഘട്ടത്തിൽ പുരുഷന്മാർക്ക് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. അതിൽ നിന്ന് മാറി എല്ലാവർക്കും, സ്ത്രീകൾക്കും അടക്കം എന്തുണ്ട്, ഈക്വൽ റൈറ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിലേക്ക്. അപ്പോൾ ലീഗൽ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിനെ വലിയ രീതിയിൽ അതിനെ എന്ത് ചെയ്യുന്നത്, സ്വാധീനിക്കുന്നു. മറ്റൊന്ന് അർബനൈസേഷൻ. അർബനൈസേഷൻ എന്ന് പറയുമ്പോൾ നഗരവൽക്കരണങ്ങൾ. ഇപ്പൊ പോപ്പുലേഷൻ വലിയ രീതിയിൽ വളരുന്നു, അതിനനുസൃതമായിട്ട് റൂറൽ സ്ഥലങ്ങളിൽ ജോലി ഇല്ലാതാവുന്നു. അങ്ങനെ വരുമ്പോൾ നഗരങ്ങൾ വളരുമ്പോൾ നഗരങ്ങളിലേക്ക് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുക. എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ, സ്കില്ലുകളുള്ള ആള്, മാനുവൽ ലേബറിന് കൂടി ആളുകൾ പോകുന്നു. അവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിവിഷൻ ഓഫ് ലേബർ നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജോലി ലഭിക്കുന്നു എന്നുള്ള ഒരു രീതി അവിടെ വരുന്നു. അപ്പോൾ ഒരു സാമ്പത്തികമായ ആശ്വാസങ്ങൾക്ക് വേണ്ടി ആളുകൾ റൂറൽ തലങ്ങളിൽ നിന്നും അർബൻ തലങ്ങളിലേക്ക് എന്താ പറയാ പിന്നെ മാറിപ്പോകുന്ന, മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും. ഒരാൾ മൈഗ്രേറ്റ് ചെയ്ത് കുറെ കാലങ്ങൾ ജീവിച്ച അയാൾ പിന്നെന്താ ചെയ്യുന്നത്, അയാളുടെ വൈഫ് മക്കളെ കൂടി അയാൾ ആ സിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് അവിടെ താമസിക്കുന്നു. ഈ ന്യൂക്ലിയർ ഫാമിലിയായി താമസിക്കുമ്പോൾ തന്നെ അതുവരേക്കും ഉണ്ടായിരുന്ന ജോയിന്റ് ഫാമിലിയിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് അയാൾ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വരുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ ഇങ്ങനെ ലാർജർ ഫാമിലി യൂണിറ്റുകളൊക്കെ ഡിസിന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ന്യൂക്ലിയർ ഫാമിലികളായിട്ടൊക്കെ മാറുന്ന ഒരു രീതി നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യാവസായികവൽക്കരണം. ഈ വ്യാവസായവൽക്കരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അർബൻ തലങ്ങളിൽ അല്ലെങ്കിൽ നഗരങ്ങളിലാണ് നടക്കുന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അഗ്രേറിയൻ ഫാമിലികളെയാണ്. കൃഷി മാത്രമായി അല്ലെങ്കിൽ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു രീതിയിൽ നിന്ന് മാറി ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇൻഡസ്ട്രികളിലേക്ക്, വ്യാവസായിക പിന്നെന്താ പറയാ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിലേക്ക് ആളുകൾ മാറുന്നു. അപ്പോൾ നഗരങ്ങളിലേക്കും മെട്രോപൊളിറ്റൻ ടൗണുകളിലേക്കൊക്കെ ആളുകൾ മാറി അതിനനുസൃതമായിക്കൊണ്ടുള്ള പിന്നെ പുതിയൊരു ജീവിത രീതി അവർ പടുത്തുയർത്തുന്നു. മിൽട്ടൺ സിംഗർ സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പുസ്തകമായ ഇന്ത്യൻ ജോയിന്റ് ഫാമിലി ഇൻ മോഡേൺ ഇൻഡസ്ട്രി എന്നുള്ളതിൽ അദ്ദേഹം പറയുന്നത്, ജോയിന്റ് ഫാമിലി കണ്ടിന്യൂസ് ടു ബി ദ നോം അമംഗ് ദ ഇൻഡസ്ട്രിയൽ എന്റർപ്രീനേഴ്സ് ഡെസ്പൈറ്റ് ചേഞ്ചസ് ഇൻ ദർ മെറ്റീരിയൽ കണ്ടീഷൻസ് ഓഫ് ലിവിംഗ്. ഇപ്പോഴും ഇൻഡസ്ട്രിയൽ ഫാമിലികളാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഫാക്ടറികളൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും അതിനടുത്ത് വലിയ കുടിലുകളൊക്കെ കെട്ടി താമസിക്കുന്ന ആളുകൾക്കിടയിൽ ഇപ്പോഴും ജോയിന്റ് ഫാമിലി സിസ്റ്റം നിലനിൽക്കുന്നുണ്ട് എന്നാണ് മിൽട്ടൺ സിംഗർ പറയുന്നത്. അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്നാലും the changes have taken place within 3 generations: the residential, occupational and educational spheres. ഈ ഒരു എന്താ പറയാ ജോയിന്റ് ഫാമിലി സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾക്കിടയിലാണ്. ഒന്ന്, ആളുകൾക്കിടെ താമസം റെസിഡൻഷ്യലുമായി ബന്ധപ്പെട്ട്. 2, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട്. 3, വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാറ്റങ്ങൾ. ഇനി അക്കോർഡിംഗ് ടു സിംഗർ, മിൽട്ടൺ സിംഗർ തന്നെ പറയുന്നു, ദ ഇൻഡസ്ട്രിയൽ സെന്റർ സിംപ്ലി ബിക്കം എ ന്യൂ ഓപ്പറേറ്റിംഗ് ഏരിയ ഫോർ ദ കമ്പൈൻഡ് ഫാമിലി സ്ട്രക്ചർ. പലപ്പോഴും ഒരു ഫാമിലിയിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഒരു ഫാക്ടറിയിൽ വന്ന് ജോലി ചെയ്യും. അയാൾ എന്ത് ചെയ്യും, അയാളുടെ ഫാമിലിയിൽപ്പെട്ട മറ്റുള്ള ആളുകളെ കൂടി ആ ഫാക്ടറിയുമായി ബന്ധപ്പെടുന്നതിന് കണക്ട് ചെയ്യും. അപ്പോൾ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു കമ്പനിയൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിന്റെ ചുറ്റുവട്ടങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ മിക്കവാറും ഒരു ഫാമിലിയിൽപ്പെട്ട അവരല്ലെങ്കിൽ അവരുടെ എക്സ്റ്റൻഡഡ് ഫാമിലിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് എന്നുള്ള രീതിയിൽ കൂടിയാണ് അദ്ദേഹം അഭിപ്രായം പറയുന്നത്. മറ്റൊന്ന്, ഇൻഡസ്ട്രിയലൈസേഷൻ സ്ട്രെങ്തൻസ് ദ ജോയിന്റ് ഫാമിലി ബൈ പ്രൊവൈഡിംഗ് ആൻ എക്കണോമിക് പ്ലാറ്റ്ഫോം ഫോർ ഇറ്റ് upkeep by supplying additional hands for a revived family business. പലപ്പോഴും ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ ഇൻഡസ്ട്രിയലിസം സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരാൾക്ക് ഒരു ജോലി കിട്ടുമ്പോൾ അയാൾ മറ്റുള്ള ആളുകളെ കൂടി അതിലേക്ക് കണക്ട് ചെയ്യുന്നു. അങ്ങനെ കണക്ട് ചെയ്യുന്നതിലൂടെ വലിയൊരു ഒരു ശൃംഖല തന്നെ എന്ത് ചെയ്യുന്നു, ഈ ഒരു സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി മറ്റൊന്ന്, ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിലെ ചേഞ്ചുകൾ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് സെൻസ് ഓഫ് ഇൻഡിവിജ്വലിസം. ആളുകൾ പഴയ പോലെയല്ല. പണ്ടൊക്കെ ആളുകൾ ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ അധ്വാനിച്ചിരുന്നത് ഒക്കെ കുടുംബത്തിന് വേണ്ടിയായിരുന്നു. ഇപ്പൊ അതിൽ നിന്ന് മാറി ഇൻഡിവിജ്വലിസം, സ്വന്തം വ്യക്തിത്വം, ആ സ്വന്തം വ്യക്തികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അതിൽ പ്രധാനമായിട്ടും അതിനെ സ്വാധീനിക്കുന്നത് ന്യൂസ് പേപ്പറുകൾ, ടെലിവിഷൻ, റേഡിയോ, സോഷ്യൽ മീഡിയ, നമ്മളെ ഫോർമൽ എഡ്യൂക്കേഷൻ, കൺസ്യൂമറിസ്റ്റിക് കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപഭോഗ ജീവിതം അല്ലെ, അതുപോലെ മാർക്കറ്റ് പ്രഷർ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇതിനൊക്കെ അനുസൃതമായിട്ട് ആളുകൾ അവരുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ നായ പോരാ, നല്ലൊരു കാർ വേണം, ഒരു ജോലി വേണം, ഒരു നല്ല ഷൂ വേണം, ഡ്രസ്സ് വേണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ വരുന്നു. അപ്പൊ വീട്ടിൽ തന്നെ മറ്റുള്ള ആളുകളുടെ കാര്യത്തെക്കുറിച്ച് അവർ ബോധവാന്മാരുടെ സ്വന്തം കാര്യങ്ങളെ കുറിച്ചാണ് അവർ ബോധം. അപ്പൊ ഈ ഇൻഡിവിജ്വാലിസം എന്ത് ചെയ്യുന്നു, വലിയ രീതിയിൽ ഫാമിലിയൽ ബോണ്ടുകളെ അത് ഇല്ലാതാക്കുന്നു. അതിനെ തുടർന്നുകൊണ്ട് തന്നെ ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിന് അത് വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ ഏൽപ്പിക്കുന്നു എന്നുകൂടിയാണ് ആരെയും പറഞ്ഞു വെക്കുന്നത്. ഇനി ഫങ്ഷൻസ് ഓഫ് ദ ജോയിന്റ് ഫാമിലി ഇൻ വില്ലേജ് ലൈഫ്. ഇനി റൂറൽ ഫാമിലിയിൽ വരുന്ന സമയത്ത് ഒരു ഫാമിലിയുടെ പ്രധാനപ്പെട്ട റോളുകൾ എന്തൊക്കെയാണ് നമുക്കറിയാം.
പ്രധാനമായിട്ടും ഒരു അഗ്രികൾച്ചർ ഏരിയ ഒക്കെ ആവുന്ന സമയത്ത് അതിൽ വരുന്ന സോയിങ്, ഹാർവെസ്റ്റിംഗ്, അതേപോലെ തന്നെ റിയറിംഗ്, കാറ്റൽ റെൻഡറിംഗ് ഫാമിലി സെൽഫ് സഫീഷ്യന്റ് എക്കണോമിക് കോർപ്പറേഷൻ. ഫാമിലിയെ ഒരു സെൽഫ് സഫീഷ്യന്റ് സ്വയം പര്യാപ്തതയുള്ള ഒരു യൂണിറ്റ് ആക്കി മാറ്റുന്നതിൽ അതിന് വേണ്ട പിന്നെ ഇപ്പൊ ഒരു കൃഷിയാണെങ്കിൽ ആ കൃഷിക്ക് വിത്ത് വിതക്കുക, സ്ഥലങ്ങള് എന്താ പറയാ കൃഷിപ്പാടങ്ങളെ യോഗ്യമാക്കുക, കൃഷിക്ക് യോഗ്യമാക്കുക, അത് കഴിഞ്ഞ് അതിന്റെ ഹാർവെസ്റ്റിംഗ്, പിന്നെ അതുപോലെ വീടിന് ആവശ്യമായിട്ടുള്ള ഒരു ഫാമിലിക്ക് നിന്ന് പോകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ ഇതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഒരു ഫാമിലി സ്വന്തം അവർക്കിടയിലുള്ള മെമ്പേഴ്സിനിടയിലുള്ള ഒരു ഫങ്ഷൻസിനെ അവർ സ്ട്രെങ്തൻ ചെയ്യുന്നു എന്നുള്ള. മറ്റൊന്ന് ഫ്രം ട്രഡീഷണൽ ടു കണ്ടംപററി ഫാമിലി. ഇനി പ്രധാനമായിട്ടും ഒരു ട്രഡീഷണൽ ഫാമിലിയിൽ നിന്ന് മാറി നമ്മളൊരു കണ്ടംപററി ഫാമിലിയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞു. അതിൽ പ്രധാനമായിട്ടുണ്ടൊക്കെ ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ ഒക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഫാമിലി തലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. റൂറൽ എക്കണോമി അത് വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി. മൈഗ്രേഷൻ വലിയ രീതിയിൽ നടന്നു. ഈ മൈഗ്രേഷൻ നടന്നുകൊണ്ട് തന്നെ ജോയിന്റ് ഫാമിലി സിസ്റ്റം ഇല്ലാതെയായി. ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം എന്നുള്ളത് ഒരു നോമായിട്ട് മാറി. എഡ്യൂക്കേഷൻ വലിയ രീതിയിൽ ആളുകളെ ഇൻഡിവിജ്വലിസ്റ്റിക് വാല്യൂസിലേക്ക് കൊണ്ടുവന്നു. ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിലിയർ ആയിട്ടുള്ള വാല്യൂസിനും ആളുകൾ മാറാൻ തുടങ്ങി. ഹിന്ദു സക്സഷൻ ആക്ട് അത് കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. മെയിലിനും ഫീമെയിലിനൊക്കെ ഈക്വൽ റൈറ്റുകൾ അത് ഉറപ്പുവരുത്തി. അതേപോലെ തന്നെ മറ്റൊന്ന് കിൻഷിപ്പ് ആൻഡ് ഫാമിലി സിസ്റ്റത്തിൽ അതുവരേക്കും ഉണ്ടായിരുന്ന സിസ്റ്റത്തിനൊക്കെ മാറി എന്താ പറയാ ഒരു കൾച്ചറൽ പിന്നെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ കൾച്ചറൽ പാറ്റേൺ എന്നൊക്കെ മാറിയിട്ട് സ്വന്തം രീതിയിലുള്ള ലവ് മാരേജുകൾ, അതുപോലെ എന്താ പറയാ രജിസ്ട്രേഷൻ മാരേജ്, നമ്മൾ പറയുന്ന സ്റ്റേറ്റ് സ്പോൺസർഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ മാരേജുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. പാട്രിലീനിയൽ ഡിസ്റ്റന്റ്, ഇപ്പൊ ഒരു നമ്മൾ പറയുന്ന ഒരു പിന്നെ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അധികാര ഒരു ഒരു സിസ്റ്റം അതിന് വലിയ രീതിയിലുള്ള തകർച്ച നേരിടുന്നു. എല്ലാവരും തുല്യന്മാരാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് വരുന്നു. ഓക്കെ. അതേപോലെ തന്നെ പിന്നെ ഇൻട്രിക്കേറ്റ് റൂൾസ് ഓഫ് ഗോത്ര എക്സോഗമി ആൻഡ് കാസ്റ്റ് എൻഡോഗമി. എന്നിരുന്നാലും അതിന്റെ ഉള്ളിലൂടെ ഒക്കെ നമ്മൾ കാണുന്നിരിക്കുന്ന വില്ലേജ് എക്സോഗമി, ഗോത്ര എക്സോഗമി ഇപ്പോഴും വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട റോളുകളായി നിലനിൽക്കുന്നു. കാസ്റ്റ് എൻഡോഗമി ഇപ്പോഴും വളരെ പവർഫുൾ ആയിട്ട് തന്നെ നമുക്കതിൽ കാണാൻ സാധിക്കുന്നു. വിവാഹത്തിനെ വളരെയധികം റെഗുലേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു റൂളായിട്ട് നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോ ഇങ്ങനെയൊക്കെ 21st സെഞ്ചുറിയിൽ നമ്മൾ റൂറൽ തലത്തിലുള്ള വിവാഹങ്ങളെയും അതുപോലെ ഫാമിലി സ്ട്രക്ചറിനെയൊക്കെ നോക്കുമ്പോൾ പഴയ ഒരു സിസ്റ്റത്തിൽ നിന്നും വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും അതിന്റെ ആ തനിമയെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരുപാട് റൂളുകൾ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് ഈ ഒരു യൂണിറ്റ് പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്തത്. അപ്പോ ഈ ഒരു ഒന്നാമത്തെ ഈ ഒരു യൂണിറ്റ് നമ്മളത് അവസാനിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഡൗട്ടുകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോ അങ്ങനെ ഇല്ല. കാരണം നല്ലവണ്ണം ക്ലിയർ ആയിട്ടാ പറഞ്ഞത്. ഇനിയിപ്പോ പുസ്തകം കിട്ടിക്കഴിയുമ്പോൾ ഒന്നുകൂടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം മനസ്സിലേക്ക് വരും. നല്ലോണം പിക്കപ്പ് ആകാൻ പറ്റും. ഓക്കെ, താങ്ക് യു സർ. പോയിന്റുകളൊന്നും വിടാതെ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് സമയം നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, വളരെ ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. രണ്ടാമത്തെ യൂണിറ്റ് കാസ്റ്റ് ഇൻ റൂറൽ സൊസൈറ്റി എന്നതാണ്. അപ്പൊ ഇവിടെ മറ്റുള്ള പുസ്തകങ്ങളിൽ മറ്റു നമ്മുടെ പഴയ മുൻ സെമസ്റ്ററുകളിലുള്ള കോഴ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കോഴ്സിലൊക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. നമുക്കൊന്നുകൂടെ വിശദീകരിക്കാം. ഓക്കെ. ഇപ്പൊ രണ്ടാമത്തെ യൂണിറ്റ് കാസ്റ്റ് ഇൻ റൂറൽ സൊസൈറ്റി എന്നതാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ കിൻഷിപ്പ് ആൻഡ് ഫാമിലി പറഞ്ഞു. ഇനി അതേപോലെ ജാതി എന്നുള്ളത് റൂറൽ തലങ്ങളിൽ എങ്ങനെയാണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഒബ്സർവേഷൻ ഒക്കെ നടത്തുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നതെന്ന് കാണാൻ പറ്റുക. ഇതില് നിങ്ങളിപ്പോ എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ സെമസ്റ്റർ നമ്മുടെ ഇൻട്രൊഡക്ഷൻ, രണ്ടാമത്തെ സോഷ്യോളജി ഇൻ ഇന്ത്യ, മൂന്നാമത്തെ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ്, നാലാമത്തെ സൊസൈറ്റി ഇൻ ഇന്ത്യ. ഈ സൊസൈറ്റി ഇൻ ഇന്ത്യ എന്നുള്ള പാഠം ഇപ്പൊ കഴിഞ്ഞ സെമ്മിൽ അല്ല അതിന് മുമ്പത്തെ സെമ്മിൽ നിങ്ങൾ പഠിച്ചപ്പോൾ അതിൽ ഏകദേശം നമ്മൾ കാസ്റ്റും അതുപോലെ ക്ലാസ് ഒക്കെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താണ് കാസ്റ്റ് സിസ്റ്റം എന്താണ്, എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത്, അതിന്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ്, അതിന്റെ ചേഞ്ചുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ ഒന്നുകൂടെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പഠനമാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ചെയ്യാനുള്ളത്.
അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ളത് വേൾഡിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു രീതിയാണ് ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. വേൾഡിൽ നമ്മൾ ഒരു രാജ്യത്ത് പോയാലും ആളുകളെ മനുഷ്യരെ ഇതുപോലെ തട്ടുകളാക്കി വെച്ചിട്ടുള്ള ഉന്നത ജാതി താഴ്ന്ന ജാതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു തട്ടുകളാക്കി വെക്കുന്ന ഒരു പ്രാക്ടീസ് നമുക്ക് എവിടെയും കാണാൻ സാധ്യമല്ല. അത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ത്യയിൽ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത കൂടിയാണ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നമ്മുടെ പിന്നെ ഈ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഒക്കെ നമ്മൾ ആചരിക്കുന്ന സമയങ്ങളിൽ ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിന്റെ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷനെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ അതിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവാണ് അവർ രൂപപ്പെടുത്തിയത്. ഗ്ലോബൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ലോകത്ത് കാണുന്നതൊക്കെ ആളുകൾ പിന്നെ റേഷ്യലായിട്ട് അതുപോലെ മതപരമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള വേർതിരിവുകളാണ് കാണുന്നത്. പക്ഷേ ഈ കാസ്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ വേൾഡിൽ വേറെ എവിടെയും അത് അത്രമാത്രം വിസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ ഡിക്ലറേഷനൊന്നും ഈ കാസ്റ്റ് എന്നുള്ള ഒരു ടെർമിനോളജി ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ വലിയ രീതിയിൽ വിമർശിക്കാറുണ്ട്. മാത്രമല്ല അത് മോഡിഫൈ ചെയ്യണമെന്നും കാസ്റ്റിനെ അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതൊക്കെ പറയാറുണ്ട്. അതിനനുസൃതമായിക്കൊണ്ടുള്ള വലിയ ഡെവലപ്മെന്റ്സ് പിന്നീട് അതിന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൊസൈറ്റിയെ വളരെ ക്ലോസ്ഡ് ആക്കി വെക്കുന്ന, ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ മൊബിലിറ്റി ഇല്ലാത്ത രീതിയിൽ ഒരു ജാതിയിൽ ജനിച്ച ആൾ അതേ ജാതിയിൽ തന്നെ തുടരുന്ന ഒരു പ്രത്യേകമായ രീതി, അതിനെയാണ് നമ്മൾ ഈ ക്ലോസ്ഡ് സിസ്റ്റം എന്നത് അല്ലെങ്കിൽ ഫിക്സഡ് സിസ്റ്റം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കാസ്റ്റ് ഇൻ റൂറൽ സൊസൈറ്റി, ഏർലി എക്സ്പ്ലനേഷൻ ഓഫ് ദ കാസ്റ്റ്, ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പൊ ചാതുർവർണ്ണ സിസ്റ്റം, ഇതാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ സിവിലൈസേഷന്റെ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ. സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ ലെയർ എന്നാണ് അർത്ഥം. അപ്പൊ ഭൂമിയെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഭൂമിക്ക് ഒരുപാട് ലെയറുകൾ ഉണ്ടെന്ന് നമ്മൾ പറയാം അല്ലെ. അപ്പോ പിന്നെ ഏറ്റവും താഴെ ക്രസ്റ്റ് ഉണ്ട്, അതിന്റെ മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ, അങ്ങനെ ഓരോ സ്ഫിയറുകളാക്കി പറയാറുണ്ട്. ആകാശത്തിന്റെ പിന്നെ നമ്മൾ എന്താ പറയാ, നമ്മൾ അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആകാശത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഓരോ തട്ടുകളാക്കി പറയാറുണ്ട്. അപ്പൊ അതേപോലെ ആ ലെയറുകളാക്കിയിട്ട് വെക്കുന്നതിനെയാണ് നമ്മളിവിടെ സ്ട്രാറ്റ അല്ലെങ്കിൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇപ്പൊ ചാതുർവർണ്ണ സിസ്റ്റം നോക്കുമ്പോൾ 4 വർണ്ണകളാണുള്ളത്. ബ്രാഹ്മിൻസ്, ക്ഷത്രിയ, വൈശ്യ ആൻഡ് ശൂദ്ര, ഇങ്ങനെ 4 പിന്നെ വർണ്ണങ്ങളാണുള്ളത്. ഈ 4 വർണ്ണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 4 ജാതികൾ എന്നല്ല, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ജാതികളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പൊ ബ്രാഹ്മിൻസിൽ തന്നെ ഒരുപക്ഷെ 100 കണക്കിന് ജാതികൾ ഉണ്ടായിരിക്കാം. അപ്പൊ ജാതി എന്നുള്ള ടേമും കാസ്റ്റ് വർണ്ണ എന്നുള്ള ടേമും രണ്ടായിട്ടാണ് വരുന്നത്. പക്ഷെ വർണ്ണ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകമായ ഒരു കാറ്റഗറിയാണ്. ഓക്കെ, ജാതിയാകുമ്പോൾ അതിന്റെ ഉള്ളിൽ പെടുന്ന പല രീതിയിലുള്ള ജാതികളെ പക്ഷെ നമുക്കതിൽ കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ സൊസൈറ്റിയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഒരു തലമുറയൊക്കെ ആ 2 ടേമുകളെയും അത്രയും അക്കാഡമിക്കലി അല്ലെങ്കിൽ ഇന്റലക്ച്വലി ആയിട്ട് നമ്മൾ ആരും അതിനെ ഡിസ്കസ് ചെയ്യാറില്ല. വർണ്ണ എന്ന് പറഞ്ഞാലും ജാതി എന്ന് പറഞ്ഞാലും കാസ്റ്റ് എന്ന് പറഞ്ഞാലും രണ്ടും ഇന്റർചേഞ്ചബിളി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സൈമിൾട്ടേനിയസ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ബ്രാഹ്മിൻസ് എന്താന്ന് വെച്ചാൽ അത് ബ്രാഹ്മിൻ എന്നുള്ള ഏറ്റവും ഹയസ്റ്റ് വർണ്ണയാണ് നമ്മൾ പറയും, ഹയസ്റ്റ് കാസ്റ്റ് ആണെന്ന് നമ്മൾ പറയും. അപ്പൊ രണ്ടും വർണ്ണയും ജാതിയെയും ഒരേ മീനിങ്ങിൽ തന്നെയാണ് നമ്മുടെ യൂസേജിൽ, നമ്മുടെ നോർമൽ യൂസേജിൽ നമ്മൾ കൊണ്ടുപോകാറുള്ളത്. ഇനി ഇന്ത്യൻ സോഷ്യൽ ഓർഡറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പില്ലറുകൾ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കാസ്റ്റ്, മറ്റൊന്ന് ജോയിന്റ് ഫാമിലി ആൻഡ് വില്ലേജ്. ഇത് 3മാണ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു കണ്ടംപററി സൊസൈറ്റിയെ കുറിച്ചല്ല, ഇന്ത്യയുടെ ഒരു നമ്മുടെ ഒരു ചരിത്രം മുതൽക്കുള്ള ഒരു ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാസ്റ്റ് എന്നുള്ള വേർഡ് സ്പാനിഷ് വേർഡായിട്ടുള്ള കാസ്റ്റ അഥവാ അതിനർത്ഥം ബ്രീഡ്, ലീനേജ് എന്നൊക്കെയാണ്. അതേപോലെ തന്നെ സംസ്കൃത വേർഡിലുള്ള കാസ്റ്റ, കേസ്റ്റ് അഥവാ വർണ്ണ, അതിൽ നിന്നുമാണ് ഉത്ഭവിച്ചത്. അതിന്റെ അർത്ഥം കളർ എന്നുള്ളതാണ്. ഹിന്ദു ഫിലോസഫി പ്രകാരം അതേപോലെ തന്നെ എന്താണ് ആളുകളുടെ കസ്റ്റംസ്, ട്രഡീഷൻസ്, മാരേജ്, ഫാമിലി, ഫുഡ്, വർക്ക്, ഡ്രസ് ഹാബിറ്റ്, ഇതൊക്കെ കാസ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇപ്പോൾ ഏത് ജാതിയിൽപ്പെട്ട ആളാണോ ആ ജാതിക്കനുസരിച്ചുള്ള ഭക്ഷണം വേണം, വസ്ത്രം വേണം, വിവാഹങ്ങൾ എങ്ങനെയായിരിക്കണം, ഇന്ന ആചാരങ്ങളെ ചെയ്യാൻ പറ്റൂ, ഇങ്ങനെ ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിൽ ഓരോരുത്തരെയും ലൈഫിനെ അല്ലെങ്കിൽ ലൈഫിലെ ഓരോ മൊമെന്റിനെയും ഡിഫൈൻ ചെയ്യുന്ന ഒരു ഘടകമായിട്ട് കാസ്റ്റ് മാറിയിട്ടുണ്ട് എന്നതാണ്. ഇന്ത്യയിൽ ഏകദേശം 3000-ലധികം കാസ്റ്റുകളും സബ് കാസ്റ്റുകളും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ സോഷ്യോളജിക്കൽ ഫ്രെയിംവർക്ക് ഓഫ് ദ ഇന്റർ കാസ്റ്റ് ഡൈനാമിക്സ്. ഇനി കാസ്റ്റുകൾക്കിടയിലുള്ള ആളുകളുടെ ബന്ധം, അതിന്റെ ഇടയിലുള്ള മൊബിലിറ്റി, ഇത് ഏതൊക്കെ രീതിയിലാണ് എന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ റൂറൽ സോഷ്യോളജി അല്ലെങ്കിൽ റൂറൽ തലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇന്ത്യയുടെ റൂറൽ സൊസൈറ്റികൾ കംപ്ലീറ്റ് കാസ്റ്റ് റിഡൻ ആണ് അല്ലെങ്കിൽ ജാതിയിൽ അധിഷ്ഠിതമാണെന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ ഏർലി സോഷ്യോളജിസ്റ്റുകളായിട്ടുള്ള കാൾ മാക്സും അതുപോലെ മാക്സ് വെബർ ഒക്കെ അവര് ഈ കാസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പഠനങ്ങൾ നടത്തി എന്നല്ല, പക്ഷേ കാസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പഠനങ്ങൾക്ക് വേണ്ട ഗ്രൗണ്ട് വർക്കുകൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. രണ്ടുപേരും
എക്കണോമിക്കലി ആയിട്ടാണ് പഠനങ്ങൾ നടത്തിയത്. പക്ഷേ ആ എക്കണോമിക്കലി പഠനങ്ങൾ നടത്തുമ്പോൾ അതിൽ കാൾ മാക്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ആളുകൾക്കിടയിലുള്ള സോഷ്യൽ ഡിസ്ക്രിമിനേഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഡിസ്ക്രിമിനേഷൻ പറയുമ്പോൾ അദ്ദേഹം അവിടെ സോഷ്യൽ സ്റ്റാറ്റസിനെയാണ് അദ്ദേഹം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്, സോഷ്യൽ സ്റ്റാറ്റസിനെ. അഥവാ ഒരു വിഭാഗം ക്ലാസ്സും നമ്മൾ പറയുന്ന പോലെ തന്നെ പ്രോലിറ്റേറിയറ്റും മറ്റേ വിഭാഗം ബൂർഷകളുമായിട്ട് മാറുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ അതിലേക്ക് തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് മെറ്റീരിയൽ പ്രൊഡക്ഷൻ ആര് നടത്തുന്നു, അതേപോലെ തന്നെ ആർക്കാണ് സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ളത്, ഏതൊക്കെ സോഷ്യൽ റാങ്കുകൾ പിന്നെ ആരാണ് കൈവശപ്പെടുത്തിയിട്ടുള്ളത്, പവർ ആരാണ് പിന്നെ കൈവശപ്പെടുത്തിയിട്ടുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഉന്നത ജാതികൾ എന്ത് ചെയ്യുന്നു, അതിന്റെ കീഴിൽ പഠനങ്ങൾ നടത്തുമ്പോൾ ഉന്നത ജാതിക്കാർ ഇതെല്ലാം എൻജോയ് ചെയ്യുന്നതും മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും നമുക്ക് കാണാൻ പറ്റും. ഇനി മാക്സ് അവരുടെ ഒരു ഡെഫിനിഷൻ പ്രകാരം സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സോഷ്യൽ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് മാക്സ് വെബർ ഒന്നുകൂടെ കാൾ മാക്സിനേക്കാൾ, കാൾ മാക്സ് വെറും സ്റ്റാറ്റസിൽ അല്ലെങ്കിൽ ക്ലാസ്സിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ മാക്സ് വെബർ പറയുന്നത് അത് ഈ സോഷ്യൽ ഇനീക്വാലിറ്റി എന്നുള്ളത് ഇറ്റ് ഇസ് ബേസ്ഡ് അപ്പോൺ ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ പവർ ഉണ്ട്, സ്റ്റാറ്റസ് ഉണ്ട്. പ്രത്യേകിച്ചും സൊസൈറ്റിയിൽ അധികാരത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് അല്ലെങ്കിൽ ഡിവിഷൻ നമുക്ക് കാണാൻ പറ്റും. സ്റ്റാറ്റസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള, അതാണ് പ്രത്യേകിച്ച് കാസ്റ്റ് വരുന്നത്. അങ്ങനെയുള്ള ഒരു പിന്നെ ഡിവിഷൻ നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ ക്ലാസ് ഓൾറെഡി പിന്നെ കാൾ മാക്സ് പറഞ്ഞു വെച്ചതാണ്. അപ്പൊ ഒരു സ്റ്റാറ്റസ് ഗ്രൂപ്പ് കൂടി ഉണ്ട് സമൂഹത്തിലുണ്ട് എന്നാണ് മാക്സ് വെബർ പറയുന്നത്. അപ്പൊ സ്റ്റാറ്റസ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ കാൾ മാർക്സിനേക്കാളും ഒന്നുകൂടി മാക്സ് വെബർ പറഞ്ഞ തിയറി പ്രകാരമാണ് നമുക്ക് കാസ്റ്റിനെ ഡിസ്കസ് ചെയ്യാൻ പറ്റുക. സമൂഹത്തിൽ ഉന്നത സ്ഥാനം പുലർത്തുന്ന ആൾക്കാർ, അതാണ് നമ്മൾ പറയുന്ന ഹയർ കാസ്റ്റ്. മിഡിൽ അല്ലെങ്കിൽ വരുന്ന ആൾക്കാർ, ഇപ്പൊ ക്ഷത്രിയാസ് അതുപോലെ വൈശ്യാസും ഒക്കെ. മൂന്നാമത്തേത് അല്ല ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ശൂദ്രാസ്. അപ്പൊ അവർ ഏറ്റവും ലോവർ സ്റ്റാറ്റസിൽ വരുന്ന ആളുകൾ. അപ്പൊ ഇങ്ങനെ ഈ എന്താ പറയുക സ്റ്റാറ്റസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അനാലിസിസ് നടത്താൻ നമുക്ക് ഈ രണ്ട് കാൾ മാക്സിനെയും അതുപോലെ മാക്സ് വെബറുടെ ഒക്കെ തിയറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി സോഷ്യോളജിക്കൽ സ്റ്റഡി ഓഫ് കാസ്റ്റ് ഇസ് ജനറലി ഡിവൈഡഡ് ഇൻ ടു 2 frameworks. ഒന്ന് അട്രിബ്യൂഷണൽ അപ്രോച്ച്, മറ്റേത് ഇന്ററാക്ഷണൽ അപ്രോച്ച്. ഇങ്ങനെ കാസ്റ്റിനെ കുറിച്ചുകൊണ്ടുള്ള നമ്മുടെ സോഷ്യോളജിക്കായിട്ടുള്ള പഠനം രണ്ട് രീതിയിലായിട്ട് നമുക്ക് ഇതിനെ തിരിക്കാൻ പറ്റും. ആട്രിബ്യൂഷണൽ അപ്രോച്ച് എന്നുള്ളതും അതുപോലെ ഇന്ററാക്ഷണൽ അപ്രോച്ച്. എന്താണ് ആട്രിബ്യൂഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, ഇത് GS കുര്യയും അതുപോലെ JH ഹട്ടൻ, MN ശ്രീനിവാസ് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ സ്വീകരിച്ചുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ്. ഇവര് ഫോക്കസ് ചെയ്യുന്നത് ഓൺ ദ ഇൻഹറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഡിഫൈൻ ദ സിസ്റ്റം. ഇപ്പോ ഒരു കാസ്റ്റ് സിസ്റ്റം എന്ന് പറയണമെങ്കിൽ ആ കാസ്റ്റ് സിസ്റ്റത്തിന്റെ പിന്നെ എന്താ പറയാ അതിനെ കാസ്റ്റ് സിസ്റ്റം ആക്കി മാറ്റുന്ന ഇൻഹറന്റ് ക്യാരക്ടറിസ്റ്റിക് അഥവാ ജന്മന ലഭിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പരമ്പരാഗതമായിട്ട് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ആ ഗുണങ്ങളെ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടത് ഒരു കാസ്റ്റാണ് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ഇതിൽ GS കുര്യയാണ് ഏറ്റവും നന്നായിട്ട് അതിനെ കാസ്റ്റിനെ എന്താ പറയുക ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹം പറയുന്ന 6 ഗുണങ്ങൾ നമുക്ക് ഒരു കാസ്റ്റ് സിസ്റ്റം ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് സഹായിക്കും. അതിൽ ഒന്നാമത്തേത് ആ വിഭാഗം കാസ്റ്റ് സിസ്റ്റം ആണ് അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റത്തിന് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് സെഗ്മെന്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി ബൈ ബർത്ത് എന്നുള്ളതാണ്. അപ്പോ ജന്മന അല്ലെങ്കിൽ ആളുകളുടെ ജനനത്തിലൂടെ തന്നെ ആളുകൾ എന്ത് ചെയ്യുന്നു, അവരെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ജനിക്കുന്നതോട് കൂടെ തന്നെ ഇവൻ താഴ്ന്ന ജാതിയാണ്, ഇവൻ ഉന്നത ജാതിക്കാരനാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നത്. 2, ഈ ക്ലിയർ ഹയറാർക്കി. ഇവർക്കിടയിൽ ഒരു ഹയറാർക്കി, ഒരു ശ്രേണീകരണമുണ്ട്. ശ്രേണീകരണം എന്ന് പറഞ്ഞാൽ 4 ആൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ 4 ആൾക്കും ഒരുപോലെ ഇരിക്കാൻ പാടില്ല, 4 ആളും 4 സ്ഥലങ്ങളിലാണ് ഇരിക്കേണ്ടത്. റെസ്ട്രിക്ഷൻസ് ഓഫ് ദ ഫീഡിംഗ് ആൻഡ് സോഷ്യൽ ഇന്റർകോഴ്സ്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കച്ച ആൻഡ് പക്ക ഫുഡ്. ഭക്ഷണം കഴിക്കുന്നതിൽ, അത് കുക്ക് ചെയ്യുന്നതിൽ, അതിലൊക്കെ വലിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ കച്ച ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ബട്ടർ അല്ലെങ്കിൽ ഗീ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന നല്ല ഭക്ഷണം, അത് ഉന്നത ജാതിക്കാർക്കേ കഴിക്കാൻ പറ്റുള്ളൂ. മറ്റേ വിഭാഗക്കാർക്ക് പക്ക ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കൊണ്ട് സ്റ്റീം ചെയ്തിട്ട് നമ്മളെ കഞ്ഞി അല്ലെ, പഴയ കാലഘട്ടത്തിലെ മുതിർന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കറിയാം കുടിയാന്മാരെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്തായിരുന്നു. കുടിയാന്മാർക്ക് ഈ എന്താ പറയാ നിലത്ത് കുത്തിയ കുമ്പിള് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ പ്ലാവിന്റെ ഇല അല്ലെങ്കിൽ പോലെ തേക്കിന്റെ ഇല അങ്ങനത്തെ ഇലയിലൊക്കെ കുമ്പിളിൽ കുത്തിയ കഞ്ഞി അതാണ് കൊടുക്കുക. അപ്പൊ കഞ്ഞി അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുന്ന വെള്ളത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഫുഡുകൾ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഡിസ്ക്രിമിനേഷൻ പ്രാക്ടീസുകൾ. മറ്റൊന്ന് സിവിൽ ആൻഡ് റിലീജിയസ് ഡിസബിലിറ്റി. അവര് മനുഷ്യരാണെങ്കിൽ തന്നെയും അവർക്ക് ചെയ്യാൻ പാടില്ല, റിലീജിയസ് ആയിട്ട് അവർക്ക് അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ പാടില്ല, വേദങ്ങൾ വായിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ലാക്ക് ഓഫ് ഒക്കുപേഷണൽ ചോയ്സ്. അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ പറ്റില്ല, മറിച്ച് അവർ ഇന്ന ജാതിയാണ് അപ്പൊ ഇന്ന ജോലിയെ ചെയ്യാൻ പറ്റും.
നമ്മുടെ നാട്ടിലൊക്കെ പല ജാതികളെയും ആ ജാതികളുടെ ജോലിയിലേക്ക് ചേർത്തുകൊണ്ടാണ് ആ ജാതികൾ അറിയപ്പെടുന്നത്, അല്ലെ? ഓരോ ജാതിക്കാർക്കും അവർ ചെയ്യുന്ന ജോലി എന്താണ്, ആ ജോലിയിലേക്ക് ചേർത്തുകൊണ്ടാണ് അവർ പേരുകൾ വരിക. എൻഡോഗമി മാത്രമല്ല, ആ ഗ്രൂപ്പിന് അവരുടെ ഗ്രൂപ്പിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പോ ഇങ്ങനെ GS ഗുരിയ ഒരു കാസ്റ്റ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിനെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് JH ഹട്ടൻ, അദ്ദേഹം ഈ പോയിന്റുകളൊക്കെ പറഞ്ഞോട് കൂടെ തന്നെ അതിന് പുറമെ അദ്ദേഹം പറയുന്നത് എൻഡോഗമിയും അതേപോലെ തന്നെ സ്ട്രിക്റ്റ് കോമൻസാലിറ്റി എന്ന് പറഞ്ഞാൽ ഫുഡ് ഷെയറിങ്, ഇത് രണ്ടും ഒരു ജാതിയുടെ ഒരു കാസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എസൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. MN ശ്രീനിവാസ് ഇതിലേക്ക് ഒന്നുകൂടെ ചേർത്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് ദ കൺസെപ്റ്റ് ഓഫ് സാൻസ്ക്രിറ്റൈസേഷൻ. സാൻസ്ക്രിറ്റൈസേഷൻ നമ്മൾ രണ്ടാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ പഠിച്ചതാണ്. അവിടെ എന്താന്ന് വെച്ചാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യുന്ന ഉന്നത ജാതിയിൽപ്പെട്ട ആളുകളുടെ സ്വഭാവങ്ങൾ, ഇപ്പൊ വെജിറ്റേറിയൻ മാത്രം കഴിക്കുക, അങ്ങനെ കുറെ കാലത്തേക്ക് അവരങ്ങനെ കഴിച്ചിട്ട് 50-60 വർഷം കഴിഞ്ഞ് 1-2 തലമുറകൾക്ക് മാറുമ്പോൾ അവരും ഒരു ഡോമിനന്റ് കാസ്റ്റായി ഉന്നത ജാതിക്കാരായിട്ട് മാറുന്നു എന്നുണ്ട്. അപ്പൊ അതിനപ്പോഴേക്കും അവർക്ക് ആവശ്യമായ രീതിയിൽ ഭൂമിയുടെ ഉടമകളായിട്ട് മാറും, വലിയ സ്ട്രെങ്ത് നമ്പറിൽ അവർ ഒരുപാട് ആളുകളായി മാറും. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവർ കാസ്റ്റ് മൊബിലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ള. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ അട്രിബ്യൂഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഓരോ കാസ്റ്റിനെയും അതിന്റെ അട്രിബ്യൂട്ട്സ് വെച്ചുകൊണ്ട് നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുക, അങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നതാണ്. രണ്ടാമത്തേത് ഇന്ററാക്ഷണൽ അപ്രോച്ച്. ഇന്ററാക്ഷണൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇത് ഫോക്കസസ് ഓൺ ഹൗ കാസ്റ്റ് ആക്ച്വലി റാങ്ക് ആൻഡ് റിലേറ്റ് ടു വൺ അനദർ ഇൻ പ്രാക്ടീസ്. എങ്ങനെയാണ് ഒരു ജാതി മറ്റൊരു ജാതിയുമായിട്ട് ഇടപഴകുന്നത്, അതിന്റെ ഇന്ററാക്ഷൻസ് എങ്ങനെയാണ്, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പഠനങ്ങളാണ്. ഇതിൽ മെക്കിമാരിയേറ്റ്, FG ബെയ്ലി ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇവർ പറയുന്നത് റിച്വൽ ഹയറാർക്കി എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നിടത്ത് ഒരു പ്രത്യേകമായ ശ്രേണീകരണമുണ്ട്. അപ്പൊ ആ ശ്രേണീകരണം അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ സമൂഹത്തിന്റെയും സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോ അമ്പലത്തിൽ പൂജ ചെയ്യാൻ ആർക്കാണോ അനുവാദമുള്ളത് ആ ആളുകൾക്കാണ് ഭൂവുടമകളാവാനുള്ള അനുവാദമുള്ളൂ. ഭൂവുടമകളാകുന്ന ആളുകൾ ആരാണോ അവർക്കാണ് ആ വില്ലേജിൽ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം വരുന്നുള്ളൂ. അപ്പോൾ റിച്വൽ പ്യൂരിറ്റി ആയിരിക്കാണോ ഉള്ളത്, ആ റിച്വൽ പ്യൂരിറ്റി ഉള്ള ആൾക്കാർ എക്കണോമിക്കലി അവർ പവർഫുൾ ആകുന്നു, പൊളിറ്റിക്കലി അവർ പവർഫുൾ ആകുന്നു. ഇങ്ങനെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ബെയ്ലി സ്റ്റഡി ഓഫ് ബിസിപ്പാര, അതൊരു വില്ലേജ് ആണ്, ഷോഡ് ദാറ്റ് വെൻ എ കാസ്റ്റ് ലോസസ് ലാൻഡ് its ritual status and interactional patterns such as whose food is accepted also plummet. മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ജാതി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആട്രിബ്യൂട്ട്സ് മാത്രമല്ല, ഒരു ജാതിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന് ആവശ്യമായ ലാൻഡ് ഉണ്ടായിരിക്കണം, റിച്വൽ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം, മറ്റുള്ള ഇതൊക്കെ ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ്. അപ്പൊ ഒരു ഭൂവുടമകളായിരുന്ന വലിയൊരു ജാതിയിൽപ്പെട്ട ആൾക്കാർ അവർ പക്ഷെ കടക്കാരായി എല്ലാ ഭൂമിയും അവർ വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് സമൂഹത്തിലുള്ള സ്ഥാനം പിന്നെ എന്ത് ചെയ്യും, അങ്ങനെ ഇല്ലാതെയാകുന്നു. അപ്പൊ പിന്നെ അവർക്ക് റിച്വൽ സ്റ്റാറ്റസ് ഇല്ല. അതേപോലെ തന്നെ അവരുണ്ടാക്കുന്ന എന്താ പറയാ ഫുഡ് പ്രൊഡക്ഷൻ അതൊക്കെ പൂർണ്ണമായിട്ടും പിന്നീട് ഇങ്ങനെ കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു, നമ്മൾ ഇതുവരെ പറഞ്ഞതിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ലൂയിസ് ഡുമോണ്ട് അദ്ദേഹം മറ്റൊരു സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹം പ്രൊവൈഡ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഇന്ററാക്ഷൻ തിയറി ഇൻ ഹിസ് വർക്ക് ഓഫ് ഹോമോ ഹെറാർക്കിക്കസ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേരാണ് ഹോമോ ഹെറാർക്കിക്കസ് എന്നുള്ളത്. അദ്ദേഹം പറയുന്നത് എൻറ്റയർ സിസ്റ്റം ഈസ് ഗവേൺഡ് ബൈ ദ ഐഡിയോളജിക്കൽ പൊസിഷൻ ബിറ്റ്വീൻ ദ പ്യൂർ ആൻഡ് ഇൻപ്യൂർ. അദ്ദേഹം പറഞ്ഞത് കാസ്റ്റ് സിസ്റ്റത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5, 6, 7 അട്രിബ്യൂട്ട്സിനെ വെച്ചുകൊണ്ടൊന്നല്ല. അവിടെ പ്യൂരിറ്റി ആൻഡ് ഇംപ്യൂരിറ്റി എന്ന് പറയുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ ആരാണോ പ്യൂർ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്കത് ചെയ്യാൻ പറ്റൂ, അവർക്കത് അനുമതിയുള്ളൂ. അതാണ് പ്യൂരിറ്റി. മറ്റേത് ഇംപ്യൂർ ആണ്. മറ്റുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ ചെയ്യുന്ന അവരുടെ ഫുഡ്, അവരുടെ മറ്റുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇംപ്യൂർ ആയിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഡുമോണ്ട് പറയുന്നത് ഹയറാർക്കി എന്നുള്ള ഇസ് എ റിലീജിയസ് പ്രിൻസിപ്പിൾ വേർ ദ സ്റ്റാറ്റസ് ദ പ്രീസ്റ്റ് ഈസ് സുപ്പീരിയർ ടു ആൻഡ് സെപ്പറേറ്റ് ഫ്രം പവർ ദ കിങ്. ഓക്കെ, അദ്ദേഹം പറയുന്നു എന്താന്ന് വെച്ചാൽ ഇപ്പോ ഡുമോണ്ടിനെ സംബന്ധിച്ചിടത്തോളം റിലീജിയസ് പ്രിൻസിപ്പിൾ വരുന്ന സമയത്ത് ഈ ഹയറാർക്കി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരു തത്വമായാണ് പരിഗണിക്കപ്പെടുന്നത്. അവ രാജാവിനേക്കാളും ഉന്നതമായ സ്ഥാനത്താണ് ആ പ്രീസ്റ്റ് വരുന്നത്. കാരണം രാജാവിനെ ഈ ഒരു പ്യൂരിറ്റിയുടെ കാര്യം വെച്ച് അളന്നു നോക്കുമ്പോൾ രാജാവ് ക്ഷത്രിയനാണ്, എന്താ പറയാ ഏറ്റവും ടോപ്പിൽ വരുന്ന പ്രീസ്റ്റ് ആയിട്ട് വരുന്ന ആള് അയാൾ ബ്രാഹ്മിനാണ്, അത് ഏറ്റവും പ്യൂർ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ആ പ്യൂരിറ്റിയുടെയും എന്താ പറയുക ഇംപ്യൂരിറ്റിയും അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. മറ്റൊന്ന് റീസെന്റ് ചേഞ്ചസ് ഇൻ ദ കാസ്റ്റ് സിസ്റ്റം. ഇനി കാസ്റ്റ് സിസ്റ്റത്തിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ അടുത്ത കാലത്തായിട്ട് ഉണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ സോഷ്യോളജിസ്റ്റുകളും അതുപോലെ ഹിസ്റ്റോറിയൻസും ഒക്കെ ധാരാളം ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും
ഒരു പ്രധാനപ്പെട്ട ഒബ്സർവേഷൻസ്, ഇന്ത്യൻ സൊസൈറ്റി വാസ് നെവർ സ്റ്റാറ്റിക്. ഇന്ത്യൻ സൊസൈറ്റി ഒരിക്കലും തന്നെ എന്താ പറയാ ഒരു ഒരു പിന്നെ ചലനാത്മകമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സ്റ്റാറ്റിക് ആയിരുന്നില്ല, അപ്പൊ നിശ്ചലമായിരുന്നില്ല എന്നാണ് അധിക ആളുകളും പറയുന്നത്. ആ റോമില താപ്പ്, ബട്ടൻസ്റ്റൈൻ, രാമകൃഷ്ണ മുഖർജി, എ.ആർ. ദേശായി ആൻഡ് എം.എൻ. ശ്രീനിവാസ് തുടങ്ങിയ ആൾക്കാരൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് അങ്ങനെയായിരുന്നു കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി നമ്മൾ കാസ്റ്റ് ബേസ്ഡ് ആണ്, കാസ്റ്റ് സിസ്റ്റം നിലനിന്നിരുന്നു, അത് വളരെ ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞാലും ഇതിന്റെ ഉള്ളിലൂടെയൊക്കെ നമുക്ക് ഒരു സോഷ്യൽ മൊബിലിറ്റി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ സൊസൈറ്റി ഒരിക്കലും സ്റ്റാറ്റിക് ആണെന്ന് പറയാൻ സാധ്യമല്ല. ദർ ആർ 3 കൺവെൻഷണൽ പാത്വേസ് ഓഫ് ദ സോഷ്യൽ മൊബിലിറ്റി. പ്രധാനമായിട്ട് 3 രീതിയിലൂടെയാണ് ഈ മൊബിലിറ്റി ഉണ്ടായിരുന്നത്. ഒന്ന് ട്രാൻസ്ക്രിറ്റൈസേഷൻ, മറ്റൊന്ന് മൈഗ്രേഷൻ, മൂന്നാമത്തേത് റിലീജിയസ് കൺവേർഷൻ. അപ്പോൾ സംസ്കൃതൈസേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ ഉന്നത ജാതിയിൽപ്പെട്ട ആളുകളുടെ സ്വഭാവം, അവരുടെ ജീവിത രീതി, അവരുടെ ഫുഡ് പ്രാക്ടീസ് ഒക്കെ സ്വീകരിക്കുന്നു, അങ്ങനെ അവർ വലിയ ജാതിക്കാർ, ഉന്നത ജാതിക്കാരായിട്ട് മാറുക. രണ്ടാമത്തേത് മൈഗ്രേഷൻ അല്ലെ. ഇപ്പോ ആളുകൾ ഇപ്പോൾ ഡൽഹി, അതുപോലെ മുംബൈ, ചെന്നൈ ഒക്കെ തുടങ്ങിയുള്ള വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്ക് വരുമ്പോൾ ഇവര് ഒരുപക്ഷെ വരുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരായിരിക്കാം. അവരിങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ വരുമ്പോൾ ഇവർക്ക് ഇവരുടെ ജാതി അറിയുന്നില്ല അല്ലെ. ഇവിടെ വരുമ്പോൾ നല്ല എന്താ പറയാ ഫോർമൽ ഡ്രസ്സൊക്കെ അവർ ധരിച്ച് നല്ല എന്താ പറയാ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ആളുകളെ പോലെ അവർ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഈ ഒരു മാറ്റം വരുന്നു. മറ്റൊന്ന് റിലീജിയസ് കൺവേർഷൻ, മതപരിവർത്തനത്തിലൂടെയും ഈ മാറ്റങ്ങൾ ഇത് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. ലോവർ കാസ്റ്റുകളിലെ ട്രൈബുകൾ ഇവരൊരു പക്ഷേ പ്രധാനമായിട്ടും ധാരാളമായി അവർ സമ്പത്തും അതുപോലെ പൊളിറ്റിക്കൽ പവർ ഒക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ട് അവർ ഉന്നത ജാതിക്കാരായിട്ട് ഇവർ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പിന്നെ ലൈഫ് സ്റ്റൈൽ ഒക്കെ മാറ്റി സാൻസ്ക്രിറ്റൈസ് ചെയ്ത് ഉയർന്ന ജാതിയിലേക്ക് മാറി വരുന്നത് കാണാൻ പറ്റും. ഇതിന് ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, പൊളിറ്റിസൈസേഷൻ, മോഡേൺ എഡ്യൂക്കേഷൻ, ലീഗൽ സിസ്റ്റം, ലാൻഡ് റിഫോംസ്, ഡെവലപ്മെന്റുകൾ, ഇതൊക്കെ അതിന് വലിയ കാരണമായിട്ടുണ്ട്. അപ്പൊ ലീഗൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അല്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, അപ്പോ SC/ST കാറ്റഗറിക്കൊക്കെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിസർവേഷൻ കൊടുത്തു അല്ലെ. ഗവൺമെന്റുകൾ OBC എന്താ പറയാ റിസർവേഷൻ സിസ്റ്റം കൊണ്ടുവന്നു. ലാൻഡ് റിഫോംസ്, അപ്പൊ പഴയ കാലത്തൊക്കെ 50, 100 ഹെക്ടറുകൾ ഓരോരുത്തരെ കൈക്കലാക്കി വെച്ചിരുന്ന ഭൂപരിഷ്കരണ നിയമങ്ങൾ വന്നപ്പോൾ ഓരോരുത്തർക്കും 10 ഏക്കർ അല്ലെങ്കിൽ 5 ഏക്കർ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള നിയമങ്ങൾ വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും മിച്ചം വരുന്ന ഭൂമികൾ സർക്കാർ ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് അത് വീതിച്ചു കൊടുത്തു. അപ്പൊ എല്ലാ ആളുകളും ലാൻഡ് ഓണേഴ്സ് ആയിട്ട് മാറി അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ റൂളുകളൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കൂടിയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു ദീസ് സ്റ്റഡീസ്, കാസ്റ്റ് സിസ്റ്റം ഹാസ് ഓൾവേസ് ഇന്ററാക്റ്റഡ് വിത്ത് ആൻഡ് റെസ്പോണ്ടഡ് ടു സോഷ്യൽ പ്രഷേഴ്സ് സച്ച് ആസ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്. ഇനി നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ വില്ലേജ് തലത്തിലെ കാസ്റ്റ് സിസ്റ്റം നോക്കുമ്പോഴും ഈ കാസ്റ്റ് എപ്പോഴും എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ സാധനങ്ങളുമായിട്ട് പലപ്പോഴും എൻഗേജ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒരു രണ്ട് തലത്തിൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ മാറ്റാൻ പറ്റും. ഒന്ന് പ്രീ മോഡേൺ, ഇപ്പൊ മോഡേൺ കാലഘട്ടത്തിന്റെ മുമ്പ് ഈ കാസ്റ്റ് എങ്ങനെയായിരുന്നു കാസ്റ്റ് ഡൈനാമിക്സ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തത് മോഡേൺ കാലഘട്ടത്തിൽ അതെങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നല്ലേ. ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് പ്രധാനമായിട്ടും എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരു പോപ്പുലേഷൻ മൊബിലിറ്റി അല്ലെങ്കിൽ ഈ കാസ്റ്റ് ബേസ്ഡ് ഒരു മൊബിലിറ്റി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക. പിന്നെ അതിനുശേഷം എന്ത് ചെയ്തു, ഒരു ഇന്ത്യ സ്വതന്ത്രമാകുകയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ഇപ്പോൾ നമ്മൾ പറയുന്ന റിസർവേഷൻ സിസ്റ്റം, ലാൻഡ് റിഫോംസ്, അതുപോലെ ലീഗൽ സിസ്റ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇതിനെ തുടർന്നുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഡെമോഗ്രാഫിക് സിറ്റുവേഷനിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരുന്നു, മറ്റൊന്ന് ലാൻഡുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ എന്താ പറയുക പരിഷ്കാരങ്ങൾ വരുമ്പോൾ അതിനെ തുടർന്നുകൊണ്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധ്യമാണ്. ഇനി സ്ട്രക്ചറൽ ചേഞ്ച്, ഇപ്പോൾ നമ്മളിപ്പോ ഒരു കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു, അതിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പറഞ്ഞു, അതിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുകൊണ്ട് ചെറിയ ട്രെൻഡ്സ്, കറണ്ട് ട്രെൻഡ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അതിന്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതാണ്. British began the process of modernization and westernization by enacting a series of new economic and political policies that had a significant impact on the social formation. അപ്പൊ ഇന്ത്യൻ സൊസൈറ്റി അതൊരു സൊസൈറ്റിയായി ഫോം ചെയ്യുന്നതിൽ ബ്രിട്ടീഷുകാർക്ക് വലിയ റോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് പോസിറ്റീവായിട്ടുണ്ട് എന്നല്ല, അവർ കൊണ്ടുവന്ന പല റൂളുകൾക്കും എന്തിന് വലിയ പങ്കുണ്ട്. അപ്പൊ മോഡേണൈസേഷൻ ഉദ്ദേശിച്ചുകൊണ്ട് അവർ കൊണ്ടുവന്ന ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന പല റിച്വൽസ് ആൻഡ് കസ്റ്റംസിനൊക്കെ അവർ പ്രൊഹിബിറ്റ് ചെയ്യുന്നത്, വെസ്റ്റേണൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർ കൊണ്ടുവന്ന റൂൾസ്, ഇങ്ങനെയൊക്കെ. അപ്പൊ അതില് ഈ ഓരോ റൂളുകൾ കൊണ്ടുവരും, അതൊക്കെ എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ ഫാമിലിയൽ സ്ട്രക്ചർ, കാസ്റ്റ് സിസ്റ്റം, സോഷ്യൽ സ്ട്രക്ചറിനൊക്കെ വലിയ രീതിയിൽ അത് സ്വാധീനിക്കുന്നു. അപ്പൊ അതിൽ കാസ്റ്റ് സിസ്റ്റത്തിന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ശ്രീനിവാസ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പോളിസിസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ സിംഗിൾ ഗവൺമെന്റൽ ഫംഗ്ഷൻ ദാറ്റ് സ്പാൻസ് ദ എൻറ്റയർ സബ് കോണ്ടിനെന്റ്. ബ്രിട്ടീഷുകാർ വന്നതോടുകൂടെയാണ് ആദ്യമായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഈ സബ് കോണ്ടിനെന്റ് ഒന്നാകെ വരുന്ന ഒരു ഗവൺമെന്റ് രൂപീകരിക്കപ്പെടുന്നത്. അതുവരേക്കും
ഓരോ ട്രൈബൽ പീപ്പിളിന് അല്ലെങ്കിൽ കാസ്റ്റ് വില്ലേജുകൾക്കും അവർക്ക് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കായിരുന്നു. ഇപ്പൊ അതിൽ നിന്ന് മാറി ബ്രിട്ടീഷുകാർ എന്ത് തീരുമാനിക്കുന്നു, അതന്നെ ഇന്ത്യയിലുള്ള എല്ലാ വിഭാഗം ആളുകളും അംഗീകരിക്കണം എന്ന തലത്തിലേക്ക് വന്നു. രണ്ട്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്യൂറോക്രാറ്റിക് ആൻഡ് മിലിറ്ററി ഓർഗനൈസേഷൻ, ഒരു ബ്യൂറോക്രസി സിസ്റ്റം വരുന്നു, സൈനിക ഘടകങ്ങൾ വരുന്നു. ഇതൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു, അല്ലെങ്കിൽ കാസ്റ്റിന് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി. ലാൻഡ് സർവേ ആൻഡ് സെറ്റിൽമെന്റ് ആക്ടിവിറ്റീസ്, അല്ലെ, ഓരോ ഭൂപ്രദേശങ്ങൾ സർവേ നടത്തുന്നു, അവിടെ ആളുകൾ പുതിയതായി താമസങ്ങൾ തുടങ്ങുന്നത്. അഡോപ്ഷൻ ഓഫ് ലീഗൽ റിഫോംസ്, നിയമപരമായിട്ടുള്ള നമ്മൾ പറഞ്ഞ ഹിന്ദു സക്സഷൻ ആക്ട് ആവട്ടെ, വിഡോ റീമാരേജ് ആക്ട് ആവട്ടെ, ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ട് ആവട്ടെ, ഇങ്ങനെയൊക്കെ ഉള്ളത്. ഇൻട്രൊഡക്ഷൻ ഓഫ് ദ പ്രൈവറ്റ് ലാൻഡ് ഓണർഷിപ്പ്, അല്ലെ, ഗവൺമെന്റ് നിന്ന് മാറി പ്രൈവറ്റ് ലാൻഡ് ഓണർഷിപ്പ് കൊണ്ടുവന്നു. ക്രിയേഷൻ ഓഫ് എ ന്യൂ എക്കണോമിക് ഓപ്പർച്യൂണിറ്റി ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസിൽ പുതിയ എന്താ പറയാ പിന്നെ അവസരങ്ങൾ വരുന്നു. ഇൻട്രൊഡക്ഷൻ ഓഫ് ദ നോഷൻ ഓഫ് ദ ഈക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്നുള്ള കാഴ്ചപ്പാട് വരുന്നു. എൻഷുറിംഗ് ദാറ്റ് നോ വൺ ഈസ് ഇംപ്രിസൺഡ് വിതൗട്ട് കോസ് ആസ് എ റിസൾട്ട് ഓഫ് എ റേഷ്യൽ ക്രൈം. അപ്പൊ സഫീഷ്യന്റ് ആയ കാരണങ്ങളില്ലാതെ ആരും തന്നെ തടവിലാക്കപ്പെടാൻ പാടില്ല എന്നുള്ള പുതിയ നിയമങ്ങൾ വരുന്നു. എസ്റ്റാബ്ലിഷിംഗ് ദ റൈറ്റ് ടു ഫ്രീലി പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് വൺസ് റിലീജിയൻ ആൻഡ് കൾച്ചർ, സ്വന്തം മതം, സ്വന്തം സംസ്കാരം അതെല്ലാവർക്കും സ്വതന്ത്രമായി തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലുള്ള നിയമങ്ങൾ വരുന്നു. അപ്പൊ ഇതൊക്കെ വരുന്നതിനനുസൃതമായി, അല്ലെങ്കിൽ ഈ നിയമങ്ങൾക്കൊക്കെ രാജ്യത്തുണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന ഫാമിലിയൽ സിസ്റ്റത്തിനെ, സോഷ്യൽ സിസ്റ്റം അഥവാ കാസ്റ്റ് സിസ്റ്റത്തിനെ സ്വാധീനിക്കുന്നതിൽ, അതിനെ മാറ്റുന്നതിൽ, ആൾട്ടർ ചെയ്യുന്നതിൽ, മോഡിഫൈ ചെയ്യുന്ന ഒരു വലിയ പങ്കുണ്ട് എന്നാണ് എം എൻ ശ്രീനിവാസൻ പറഞ്ഞു വെക്കുന്നത്. അതിന്റെ ഒക്കെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് പലപ്പോഴും ഈ കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ പല ജാതികള് അവർ വലിയ പവർഫുൾ ഗ്രൂപ്പുകളായിട്ട് മാറുന്നത് കാണാൻ പറ്റും. പലപ്പോഴും ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമത്തിനെതിരെ ഏതെങ്കിലും ഒരു ജാതി അല്ലെങ്കിൽ ഒരേ ജാതിയിൽ വരുന്ന ആളുകൾ ഒന്നിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യും. അപ്പൊ അവർക്ക് റിസർവേഷൻ വേണം. അങ്ങനെ ഒന്നിച്ച് അവർ റെയിൽവേ നെറ്റ്വർക്കുകളും റോഡുകളൊക്കെ എന്താ പറയാ പിന്നെ സമരങ്ങൾ നടത്തി തച്ചുപൊളിച്ച്, അതാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവരവരുടെ നിക്ഷിപ്തമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഗ്രൂപ്പുകളായി ഈ ജാതികളൊക്കെ മാറുന്നത് നമ്മുടെ ഈ രാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഇവരെ നമുക്ക് ഈ ഒരു എന്താ പറയുക ജാതികളെ കുറിച്ചുള്ള ഒരു പഠനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും സോഷ്യൽ റിഫോമേഴ്സിന്റെ ഒക്കെ മൂവ്മെന്റുകൾ കൊണ്ട്, ഇപ്പൊ നമ്മൾ പറയുന്ന പെരിയാറിന്റെയും അതുപോലെ ഇപ്പൊ നമ്മള് ശ്രീനാരായണ ഗുരുവിന്റെ ഒക്കെ അയ്യങ്കാളിയുടെ ഒക്കെ അങ്ങനെയൊക്കെയുള്ള സൗത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ ഉള്ള ധാരാളം സോഷ്യൽ റിഫോമേഴ്സിന്റെ ഒക്കെ സമര കാരണമായിട്ട് ബ്രാഹ്മിൻസിന് പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വലിയ ഒരു ഡോമിനൻസ്, അല്ലെങ്കിൽ ആ ഒരു ആധിപത്യം, അല്ലെങ്കിൽ ആ ഒരു വലിയ ഉന്നതമായ അത് പൂർണ്ണമായിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ദ കമ്മാൻ റെഡ്ഡി ഇൻ ആന്ധ്രാപ്രദേശിലെ കമ്മാൻ റെഡ്ഡി വിഭാഗം, ലിംഗായത്ത് ഓർ ഒക്കലിംഗ ഇൻ കർണാടക, SNDP ആൻഡ് NSS ഇൻ കേരള, ആൻഡ് ദ അഹിർ അല്ലെങ്കിൽ ജാട്ട് ആൻഡ് കർമി ഇൻ നോർത്ത് ഇന്ത്യ ഹാവ് എമർജ്ഡ് ആസ് എ ന്യൂ ഡോമിനന്റ് കാസ്റ്റ് അറ്റ് ലോക്കൽ റീജിയൻ ലെവൽ ഡ്യൂ ടു ദെയർ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രെങ്ത്. അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ ആ ബ്രാഹ്മിൻസിന് ഉണ്ടായിരുന്ന, അപ്പൊ നമ്മള് നമ്പൂരിമാര് എന്നൊക്കെ പറയുന്ന ആ വിഭാഗത്തിനുണ്ടായിരുന്ന ആ ഒരു സ്വാധീനം നഷ്ടപ്പെടുകയും അതിന്റെ തൊട്ട് താഴെ അല്ലാതെ അതിന്റെയും താഴെ കടന്നിരുന്ന പല ജാതികൾ എന്ത് ചെയ്തു, പിന്നീട് ഡോമിനന്റ് കാസ്റ്റുകളായിട്ട് മാറുകയൊക്കെ ചെയ്തു. ഇപ്പൊ ലിംഗായത്തിനൊക്കെ നമ്മൾ സോഷ്യൽ സാൻസ്ക്രിറ്റൈസേഷൻ അതുപോലെ വെസ്റ്റേണൈസേഷന്റെ ഒക്കെ എക്സാമ്പിൾ ഒക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, അല്ലെ. അപ്പോ നമ്മുടെ കേരളത്തിലുള്ള ഇതൊക്കെ നമുക്കറിയാം. ഇപ്പൊ നായന്മാരും അതുപോലെ ഈഴവ ജാതിക്കാരൊക്കെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള സോഷ്യൽ മൂവ്മെന്റിലൂടെ നമ്പൂതിരിമാർക്ക് ഉണ്ടായിരുന്ന ആ സ്ഥാനത്തിനെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുകയും, അങ്ങനെ ആ ഒരു മൂവ്മെന്റ് വലിയ രീതിയിൽ വിജയിച്ചപ്പോൾ സൊസൈറ്റിയിലുള്ള പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഡോമിനൻസിലേക്ക് അവർ മാറുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ കാസ്റ്റുകൾ പ്രഷർ ഗ്രൂപ്പുകളാക്കി മാറുന്ന പറഞ്ഞാൽ ഗവൺമെന്റുകൾ എന്തെങ്കിലും പോളിസികളോ അല്ലെങ്കിൽ റൂളുകളൊക്കെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് ഇന്നത് വേണം, ഇന്ന രീതിയിലായിരിക്കണം ഈ നിയമം വരേണ്ടത്, അല്ലെങ്കിൽ ഈ നിയമത്തിന് ഇങ്ങനെ മോഡിഫൈ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റുകളെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ പ്രഷർ ചെയ്യുന്ന ഗ്രൂപ്പുകളായിട്ട് കാസ്റ്റുകൾ മാറാൻ തുടങ്ങി. അതേപോലെ തന്നെ മറ്റൊന്ന്, പൊളിറ്റിക്കൽ പാർട്ടികൾ എന്ത് ചെയ്യുന്നു, പല ഈ കാസ്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ധാരാളം പൊളിറ്റിക്കൽ പാർട്ടികൾ രംഗപ്രവേശം ചെയ്തുന്നതാണ്. BSP പോലെ IPF, SP, DMK അങ്ങനെയൊക്കെയുള്ള. അപ്പൊ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ, അതിൽപ്പെട്ട നേതാക്കന്മാര് വളർന്നു വന്നിട്ട് അവർ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. ആ ജാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ താഴേക്കിടയിൽ അവരെ ലോവർ കാറ്റഗറി പറഞ്ഞുകൊണ്ട് അവർ പുതിയ ജാതി വരുന്നു. ആ ജാതിയിലേക്ക് ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നു. അവരൊരു പൊളിറ്റിക്കൽ ബ്ലോക്കുകളായിട്ട് മാറുന്ന ഒരു രീതി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിന് പല എക്സാമ്പിളുകളും, അല്ലെ. ട്രഡീഷണൽ ബാക്ക്വേർഡ് കാസ്റ്റ് ഇൻ തമിഴ്നാട് ആൻഡ് മഹാരാഷ്ട്ര, നാടാർസ്, വാണിയാസ്, മഹർ, ഇവരൊക്കെ സോഷ്യൽ സ്റ്റാറ്റസിൽ അവരുടെ പൊസിഷൻ അവർ മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിന് എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ സമരങ്ങളിലൂടെ
അതേപോലെ തന്നെ പൊളിറ്റിക്കൽ മൂവ്മെന്റുകളിലൂടെ അവർ ഇത്തരത്തിലുള്ള പിന്നെ പുതിയ എന്താ പറയാ സാമൂഹിക തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഒക്കെ അവർ വലിയ സ്ഥാനമാനങ്ങളിലേക്ക് അവർ എത്തിച്ചേർന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ the process of the modernization prompted by the execution of several economic and political measures resulted in substantial changes to the caste structure. കാസ്റ്റ് സ്ട്രക്ചറിന് വലിയ മാറ്റങ്ങൾ നമ്മൾ പറയുന്ന മോഡേണൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നതാണ്. ഫോർ എക്സാമ്പിൾ കാസ്റ്റ് ആൻഡ് ഒക്കുപേഷൻ അല്ലെ, ജാതിയും ഇപ്പോ ആ പഴയ ഒരാളെ ജാതി ഏതാണ്, ആ ജാതിയിൽപ്പെട്ട ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഓരോ ജാതിക്കാരും അവരുടെ ജാതിയുടെ കൂലിയൊക്കെ അതൊക്കെ ആ ജോലിയൊക്കെ വിട്ട് അവർക്ക് ഇഷ്ടമുള്ള ജോലി മേഖലയൊക്കെ അവർ മാറാൻ തുടങ്ങി. ദ കൊളാപ്സ് ഓഫ് ദ ജഡ്ജ്മാൻ സിസ്റ്റം തകർന്നു. ക്ലീൻലിനെസ് ആൻഡ് പൊല്യൂഷൻ ആസ് ഡിക്കേയിങ് കൺസെപ്റ്റ് അല്ലെ, ഇപ്പൊ ആ പ്യൂരിറ്റി ആൻഡ് ഇംപ്യൂരിറ്റി എന്ന് പറയുന്ന കാഴ്ചപ്പാടില്ല, ശുദ്ധി അശുദ്ധി എന്ന് പറയുന്ന കാഴ്ചപ്പാടില്ല. എന്നിരുന്നാലും നമ്മുടെ സൊസൈറ്റിയിൽ പൂർണ്ണമായി ഇല്ല എന്ന് പറയാൻ കഴിയില്ല അല്ലെ. ഡിസിന്റഗ്രേഷൻ ഓഫ് ദ ഇന്റർ കാസ്റ്റ് പവർ റിലേഷൻഷിപ്പ്, അത് മറ്റൊന്ന് എന്ന് പറഞ്ഞാല് ഇന്റർ കാസ്റ്റ് ഇപ്പോ ജാതികൾക്കിടയിൽ ഉണ്ടായിരുന്ന അധികാര ഘടന അത് പൂർണ്ണമായി ഇല്ലാതെയാകുന്നു. ക്രിയേഷൻ ഓഫ് കാസ്റ്റ് ഓർഗനൈസേഷൻ, കാസ്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ജാതികൾ വരിക അല്ല സംഘടനകൾ വരിക, അതിന്റെ പിന്നെ എന്താ പറയുക നിർമ്മാണം അത് ഇല്ലാതെയാക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകൾ ഉണ്ടാക്കുമ്പോൾ അത് ഈ ജാതി എന്നുള്ള സിസ്റ്റത്തിനെ എന്താ പറയുക അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആയിട്ട് മാറുന്നു. ഇൻക്രീസ്ഡ് കാസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഫോർ പൊളിറ്റിസൈസേഷൻ, ഓരോ ജാതികളും സ്വന്തം പാർട്ടികൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുക. രാഷ്ട്രീയത്തിൽ വരുന്നത് തന്നെ ഈ ജാതീയത അല്ലെങ്കിൽ ജാതി ബേസ് ചെയ്തുകൊണ്ടുള്ള സാധനത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇനി കാസ്റ്റ് പഞ്ചായത്ത്. കാസ്റ്റ് പഞ്ചായത്ത് എന്ന് പറഞ്ഞത് നമുക്കറിയാം, ഈച്ച് വില്ലേജ് കംപ്രൈസസ് മോർ ദാൻ വൺ കാസ്റ്റ് ആൻഡ് ഈച്ച് കാസ്റ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് റൂൾസ് ആൻഡ് ബിഹേവിയർ പാറ്റേൺസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു വില്ലേജിൽ ഒരുപാട് ജാതികൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. ഇനി ചിലപ്പോൾ ഓരോ ജാതികൾക്കും പ്രത്യേകമായിട്ട് അവരുടെ അനുഷ്ഠാനവും അവരുടെ പിന്നെ കസ്റ്റംസും റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടായേക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും അവര് ഒന്നിച്ചുള്ള അവരുടെ ഒരു കാസ്റ്റ് പഞ്ചായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ കാസ്റ്റ് പഞ്ചായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാസ്റ്റ് കൗൺസിൽസ് എന്ന് പറഞ്ഞാൽ formed by the members of specific caste to other to caste based social norms and customs and religious values as well as to resolve the conflict among their own members. അപ്പൊ ഒരു വില്ലേജിൽ താമസിക്കുന്ന ആളുകൾ, അവിടെയുള്ള വ്യത്യസ്തമായ ജാതിയിൽപ്പെട്ട ആളുകൾ അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു കൗൺസിൽ ഉണ്ടാക്കുന്നു. അതെന്തിനാന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ, അവരുടെ ആഘോഷം അതുപോലെ അനുഷ്ഠാന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, അവർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള ഒരു ബോർഡായിട്ട് ഒരു സഭയായി വരുന്നതിനാണ് കാസ്റ്റ് കൗൺസിൽ അല്ലെങ്കിൽ കാസ്റ്റ് പഞ്ചായത്ത് എന്ന് വിളിക്കാം. ഇനി ഈ കാസ്റ്റ് പഞ്ചായത്തുകൾ നമുക്ക് അപ്പർ അതുപോലെ ലോവർ കാസ്റ്റ് എല്ലായിടത്തും മിക്കവാറും എല്ലാ ജാതികളും ഉൾക്കൊള്ളുന്നതായിട്ടാണ് ഈ കാസ്റ്റ് പഞ്ചായത്തുകൾ സാധാരണഗതിയിൽ വരാറുള്ളത്. കാസ്റ്റ് പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ജോലികൾ എന്ന് പറഞ്ഞാൽ മീറ്റിങ്ങുകൾ കൂടുന്നു, സെലിബ്രേഷനുകൾ അവർ പ്ലാൻ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള. മറ്റൊന്ന് കാസ്റ്റ് കൗൺസിലിന്റെയും കാസ്റ്റ് പഞ്ചായത്ത് വിളിക്കാറുണ്ട്. കാസ്റ്റ് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അതിലെ മെമ്പേഴ്സ് ആണ് രാജ്യത്തുള്ള അല്ലെ ആ വില്ലേജിലെ അധികാര ഘടനയെ പൂർണ്ണമായിട്ട് തീരുമാനിക്കുന്നത്. പിന്നെ പലപ്പോഴും ഈ കാസ്റ്റ് ജാതികൾക്കിടെ അവർക്കിടയിൽ തന്നെ പല ഉപ കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കും. നമ്മളിപ്പോ പഞ്ചായത്തുകൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ കാസ്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള പഞ്ചായത്തുകളാക്കുമ്പോൾ അവർക്കിടയിൽ തന്നെ വികസനത്തിന് വേണ്ടി വിദ്യാഭ്യാസം, ആരോഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വ്യത്യസ്ത കൗൺസിലുകൾ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഫോളോയിങ് ആർ സം ഓഫ് ദ കീ വയലേഷൻസ് ഓഫ് ദാറ്റ് കൗൺസിൽ വാസ് അവെയർ ഓഫ്. ഏതൊക്കെ? പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള കാസ്റ്റ് കൗൺസിലുകൾ അവര് നിർവഹിക്കാത്ത അല്ലെങ്കിൽ ചെയ്യാത്ത അവരുടെ പിന്നെ ഡ്യൂട്ടികൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഫെയിലിയർ ടു അബൈഡ് ബൈ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ മാരേജ്. പലപ്പോഴും എന്ത് ചെയ്യാറില്ല, വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ പാലിക്കാറില്ല. ഡൈവോഴ്സ് ദാറ്റ് ഇസ് നോട്ട് മ്യൂച്വലി അഗ്രീഡ് അപ്പോൺ. പലപ്പോഴും ഇരു കൂട്ടരും അംഗീകരിച്ചിട്ടേ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് നിയമം, പക്ഷെ നിയമം പാലിക്കാറില്ല. അലോവ്മെന്റ് ഓഫ് എ മെമ്പർ ഓഫ് വൺ കാസ്റ്റ് വിത്ത് എ മെമ്പർ ഓഫ് അനദർ കാസ്റ്റ്. പലപ്പോഴും ആളുകൾ പിന്നെ എന്താ പറയുക കവിതാക്കൾ നമ്മളുടെ ഓടിപ്പോകലുകൾ. വയലേഷൻസ് ഓഫ് ദ എൻഡോഗമി ആൻഡ് എക്സോഗമി നോസ്, അത് കാണാൻ സാധിക്കും. സെറ്റിംഗ് കോറൽസ് ബിറ്റ്വീൻ ഇൻ ലോസ്, കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കുക. ഇന്റർ ഡൈനിങ് വിത്ത് മാർജിനലൈസ്ഡ് പീപ്പിൾ, അപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗം അവരുമായിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, അതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ ഇത്തരത്തിൽ വരുന്ന ഈ വയലേഷൻസിനെല്ലാം ഈ പറഞ്ഞ തെറ്റുകുറ്റങ്ങളെല്ലാം പരിഹരിക്കുക അല്ലെങ്കിൽ ഇതിനൊക്കെ അഡ്രസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഒരു കാസ്റ്റ് കൗൺസിലിന്റെ അല്ലെങ്കിൽ കാസ്റ്റ് പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടികളായിട്ട് പരിഗണിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ കാസ്റ്റ് കൗൺസിലുകൾക്ക് ജുഡീഷ്യൽ ആൻഡ് സോഷ്യൽ എൻറ്റിറ്റി ആയിട്ട് പരിഗണിക്കപ്പെടാറുണ്ട്. എന്നാൽ കോടതിയും അവർ തന്നെയാണ് ഗവൺമെന്റും അവർ തന്നെയാണ് ഭരിക്കുന്നതും. അങ്ങനെയാണ് ഈ രാജ്യത്തുള്ള നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്ന സമയത്തോടുള്ള കാസ്റ്റ് പഞ്ചായത്തുകൾ, ഈ കാപ്പ് പഞ്ചായത്തുകൾ എന്ന് പറയുന്ന എന്താ പറയാ ഈ കൗൺസിലുകൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ അവർ തന്നെ കോടതികളെ പോലെ ആളുകൾക്കിടയിൽ റിട്ട് കൽപ്പിക്കും, ആളുകൾക്ക് ഫൈൻ ഏർപ്പെടുത്തും, അതുപോലെ മെമ്പർഷിപ്പ് എന്ത് ചെയ്യും, അവര് മെമ്പർഷിപ്പ് ഫീ അടക്കണം എന്ന് പറയും. അങ്ങനെ
പ്രത്യേകമായ രീതിയിൽ ആളുകളെ ഭരിക്കുന്ന ഒരു പ്രത്യേകമായ രീതിയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുമല്ലോ. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തൊക്കെ ഉള്ള ജുഡീഷ്യറി സിസ്റ്റത്തിനെ ഒരു പക്ഷെ അവർ അംഗീകരിച്ചോളണമെന്നില്ല, അതിന്റെ കോടതി വിധികൾ അവർ പക്ഷെ പാലിച്ചോളണമെന്നില്ല. അപ്പോൾ ഒരു കുറച്ചുകൂടെ ഒരു ട്രഡീഷണലി ആയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ടാണ് ഈ ഒരു കാസ്റ്റ് പഞ്ചായത്ത് നിലനിന്ന് പോകുന്നത്. പ്രധാനമായിട്ടും അവരുടെ ഒരു പിന്നെ ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ അവരുടെ കാസ്റ്റ് മെമ്പേഴ്സിന്റെ ഇടയിൽ ഒഫൻഡേഴ്സ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ പിന്നെ വയലേറ്റേഴ്സ് ആയിട്ട് കാര്യങ്ങൾ അവരുടെ റൂളുകൾ പാലിക്കാതെ അത് പിന്നെ വ്യതിചരിക്കുന്ന, അത് അതിക്രമിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ അവരുടെ നിയമങ്ങൾ അതിക്രമിച്ച് കിടക്കുന്ന, അതിനെ വയലേറ്റ് ചെയ്യുന്ന ആളുകളെ പണിഷ് ചെയ്യുക എന്നുള്ളതാണ് ഈ കാസ്റ്റ് പഞ്ചായത്ത് അല്ലെങ്കിൽ കാസ്റ്റ് കൗൺസിലിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടികൾ. അതേപോലെ തന്നെ വിവാഹപരമായ ഡ്യൂട്ടികൾ ചെയ്യാതിരിക്കുക, കടം കടമടക്കാതിരിക്കുക, അതുപോലെ അക്രമ കേസുകൾ, ട്രഡീഷനുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആചാരങ്ങൾ ലംഘിക്കുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഏറ്റവും വലിയ കുറ്റങ്ങളായി പരിഗണിക്കുകയും അതിനെ അഡ്രസ് ചെയ്യുന്നതൊക്കെയാണ് ഈ കാസ്റ്റ് കൗൺസിലുകളുടെ പ്രധാനപ്പെട്ട ജോലികൾ. ഇനി ജഡ്ജ്മാനി സിസ്റ്റം. ജഡ്ജ്മാനി സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞു, പ്രധാനമായിട്ടും ഇന്ത്യയുടെ പഴയ വില്ലേജ് തലത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇൻഡപ്റ്റഡ് ലേബർ സിസ്റ്റമാണ്. ഇൻഡപ്റ്റഡ് ലേബർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ഈ ബ്രിട്ടീഷുകാരൊക്കെ നടപ്പിലാക്കിയ നമ്മൾ പറയുന്ന എന്താ പറയാ ഒരു പിന്നെ ഇപ്പോ ദീർഘകാലം അല്ലെങ്കിൽ മരണം വരേക്കും എന്താ പറയാ പ്ലാന്റേഷനുകളിൽ ജോലി ചെയ്യുന്ന ഒരു രീതിയെ നമ്മൾ ഇൻഡപ്റ്റഡ് ലേബർ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഏകദേശം അതേമാതിരിക്കൊന്നും അല്ലെങ്കിലും എന്നാലും അതിന്റെ ഒരു സ്വഭാവമുള്ള ഒരു ഫ്യൂഡൽ, അതുപോലെ ഒരു സെർഫ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ജന്മി കുടിയാൻ സിസ്റ്റത്തിലുള്ള ഒരു പ്രാക്ടീസാണ് യജമാനി സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ഇതിനെക്കുറിച്ച് ധാരാളം ആളുകൾ പഠിച്ചിട്ടുണ്ട്. വില്യം വൈസർ, എസ് സി ദൂബെ, ഓഫ്ലർ സിംഗ്, അതുപോലെ ഈശ്വരൻ, ലേവീസ് തുടങ്ങിയ ആൾക്കാർ, ധാരാളം ആളുകൾ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതില് the patron or the beneficiary of the specialized service is referred to as judgman and the entire relationship is termed as judgmani. അപ്പൊ ഇതില് ഈ ആരാണോ മുതലാളി അയാളെ നമ്മൾ ജഡ്ജ്മാൻ എന്ന് വിളിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഈ പൂർണ്ണമായുള്ള ഈ സിസ്റ്റത്തിനെയാണ് ജഡ്ജ്മാനി എന്ന് വിളിക്കുക. ഈ ജഡ്ജ്മാനി സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, അപ്പൊ ഒരു ജന്മിക്ക് കീഴിൽ ധാരാളം ആളുകൾ വന്ന് അവർ ജോലി അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ജോലികൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഒരിക്കലും ആ ജോലിയിൽ നിന്ന് വേറിട്ട് പോകാൻ കഴിയില്ല. ഇവര് വേറിട്ട് പോയവർക്ക് വേറെ ജോലി കിട്ടൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും, ദീർഘകാലം അവരെ നമ്മൾ പറയില്ലേ എംബ്രാൻ അല്ലെങ്കിൽ തമ്പ്രാന്റെ കീഴിൽ എന്ത് ചെയ്യുക, ആ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ തമ്പ്രാൻ കൊടുക്കുന്ന ഒരു എന്താ പറയുക കൈക്കുമ്പിളിൽ കൊടുക്കുന്ന കഞ്ഞി, ആ കഞ്ഞി കുടിച്ചുകൊണ്ട് വേണം എന്ത് ഏമാൻ അല്ലെ എന്താണ് കണക്കനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഇവരൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ജീവിച്ചു പോവാന്. അപ്പോ നമ്മുടെ ഒരു തലമുറ ഒന്നല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ ഈ രീതിയിൽ വലിയ നരകയാതനകളൊക്കെ അനുഭവിച്ച് ജീവിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഏകദേശം ഒരു നമ്മളിപ്പോ എന്ത് കാണുന്ന ഒരു 80-85% ആൾക്കാർ അങ്ങനെ തന്നെയാണ്. അപ്പോ ഈ ഒരു ജഡ്ജ്മാനി സിസ്റ്റത്തില് അവരുടെ സോഷ്യൽ, എക്കണോമിക് ആൻഡ് റിച്വൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, പൂർണ്ണമായിട്ടും ഈ കാസ്റ്റ് ഗ്രൂപ്പിന്റെ കീഴിലായിട്ട് നിർവഹിക്കപ്പെടുന്നു. സം കാസ്റ്റ് ആക്ട് ആസ് പാറ്റേൺ, നമ്മൾ പ്രത്യേകിച്ചും ഉന്നത ജാതിക്കാരായ ആൾക്കാർ പാറ്റേണുകളായി അല്ലെങ്കിൽ ജഡ്ജ്മാനുകളായിട്ട് പ്രവർത്തിക്കുന്നു. മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, അവർക്ക് കീഴിൽ വരുന്ന പിന്നെ ജോലിക്കാരായിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സർവീസ്മെൻ ആയിട്ട് അവർ പ്രവർത്തിക്കുന്നു. അപ്പോ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, മറ്റുള്ള പല രീതിയിലുള്ള അപ്പോൾ വസ്ത്രം അലക്കുക എന്നുള്ള ഒരു വിഭാഗത്തിന്റെ ജോലിയാണ്, തേങ്ങ ഇടുക അത് വേറെ വിഭാഗത്തിന്റെ ജോലിയാണ്, കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക അത് വേറെ, പിന്നെ മറ്റുള്ള ചത്തജീവികളെയും അതുപോലെ മരണപ്പെട്ടു പോയ ആൾക്കാരെയൊക്കെ അടക്കുക എന്നുള്ളത് വേറെ ഒരു ജോലി. അപ്പൊ ഇങ്ങനെ ധാരാളം ജോലികൾ ഇപ്പൊ അമ്പലത്തിലൊക്കെ നമ്മുടെ ഉത്സവവുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കറിയാലോ, ഓരോ രീതിയിലുള്ള പിന്നെ എന്താ പറയാ പിന്നെ കർമ്മങ്ങളിലേക്കാരും ഓരോരുത്തർ ഏർപ്പെടുക, അവർക്ക് അതിലേ ഏർപ്പെടാൻ പറ്റും. അപ്പൊ ആ രീതിയിലുള്ള അപ്പൊ ഇവിടെയൊക്കെ ഈ ജഡ്ജ്മാനി സിസ്റ്റത്തിനൊക്കെ പല നമ്മുടെ ഇന്ത്യൻ സോഷ്യോളജിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് പല ആളുകളും അതിനെ എന്താ പറയാ പല സോഷ്യോളജിസ്റ്റുകളും അതിന്റെ ഗുണങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേ സമയത്തിന് അതൊരു ഒരു എന്താ പറയാ ഇന്ത്യയുടെ ലേബർ സിസ്റ്റമാണ് എന്നുള്ള ഒരു കാര്യം കൂടെ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യും ഇന്റർ ഡിപ്പെൻഡൻസ്, ആളുകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നു, പരസ്പരം ആശ്രിതരാണ്. റെസിപ്രോസിറ്റി, ഇപ്പോ തമ്പ്രാന് നമ്മൾ വേണ്ട പിന്നെ എന്താ പറയുക വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ സഹായമൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ തമ്പ്രാൻ എന്ത് ചെയ്യും, നമുക്ക് ഭക്ഷണം തരും എന്നുള്ളത് ഇങ്ങോട്ട് റെസിപ്രോക്കൽ ആയിട്ട് നടക്കുന്നു. ആൻഡ് കോപ്പറേഷൻ എമംഗ് ദ ജാതി ആൻഡ് വില്ലേജ് ഹൗസ് ഹോൾഡ്, വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകൾക്കിടയിൽ ഇങ്ങനെ ഒരു സഹകരണം എന്നുള്ള ഒരു രീതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ജഡ്ജ്മാനിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ പാറ്റേണായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ജാതികൾ എന്ന് പറഞ്ഞാൽ ഒക്കെ ഡോമിനന്റ് കാസ്റ്റുകളാണ്. ബ്രാഹ്മിൻസ്, രജ്പുത്ത്, ഭൂമിഹാർസ്, ജാട്ടുകള് നോർത്ത് ഇന്ത്യയില്, കമ്മ, ലിംഗായത്ത്, റെഡ്ഡി ആന്ധ്രാപ്രദേശില്, പട്ടേൽസ് ഇൻ ഗുജറാത്ത്. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളായിട്ട് പ്രധാനമായിട്ടും കാണാം. ഇനി സർവീസ്മെൻ ആയിട്ട് വരുന്നത് ആരാ, ബാർബേഴ്സ്, കാർപ്പന്റേഴ്സ്, ബ്ലാക്ക് സ്മിത്ത്, വാട്ടർ കാരിയേഴ്സ് ആൻഡ് ലെതർ വർക്കേഴ്സ്, ഇവരൊക്കെയാണ് സാധാരണഗതിയിൽ താഴെക്കടയിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളായിട്ട് വരുന്നത്. ഓക്കെ, ഇനി
ഇനി ഇതോടൊപ്പം തന്നെ ഈ യജമാനി റിലേഷൻഷിപ്പിന്റെ കൂടെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഹാവ് ഓൾവേസ് ബീൻ കോൺട്രാക്ച്വൽ വേജ് ലേബർ ലിങ്ക്സ് ബിറ്റ്വീൻ കാസ്റ്റ് ദാറ്റ് പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദയർ കസ്റ്റമർ. അപ്പോൾ ഈ യജമാനി സിസ്റ്റത്തിന്റെ പുറത്ത് കോൺട്രാക്ച്വൽ ലേബർ സിസ്റ്റം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തേക്ക് എന്ന രീതിയിലൊക്കെ അവരുടെ അടിയങ്ങളായി അല്ലെങ്കിൽ കൃഷികൾ ചെയ്യുന്ന ആളുകളായിട്ട് മാറുന്ന ഒരു രീതി കൂടി നമുക്കിതിൽ കാണാൻ സാധിക്കും. ഒരു സെക്കൻഡ്, ഞാനൊന്ന് പവർ ഓക്കെ. അപ്പോ പിന്നെ ഇതിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്നപ്പോഴാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് പഴയ പിന്നെ ഈ അഗ്രികൾച്ചർ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുന്നു. ക്യാഷ് എക്കോണമി, അപ്പോൾ ക്യാഷിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പൊ അതുപോലെ തന്നെ കൈൻഡ് എക്കോണമിയാണ്. കൈൻഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ ഒരു മാസം പണിയെടുത്താലും നമുക്ക് ലഭിക്കുന്ന കുറച്ച് കഞ്ഞോ അല്ലെങ്കിൽ കുറച്ചോറോ സാധനങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പറ നെല്ല്, ഇങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുക. ഇപ്പൊ അതിൽ നിന്ന് മാറി ക്യാഷ് എക്കോണമിയിലേക്ക് നമ്മുടെ രാജ്യം ചുവട് വെക്കുന്നു. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ജോലി എടുക്കുമ്പോൾ നമുക്ക് 100 രൂപ തരണം അല്ലെങ്കിൽ 200 രൂപ തരണം, ക്യാഷ് തരണം എന്നതിലേക്ക് മാറുന്നു. ഇതാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, വലിയ മാറ്റങ്ങൾ സമൂഹത്തിലൊക്കെ കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ അർബൻ ഏരിയകളിലേക്കുള്ള ആളുകളുടെ മൈഗ്രേഷൻ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ടൗണുകളിലേക്കും സിറ്റികളിലേക്കൊക്കെ ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ അത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. യജമാനി സിസ്റ്റം പൂർണ്ണമായിട്ട് പിന്നെ മോഡേൺ ലിവിങ് കണ്ടീഷനും അതുപോലെ എഡ്യൂക്കേഷനൊക്കെ വരുന്നതോടുകൂടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം വരുന്നു, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മാറുന്നു. ഇതിനെ തുടർന്നുകൊണ്ട് വലിയ എന്താ പറയുക ഒരു സിസ്റ്റം പൂർണ്ണമായിട്ട് അങ്ങനെ ഇല്ലാതെയാകുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ ജേർണി ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം ഫ്രം ദ പ്രീ മോഡേൺ എറ ടു ദ കണ്ടംപററി പീരിയഡ് റിവീൽസ് എ റിമാർക്കബിൾ കപ്പാസിറ്റി ഓഫ് ബോത്ത് പെർസിസ്റ്റൻസ് ആൻഡ് ദ ട്രാൻസ്ഫോർമേഷൻ. അപ്പോ ഒരു പിന്നെ ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു പ്രീ മോഡേൺ കാലഘട്ടത്തിൽ ആ ഒരു ജാതി സിസ്റ്റം എങ്ങനെയായിരുന്നു, അതിൽ നിന്നും അത് നിരന്തരമായ മാറ്റങ്ങളിലൂടെ ഇന്ന് കണ്ടംപററി തലത്തിൽ ആ ഒരു ജാതി സിസ്റ്റം എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഇപ്പൊ നമ്മൾ ഇതിലൂടെ ചെറിയ നിലക്കൊക്കെ നമ്മൾ വിശദീകരിച്ചു അല്ലെ. അതിൽ സ്കോളേഴ്സ് ആയിട്ടുള്ള GS കുര്യയുടെയും MN ശ്രീനിവാസിന്റെയും അതേപോലെ തന്നെ മറ്റുള്ള SE ദ്യുബയുടെ അതുപോലെ മിൽട്ടൺ സ്റ്റിങ്കറുടെ ഓക്കെ ഇങ്ങനെയുള്ള ധാരാളം ആളുകളെ കുറിച്ചുകൊണ്ട് ലൂയിസ് ഡുമോണ്ടിന്റെ ധാരാളം അവരുടെ ഒബ്സർവേഷൻ പെർസ്പെക്റ്റീവുകളെ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി. മറ്റൊന്ന് ദി ഡിക്ലൈൻ ഓഫ് ദ ജജ്മാനി സിസ്റ്റം, ദ ട്രഡീഷണൽ വെബ് ഓഫ് ദ റെസിപ്രോക്കൽ സർവീസ് ആൻഡ് ദ waning influence of the caste panchayat began a shift from the ritual economy to a caste-based legalistic society. അപ്പോൾ നമ്മളിപ്പോ ഒന്ന് കാഷ് എക്കോണമിയെ നമ്മൾ പറഞ്ഞു, ജാതി സിസ്റ്റത്തിന് വലിയ ആഘാതം ഏൽപ്പിച്ച അല്ലെങ്കിൽ അതിന്റെ ഒരു മാറ്റത്തിലേക്ക് എന്താ പറയുക വഴി തെളിച്ചൊരു കാര്യമാണ്. അതേപോലെ തന്നെ ലീഗലിസ്റ്റ് സൊസൈറ്റി, നമ്മൾ ഒക്കെ നിയമ എന്താ പറയാ ഒരു ഒരു നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നിലവിൽ വന്നു, IPC വന്നു അല്ലെ, ഇന്ത്യൻ പീനൽ കോഡുകൾ വന്നു. അപ്പോൾ ഓരോന്ന് വരുമ്പോൾ ഇപ്പൊ നമ്മൾ അബോളിഷൻ ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അല്ലെ പിന്നെ ഇല്ലാതെയാക്കി. അതുപോലെ ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 21 ഒക്കെ രാജ്യത്തെ ആളുകൾക്കിടയിൽ ഈക്വാലിറ്റി, നമ്മൾ പറയുന്ന ഫ്രറ്റേണിറ്റി, ബ്രദർഹുഡ്, ഇതൊക്കെ വന്നതോട് കൂടെ തന്നെ അപ്പൊ ലീഗലിസ്റ്റിക് സൊസൈറ്റി, അപ്പൊ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമൂഹമായിട്ട് മാറുന്നു. അപ്പോൾ ജാതിയെയാണ് അതൊക്കെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, അത് വിമർശിക്കുന്നതും അതുപോലെ തന്നെ ജാതിയാണ് അത് ഏറ്റവും കൂടുതൽ കൗണ്ടർ ചെയ്യുന്നതും. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ പ്യൂരിറ്റിയും പൊല്യൂഷൻ എന്നൊക്കെയുള്ള ആ കൺസെപ്റ്റുകൾ അത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നു, ഇല്ലാതെയാകുന്നു. ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ പൂർണ്ണമായിട്ടും ഇതിൽ നിന്നൊക്കെ സ്വതന്ത്രരായിരിക്കുന്നു. ഡോമിനന്റ് കാസ്റ്റ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് പൂർണ്ണമായിട്ടും അത് പലപ്പോഴും അത് ഇല്ലാതെയാക്കുന്നു. ന്യൂമറിക്കലായ സ്ട്രെങ്ത് കുറയുന്നു. എക്കണോമിക് സ്ട്രെങ്ത് അവർക്കുള്ളത് പോലെ തന്നെ മറ്റുള്ള ആളുകളും നേടിയെടുക്കുന്നു. പൊളിറ്റിക്കൽ പ്രഷർ ഇതുപോലെ മറ്റുള്ള ജാതികൾ നേടിയെടുക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അതുവരെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റത്തിന് വലിയ ഒരു ആഘാതം ഏൽക്കുന്ന, ഒരു പോറലേൽക്കുന്നു. അതുപോലെ അത് ഇല്ലാതെയാകുന്ന ഒരു രീതി നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് വൈ ദ ക്ലോസ്ഡ് സിസ്റ്റം ഓഫ് ദ പാസ്റ്റ് ഇസ് ഓപ്പണിംഗ് അപ്പ് ത്രൂ എഡ്യൂക്കേഷൻ, ലാൻഡ് റിഫോം, അർബനൈസേഷൻ, കാസ്റ്റ് റിമെയിൻസ് എ സിഗ്നിഫിക്കന്റ് ഐഡന്റിറ്റി. അപ്പോ നമ്മൾ ആദ്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ക്ലോസ്ഡ് സിസ്റ്റം ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ മോഡേണൈസേഷന്റെ പിന്നെ വരവോടുകൂടെ, മോഡേൺ എഡ്യൂക്കേഷന്റെ വരവോടുകൂടെ, ലാൻഡ് റിഫോംസോടുകൂടെ, നഗരവൽക്കരണത്തിലൂടെ, അതുപോലെ നമ്മൾ പറയുന്ന ലീഗൽ റിഫോംസിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു, ഈ കാസ്റ്റ് സിസ്റ്റം ക്ലോസ്ഡ് ആണെന്നതിൽ നിന്ന് മാറിയിട്ട് അതൊരു ഓപ്പൺ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ഒരു സോഷ്യൽ മൊബിലിറ്റി സാധ്യമാകുന്ന ഒരിടമായിട്ട് അതിന് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടംപററി തലത്തിൽ എന്ന് പറഞ്ഞാൽ സമകാലിക തലത്തിൽ നമ്മൾ കാസ്റ്റ് നോക്കുമ്പോൾ കാസ്റ്റ് ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കന്റ് ആയ ഒരു ഐഡന്റിറ്റി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴും ആളുകളുടെ പേരിന്റെ ചുവടെ
അല്ലെ? അവര് നായരും നമ്പൂരിയാണെന്ന് അത് കൃത്യമായിട്ട് അറിയിക്കുന്ന പേരുകൾ വെച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ആളുകൾ കൃത്യമായി വെക്കുന്നുണ്ട്. അതെന്തിനാണ് വെക്കുന്നത്? അവരെ ജാതി അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ പേര് വെക്കുന്ന സമയത്ത് ഇപ്പൊ അവരുടെ ഡേറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് എഴുതുമ്പോൾ സർട്ടിഫിക്കറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒക്കെ കൃത്യമായിട്ട് ആ വാലുകൾ ആളുകൾ കൊണ്ടു കിടക്കുന്നുണ്ട്. ആ വാലുകൾ വെക്കുന്നത് കൃത്യമായിട്ട് അവരുടെ ജാതിയെ അറിയിക്കാൻ വേണ്ടിയാണ്. വിവാഹങ്ങൾ ഇപ്പൊ ജാതിയെ എതിർക്കുന്ന ഏതൊരാളാണെങ്കിലും വിവാഹ കർമ്മങ്ങൾ നടക്കുമ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അവർ എത്രമാത്രം ജാതിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആ ജാതിയുടെ അനുഷ്ഠാനങ്ങളെ അവർ ചെയ്യൂ. ഇനി അതേപോലെ മരണകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ജനനവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുമ്പോഴൊക്കെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ആൾക്കാർ പാലിക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും പഴയ രീതിയിൽ മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കുക, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അവരെ സബ്ജുഗേറ്റ് ചെയ്യുക, അവരെ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ നമ്മുടെ കീഴിലുള്ള എൻസ്ലേവ് അടിമകളാക്കി വെക്കുക, ആ ഒരു രീതിക്കൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. ആ കാരണം മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തുണ്ടായിരുന്ന ഈ വലിയ രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റവും നമ്മുടെ സോഷ്യൽ റിഫോമേഴ്സും അതുപോലെ ഇലക്ട്രിസിറ്റി മൂവ്മെന്റുകളും അതുപോലെ പിന്നെ ലാൻഡ് റിഫോംസ് ഇങ്ങനത്തെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും അതിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ രണ്ടാമത്തെ യൂണിറ്റ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. കാസ്റ്റ് ഇൻ റൂറൽ ഇന്ത്യ എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അതിന്റെ പിന്നെ റീക്യാപ്പ് അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ആ ഇല്ല സാറേ, അത് ക്ലിയറാ, നല്ലോണം ക്ലിയർ ആയ ഒരു ടോപ്പിക്കായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ ഇതാ കേട്ടോ ഞാൻ പറയുന്നേ, ഇതാണ് ആ ഇപ്പൊ ആ ആരും മിണ്ടാതിരുന്നാൽ എങ്ങനെയാ? കാരണം ഇത്രയും ക്ലാസ് എടുത്തിട്ട് ആരും മിണ്ടായിരുന്നാ അതെ അതെ ഞാൻ അവർക്കൊന്നും മനസ്സിലായില്ലെന്നല്ലേ തോന്നുള്ളൂ. അതെ 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 അല്ല റെസ്പോണ്ട് ചെയ്യണം നമുക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ആ സാധാരണഗതിയിൽ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുക ഇടക്കിടക്ക് സംസാരിപ്പിക്കാറുണ്ട്. കാരണം ആ നമുക്കത് അതെ. ബോറിംഗ് ആണ്. നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ ആ മുമ്പിൽ ആളുകളെ കാണാതെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആ അതെ അപ്പൊ അതെ ക്ലാസ് എടുക്കുന്ന ആർക്കും അങ്ങനെ ആരിപ്പോ തന്നെയാണ്. റെസ്പോണ്ട് ചെയ്യാതിരുന്നാല് അതെ അതെ നമ്മൾ അതെ ഈ ക്ലാസ് എടുക്കുന്നവർക്ക് എത്ര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത് അതെ നല്ല ഇതായിട്ട് ഇത് ടോട്ടലി ഇംഗ്ലീഷിലല്ലല്ലോ, നല്ല മലയാളത്തിലല്ലേ പറയുന്നേ. അപ്പൊ അത് അതെ മനസ്സിലാക്കാൻ വലിയൊരു പ്രശ്നമില്ല. അതെ നമുക്ക് ഓക്കെ ഓക്കെ പരിചയമുള്ള ടേംസ് തന്നെയാണ്. ഒരു ആണ്. ഒന്ന് അതെ രണ്ട് അതെ വാക്കുകളെ ഇച്ചിരി യൂഷ്വൽ അല്ലാത്ത ഒരു ടൈം വന്നത്, 2 3 ആ വാക്കുകളേ ഉള്ളൂ. ആ ആ ഉം. എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു. താങ്ക് യു സാർ. ഓക്കെ ഓക്കെ താങ്ക് യു. ഒരുപാട് ഓക്കെ. പേരുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് പേര് എനിക്ക് തോന്നുന്നു അവസാനമായപ്പോഴേക്കും കുറച്ച് പേര് പോയി തോന്നുന്നുണ്ട് അല്ലേ? ഒരു 30-35 അറിയില്ല. അടുത്ത ആളുകൾ ഉണ്ടായിരുന്നു. വേറെ ആരൊന്നും പറയണില്ല. എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ? ആയിക്കോട്ടെ സാർ, ക്ലാസ്സിന് സാറിന്റെ പോർഷൻ തീർന്നെങ്കിൽ സന്തോഷം. ആ നമ്മൾ നമുക്ക് ഈ ഒരു മൂന്നാമത്തെ ബ്ലോക്കാണ് ഇപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ 2 യൂണിറ്റ് ആണുള്ളത്. അപ്പൊ 2 യൂണിറ്റ് തീർന്നിട്ടുണ്ട്. ഇനി നാളെ ആ നിങ്ങൾക്ക് ടീച്ചർ ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, ടീച്ചർ ഇതുപോലെ അടുത്ത ബ്ലോക്ക് എടുക്കും. അഥവാ 4ാമത്തെ ആയിക്കോട്ടെ. ബ്ലോക്ക്. ആയിക്കോട്ടെ. ഓക്കെ ആ ആ സാറിന്റെ പോർഷൻ തീർന്നു ഇന്നത്തെ. ആ ഇന്നത്തെ തീർന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു. ആ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഉം. ഇനിയിപ്പോ അടുത്ത ആഴ്ചയല്ലേ ഉള്ളൂ സാറിനാ? ഇനി അടുത്ത ആഴ്ച വരുള്ളൂ. അടുത്ത ആഴ്ചയേ ഉള്ളൂ. ഓക്കെ, അടുത്ത ആഴ്ച. താങ്ക് യു സോ മച്ച് സാർ. നല്ല ക്ലാസ്സിനാ. താങ്ക് യു. ഓക്കെ. വേറെ ആർക്കെങ്കിലും വല്ല താങ്ക് ഡൗട്ടുകൾ യു സർ. എന്തെങ്കിലും ഉണ്ടോ? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സർ, നല്ല ഇല്ല. ക്ലാസ് ആയിരുന്നു. ആ ഓക്കെ. നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി വായിച്ചു നോക്കിയാൽ മതി. ബുക്ക് കിട്ടാത്ത ഒരു പ്രശ്നമുണ്ട്. അതെ എൽഡെസ്ക് അതെ ഓപ്പൺ ആവുന്നില്ല. ഓപ്പൺ ആ ആവുന്നില്ല അല്ലേ? പ്രശ്നമുണ്ട്. ഇല്ല എൽഎസ്കി ഇല്ല, ഓപ്പൺ ആകുന്നില്ല സാറേ. എൽഡെസ്ക് പറഞ്ഞ ഓപ്പൺ രീതി ആവുന്നുണ്ട്, പക്ഷെ 6th സെമസ്റ്ററിന്റെ കിട്ടുന്നില്ല. കിട്ടുന്നില്ല. സിസ്റ്റർ ആ അതെ. റെഡിലൊക്കെ തന്നെ കിടക്കുക, ലോക്ക് ഇട്ട് കിടക്കുക ഇപ്പോഴും. ഞാൻ ഒരു ആ സെക്കൻഡ്, നിങ്ങൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ SGOU സൈറ്റ് തുറന്നിട്ട് ആ ആ SGOU.ac.in ആ സൈറ്റ് തുറന്നിട്ട് ആ അതില് ലേണേഴ്സ് കോർണർ ഉണ്ട്. ലേണേഴ്സ് കോർണർ ആ ആ ആ ആ ആ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. അത് ഞാൻ ഒന്ന് നോക്കിയിട്ട് നിങ്ങളോട് സാറ് പറഞ്ഞു. കിട്ടുന്നുണ്ടോന്ന് നോക്കാവോ? അത് ഞങ്ങള് അപ്പൊ ലേണേഴ്സ് കോർണർ ഓപ്പൺ ചെയ്താൽ അതില് BA സോഷ്യോളജി സെമസ്റ്റർ 3 4 5 6 ഇവിടെ കിടക്കുന്നുണ്ട്. എല്ലാ ബുക്സും കിടക്കുന്നുണ്ട്. അയ്യോ, ഇവിടെ ഞങ്ങൾ കുറെ പേർക്ക് ആ ഞങ്ങളുടെ ആ ആ അപ്പോ അത് PDF ആണ്. PDF പോലും അങ്ങനെ ഇട്ടേക്കണ. നോക്കാം സർ, സാധാരണ അല്ല നോക്കാം. അത് എൽഡെസ്കിൽ ആക്ടിവേറ്റ് ചെയ്യാത്ത പ്രശ്നമാണ്. അത് നമുക്കൊരു കംപ്ലൈന്റ് കൊടുക്കാം.
ഇതതിന് പുറത്ത് ആ ഞാൻ പറഞ്ഞത് SGOU.ac.in ആ സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് ലേണേഴ്സ് കോർണറിൽ പോയാൽ അവിടെ നിങ്ങൾക്ക് BA സോഷ്യോളജി എടുത്താൽ അതിന് PDF ആയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ സാർ. ഓക്കെ ഒന്ന് നോക്കണേ. ഓക്കെ, അങ്ങനെ നോക്കാം സാർ. നോക്കാം. ഓക്കെ. ഇപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ പിന്നെ വൈൻഡപ്പ് ചെയ്യാണ്. ആയിക്കോട്ടെ സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നല്ല ക്ലാസ്സിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു ഓൾ. താങ്ക് യു സാർ.